മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഇൻ ആക്ഷൻ എന്ന ഫിസിക്സിലെ 7ാമത്തെ ചാപ്റ്ററാണ് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഇൻ ആക്ഷൻ എന്ന ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നത്? നമ്മൾ പഠിക്കാൻ പോകുന്നത് സിമ്പിൾ മെഷീനുകളെ പറ്റിയാണ്. എന്തിനെ പറ്റിയാണ്? സിമ്പിൾ മെഷീനുകളെ പറ്റിയാണ്. അപ്പോൾ എന്താണ് സിമ്പിൾ മെഷീൻ? നമ്മളിതാ ഇവിടെ കാണുന്നുണ്ടല്ലോ, ബോട്ടിൽ ഓപ്പണർ, നെയിൽ കട്ടർ, അതുപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന സോഡയൊക്കെ ഓപ്പൺ ചെയ്യുന്ന, ഇവിടെ ഒരു സ്പൂൺ വെച്ചിട്ടാണെങ്കിലും നമ്മൾ ഈ പറയുന്ന ക്യാനൊക്കെ ഓപ്പൺ ചെയ്യുന്ന ഉപകരണം, ഇതുപോലെയുള്ള പൈപ്പ്, ഇവിടെയൊക്കെ നമ്മൾ നമ്മുടെ അധ്വാനം അല്ലെ, ഇവിടെ ആലോചിച്ച് നോക്കി, ഈ പറയുന്ന വീൽ ചെയറിലുള്ള ഒരാൾ ഈ പടി മൊത്തം കയറ്റുകയെന്ന് വെച്ചാൽ നടക്കും ഇല്ല. അപ്പോൾ നമ്മൾ ഈ റാമ്പ് എന്ന് പറയുന്ന സാധനം ഉപയോഗിക്കും അല്ലേ. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ മനുഷ്യന്മാരുടെ എഫേർട്ടിന് അല്ലെങ്കിൽ നമ്മൾ മനുഷ്യന്മാരുടെ എക്സേർഷൻ, നമ്മുടെ മലയാളത്തിൽ അധ്വാനം എന്ന് പറയും. അപ്പോൾ നമ്മുടെ അധ്വാനത്തെ കുറയ്ക്കുന്ന ചില ഉപകരണങ്ങളുണ്ട്, ചില ചെറിയ അറേഞ്ച്മെൻറ്റുകളുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സിമ്പിൾ മെഷീനുകളെന്ന് വിളിക്കുന്നത്. എന്തെന്ന് വിളിക്കുന്നത്? സിമ്പിൾ മെഷീനുകളെന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താണ് സിമ്പിൾ മെഷീൻ എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ നമ്മൾ എന്ത് പറയും? ടൈപ്സ് ഓഫ് ഡിവൈസസ് ദാറ്റ് മേക്ക് എക്സേർഷൻ ഈസിയർ ആർ സിമ്പിൾ മെഷീൻസ്. എക്സേർഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാത്തവർക്ക് വേണ്ടി പറയാം, അധ്വാനം. അപ്പോൾ നമ്മുടെ അധ്വാനത്തെ കുറയ്ക്കുന്ന ചെറിയ ഉപകരണങ്ങളെയാണ് നമ്മൾ സിമ്പിൾ മെഷീനുകളെന്ന് വിളിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് സിമ്പിൾ മെഷീൻ പ്രവർത്തിക്കുന്നത്? സിമ്പിൾ മെഷീൻ പ്രധാനമായിട്ട് രണ്ട് കാര്യങ്ങളെ ചെയ്യാറുള്ളൂ. ഒന്നാമത്തെ കാര്യം, നമ്മൾ കൊടുക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡിനൊന്ന് കുറച്ച് തരും. ഇവിടെ ആലോചിച്ച് നോക്കി, ഈ ഒരു ആണിയെ നമ്മൾ കൈകൊണ്ട് വലിച്ചെടുക്കാൻ നല്ല രീതിയിൽ നമ്മൾ എന്ത് കൊടുക്കണം? ഫോഴ്സ് കൊടുക്കണം. എന്നാൽ ഇവിടെയാണെങ്കിൽ ഈ പറയുന്ന ഒരു ക്രോബാർ അല്ലെങ്കിൽ ഈ ക്രോബാർ എന്നതിനെ പറയുന്നത്, ഇത് വെച്ച് നമ്മളൊന്ന് നൈസായിട്ടൊരു ഫോഴ്സ് കൊടുക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യും? ആണി ഇളകി വരും. അപ്പോൾ നമ്മളുടെ ഫോഴ്സിൻ്റെ എന്ത് കുറച്ചു? നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡിനെ എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ കുറയ്ക്കുന്നുണ്ട്. മാഗ്നിറ്റ്യൂഡ് മാത്രമാണോ സിമ്പിൾ മെഷീൻ കുറയ്ക്കുന്നത്? അല്ല. ഇവിടെ നോക്കിയേ, കിണറ്റിൽ നിന്ന് നമ്മൾ വെള്ളം കോരുന്ന സമയത്ത് ഇങ്ങനെ കോരുന്നതാണോ എളുപ്പം, അതുപോലെ ഇങ്ങനെ കോരുന്നതാണോ എളുപ്പം? നമ്മളിവിടെ ഫോഴ്സ് എങ്ങനെയാണ് അല്ലേ, നമ്മൾ താഴെ നിന്ന് മുകളിലോട്ടാണ് ഇവിടെ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. ഇവിടെ ആണെങ്കിൽ നമ്മൾ മുകളിൽ നിന്ന് താഴോട്ടാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഈ പറയുന്ന പുള്ളി എന്ന് പറയുന്ന സാധനം ഉപയോഗിക്കുന്നതുകൊണ്ട് നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ഫോഴ്സിൻ്റെ ദിശ മാറ്റുന്നു, അതോടൊപ്പം നമ്മൾ മാഗ്നിറ്റ്യൂഡ് എന്ത് ചെയ്യുന്നു? കുറയ്ക്കുന്നു. അപ്പോൾ സിമ്പിൾ മെഷീൻസ് എന്ത് ചെയ്യും? സിമ്പിൾ മെഷീൻസ് ആകെ രണ്ട് കാര്യമേ ചെയ്യുള്ളൂ. എക്സാമ്പിൾ മനസ്സിലായല്ലോ. ഇനി ചോദ്യത്തിൻ്റെ ഉത്തരം ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരണ്ടല്ലോ. അപ്പോൾ എന്താ പറ്റുന്നത്? നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് കുറയ്ക്കുക അല്ലെങ്കിൽ അതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുക എന്നതിലൂടെ നമ്മുടെ അധ്വാനം കുറയ്ക്കുന്ന എല്ലാ ഉപകരണങ്ങളെയും നമുക്ക് എന്തെന്ന് വിളിക്കാം? സിമ്പിൾ മെഷീനുകളെന്ന് വിളിക്കാം. അപ്പോൾ സിമ്പിൾ മെഷീൻസ് ആർ ഡിവൈസസ് ദാറ്റ് ചേഞ്ചസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ എഫക്റ്റ് ഓഫ് ഫോഴ്സ് ഓർ ദ ഡയറക്ഷൻ ഓഫ് ദ ഫോഴ്സ് ഓർ ബോത്ത് ഈസ് കോൾഡ് സിമ്പിൾ മെഷീൻ. ഇന്ന് ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ലിവറിനെ പറ്റിയിട്ടാണ്. അപ്പോൾ എന്തുവാണ് ഒരു ലിവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഈ ചോദ്യങ്ങളുടെയൊക്കെ ഉത്തരം നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ നമുക്കിവിടെ ലിവറിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് 1-2 കാര്യങ്ങൾ അറിഞ്ഞിരിക്കും. ഇനി ഒരു സിമ്പിൾ മെഷീൻ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ 2 വാക്കുകൾ അറിഞ്ഞിരിക്കണം. ഒന്ന്, എന്താണ് എഫേർട്ട്, എന്താണ് ലോഡ്. എന്താണ് എഫേർട്ട്, എന്താണ് ലോഡ്. അപ്പോൾ എന്താണ് എഫേർട്ട്, എന്താണ് ലോഡ് എന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് ഉണ്ടല്ലോ, അതാണ് എന്തെന്ന് പറയുന്നത്? എഫേർട്ട്. ഈ പറയുന്ന ഉപകരണം പൊക്കേണ്ട ഒരു പണി ഉണ്ടാവും, ഒരു ജോലി ഉണ്ടാവുമല്ലോ, അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ലോഡ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കിയേ, നമ്മൾ ഈ നാരങ്ങ ഞെക്കിയിലോട്ട് കൊടുക്കുന്ന ബലം, ഇതിനാണ് നമ്മൾ കൊടുക്കുന്നതിനല്ലേ നമ്മൾ സാധാരണ എന്തെന്ന് പറയുന്നത്? എഫേർട്ട് എന്ന് പറയുന്നത്. അല്ലേ, നമ്മൾ എഫേർട്ട് എടുക്കണം അല്ലേ. പഠിക്കുന്നതെന്ന് വെച്ചാൽ അത്ര എളുപ്പമല്ല, ഇച്ചിരി എഫേർട്ടൊക്കെ എടുത്താലേ പറ്റത്തുള്ളൂ. നമ്മൾ ബുദ്ധിമുട്ടി ചെയ്യണം, അതാണ് എഫേർട്ട്. ഈ പറയുന്ന നാരങ്ങ ഞെക്കിക്ക് സത്യത്തിൽ ഈ പറയുന്ന നാരങ്ങ ഞെക്കാനായിട്ട് എടുക്കേണ്ട ഒരു ബലമുണ്ട്. ഇതിപ്പം നാരങ്ങ കൊടുക്കുന്ന റിയാക്ഷനാണ് കാണിച്ചിരിക്കുന്നത്, എങ്കിലും ഈ പ്രസ് ചെയ്യണമല്ലോ, ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നമ്മൾ കൊടുക്കുന്നത് ഫോഴ്സ്, ഈ ചെയ്യേണ്ട പ്രവൃത്തിയെ ഇപ്പോൾ നമ്മൾ എന്ത് വിളിക്കും? നമുക്ക് ലോഡ് എന്ന് വിളിക്കാം. നമുക്ക് എന്തെന്ന് വിളിക്കാം? ലോഡ് എന്ന് വിളിക്കും. ഈ വാക്ക് മാറിപ്പോകരുത്. ഈ വാക്ക് മാറിയാൽ, ഈ വാക്ക് എന്താണെന്ന് നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ പിടി കിട്ടിയില്ലെങ്കിൽ ഈ ചാപ്റ്ററിൽ ഇനി അങ്ങോട്ട് പഠിപ്പിക്കുന്നതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, വാട്ട് ഈസ് ദ ഫോഴ്സ് വി അപ്ലൈ ഓൺ ദ ലെമൺ സ്ക്യൂസർ? നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് ഏതാ? F1. എടാ, നമ്മുടെ മുമ്പിലുള്ള ചോദ്യങ്ങളുടെ ഉത്തരം ഞാൻ പറഞ്ഞു പോയില്ലെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവാതിരിക്കില്ലല്ലോ. ഞാൻ ഇപ്പോൾ എക്സാമ്പിൾ വെച്ച് പറഞ്ഞതുകൊണ്ട് പിടികിട്ടുമെന്ന് വിശ്വസിക്കുന്നു. F1. വാട്ട് ഈസ് ദ ഫോഴ്സ് ദ ലെമൺ അപ്ലൈസ് എഗെയിൻസ്റ്റ് ദ ഫോഴ്സ് വി അപ്ലൈ? അതെന്താണ്? F2 ആണ്. ഓക്കെ, സോ വെൻ എ ലെമൺ സ്ക്യൂസർ ഈസ് യൂസ്ഡ് ആസ് എ സിമ്പിൾ മെഷീൻ, the force we apply to squeeze the lemon is the effort and the force the lemon applies is the load. ഇതാണ് എന്താണ്
എഫേർട്ടും ലോഡും. ഈ വാക്ക് വ്യക്തമായി പഠിച്ചില്ലെങ്കിൽ ഇനി അങ്ങോട്ട് പറഞ്ഞിട്ട് ഒരു കാര്യം ഉണ്ടാകത്തില്ല, പഠിച്ചു വയ്ക്കുക. ദ ഫോഴ്സ് വി അപ്ലൈ ഓൺ എ സിമ്പിൾ മെഷീൻ ഈസ് കോൾഡ് എഫേർട്ട്. അപ്പം നമ്മൾ എടുക്കുന്നത് എഫേർട്ട്, മെഷീൻ എടുക്കേണ്ടത് ലോഡ്. നമ്മൾ എടുക്കുന്നത് എഫേർട്ട്, മെഷീൻ എടുക്കുന്നത് ലോഡ്. നമ്മൾ എടുക്കുന്നത് എഫേർട്ട്, മെഷീൻ എടുക്കുന്നത് ലോഡ്. പറഞ്ഞ് പഠിച്ചു. നമ്മൾ എടുക്കുന്നത് എഫേർട്ട്, മെഷീൻ എടുക്കുന്നത് ലോഡ്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന സിമ്പിൾ മെഷീൻസ് ഉപയോഗിക്കുമ്പോഴേ നമ്മുടെ എഫേർട്ട് എന്ന് പറയുന്ന സത്യത്തിൽ കുറയ്ക്കാൻ വേണ്ടിയല്ലേ നമ്മൾ സിമ്പിൾ മെഷീൻസ് ഉപയോഗിക്കുന്നത്. ഇവിടെ ആലോചിച്ച് നോക്കിയേ, 400 ന്യൂട്ടൺ ലോഡ്. ഇതിനെ പൊക്കാൻ സത്യത്തിൽ ശാസ്ത്രീയപരമായി 400 ന്യൂട്ടൺ കൊടുത്താൽ ഇത് പൊങ്ങത്തുള്ളൂ. പക്ഷേ നമുക്കിത് ഇങ്ങനെ ഇടയ്ക്കൊരു കല്ല് വെച്ചിട്ട് ഇതുപോലെ ഒരു വലിയ ബാർ ഉപയോഗിച്ചിട്ട് ഇവിടെ നമ്മളൊരു 100 ന്യൂട്ടൺ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഇത് പൊങ്ങും. ഇത് നിങ്ങൾ റിയൽ ലൈഫിൽ തന്നെ അറിയുന്നൊരു കാര്യമാണ് അല്ലേ. വെയിറ്റുള്ള വസ്തുക്കളൊക്കെ നമ്മൾ ഇന്ന് നമ്മൾ റോഡ് സൈഡിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ ലോഡിങ് തൊഴിലാളികളോ അല്ലെങ്കിൽ പണിക്കാരൊക്കെ എന്ത് ചെയ്യും, ഇതുപോലെ ഒരു കമ്പ് സെറ്റപ്പ് വെച്ചിട്ട് ഇങ്ങനെ കുത്തി പൊക്കുന്ന അല്ലേ. മരങ്ങളൊക്കെ മുറിച്ചിട്ട് വലിയ മരങ്ങളൊക്കെ അവർ എന്ത് ചെയ്യും, ഇതുപോലെ ഒരു ചെറിയ കല്ല് വെച്ചിട്ട് കമ്പ് വെച്ചിട്ട് ഇങ്ങനെ മൂവ് ചെയ്യിപ്പിക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, സേഫായിട്ട് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും 400 ന്യൂട്ടൺ എന്ന് പറയുന്ന ലോഡ് വെറും 100 ന്യൂട്ടൺ എന്ന് പറയുന്ന എഫേർട്ട് കൊണ്ട് മൂവ് ചെയ്തു. അപ്പോൾ നമ്മുടെ ജോലി ഇവിടെ കുറയുകയല്ലേ. അപ്പോൾ സിമ്പിൾ മെഷീൻസ് ഉപയോഗിക്കുമ്പോൾ ഈ പറയുന്ന അറേഞ്ച്മെൻ്റ് ഉണ്ടല്ലോ, ഈ അറേഞ്ച്മെൻറ്റ് കാരണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ എഫേർട്ട് കുറയ്ക്കാൻ പറ്റും. അതിനാണ് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഈ പറയുന്ന സാധനങ്ങളും ഫോഴ്സിനെയൊക്കെ അറേഞ്ച് ചെയ്യുന്നത് കൊണ്ട് നമുക്കിവിടെ ഗുണമുണ്ടായി. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്? നമ്മൾ എത്ര ലോഡ് എടുക്കണം ബൈ നമ്മൾ എത്ര എഫേർട്ട് കൊടുത്തു. നമ്മൾ എത്ര ലോഡ് എടുക്കണം ബൈ നമ്മൾ എത്ര എഫേർട്ട് കൊടുത്തു. ഇതിനെയാണ് നമ്മൾ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ദ ലോഡ് ടു ദ എഫേർട്ട്. ലോഡ് ബൈ എഫേർട്ട് ആണ് അപ്പോൾ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇത് വെറുതെ കാണാതെ പഠിക്കാതെ മനസ്സിലാക്കി വെക്കണം. കാരണം കുറച്ച് കഴിയുമ്പോൾ നമുക്ക് വേറൊരു മാറ്റം വരും. മാറ്റമൊന്നുമല്ല, ഈ പേര് അങ്ങനെ കാണാതെ പഠിച്ച് വയ്ക്കുന്നതിനേക്കാളും സംഭവം മനസ്സിലാക്കി വെക്കണം. ഇറ്റ് ഈസ് എ നമ്പർ ഇൻഡിക്കേറ്റിംഗ് ഹൗ മെനി ടൈംസ് ഓഫ് ദ ലോഡ് ഈസ് ദ എഫേർട്ട്. അതായത് നമ്മൾ കൊടുക്കുന്ന എഫേർട്ടിൻ്റെ എത്ര മടങ്ങാണ് ലോഡ്. അപ്പം നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നോക്കിയേ, ഇവിടെ ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്, 400 ന്യൂട്ടൺ. കാരണം നമ്മൾ കൊടുക്കുന്നതല്ല. എഫേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്, 100 ന്യൂട്ടൺ. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായിരിക്കും, 400 ന്യൂട്ടനെ കൊടുക്കാൻ നമ്മൾ കൊടുത്തത് 100. അതായത് ഈ അറേഞ്ച്മെൻറ്റ് നമുക്ക് 4 മടങ്ങ് ബലം നമുക്ക് അധികം തന്നു എന്ന് മനസ്സിലാക്കി കൂടെ. ഈ ഒരു അറേഞ്ച്മെൻറ്റ് ചെയ്തത് കൊണ്ട് നമ്മൾ കൊടുത്തതിൻ്റെ 4 മടങ്ങുള്ളൊരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റി. അപ്പം 4 മടങ്ങ് 4 ടൈംസ് നമുക്കൊരു അഡ്വാൻറ്റേജ് കിട്ടി എന്ന് ഓർത്ത് വെച്ചാൽ പിടികിട്ടൂലേ. അപ്പോൾ ലോഡിനെ എഫേർട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് അഡ്വാൻറ്റേജ് കിട്ടും. ഇതെന്ത് കാണിക്കും, ഹൗ മെനി ടൈംസ് ഓഫ് ദ ലോഡ് ഈസ് ദ എഫേർട്ട് അല്ലേ. ഈ പറയുന്ന നമ്മുടെ എഫേർട്ടിൻ്റെ എത്ര മടങ്ങാണ് ലോഡ്, നമ്മൾ കൊടുത്ത എഫേർട്ടിൻ്റെ 4 മടങ്ങാണ് ലോഡ് അല്ലേ. 100 × 4 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 400 കിട്ടൂലേ. 400 കിട്ടൂലേ. അപ്പം എൻ്റെ അർത്ഥം എന്താണ്, നമ്മൾ കൊടുത്ത എഫേർട്ടിൻ്റെ എത്ര മടങ്ങാണ് ലോഡ്. അപ്പോൾ ഈ പറയുന്ന ഇത്രയും മടങ്ങ് നമ്മൾ ചെയ്യാൻ സഹായിച്ചത് ആരാ, ഈ മെക്കാനിക്കൽ അറേഞ്ച്മെൻ്റ് അല്ലേ. അതുകൊണ്ട് നമ്മൾ അതിനെ എന്ത് വിളിച്ചു, മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് വിളിച്ചു. അപ്പോൾ എന്താണ് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ലോഡ് ബൈ എഫേർട്ട്. അല്ലെങ്കിൽ നമ്മൾ ഡെഫിനിഷൻ എങ്ങനെ പറയും, ഇറ്റ് ഈസ് എ നമ്പർ ദാറ്റ് ഈസ് ഇൻഡിക്കേറ്റിംഗ് ഹൗ മെനി ടൈംസ് ദ ലോഡ് അല്ല, ഹൗ മെനി ടൈംസ് ഓഫ് ദ ലോഡ് ഈസ് ദ എഫേർട്ട് അല്ലെ. ലോഡ് എന്ന് പറയുന്നത് നമ്മൾ കൊടുത്ത എഫേർട്ടിൻ്റെ എത്ര മടങ്ങാണ് എന്ന് കാണിക്കുന്ന വാല്യൂ ആണ് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇതിന് എന്തില്ല, യൂണിറ്റ് ഇല്ല. അപ്പോൾ പരീക്ഷയ്ക്ക് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കണ്ടുപിടിക്കാൻ സിമ്പിളായി ചോദിച്ചാൽ ഇങ്ങനത്തെ ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. എ ഫോഴ്സ് ഓഫ് 400 ന്യൂട്ടൺ ഈസ് അപ്ലൈഡ് ഓൺ എ നെയിൽ പുള്ളർ ടു പുൾ എ നെയിൽ. ഇഫ് ദ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഓഫ് ദ നെയിൽ പുള്ളർ വാസ് 3, വാട്ട് വുഡ് ബി ദ ലോഡ് അപ്ലൈഡ് ബൈ ദ നെയിൽ. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് എന്ത് വേണമെങ്കിലും ചോദിക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം കിട്ടിയാൽ നമ്മുടെ ജോലി എന്താ, നമ്മൾ ആദ്യം ചോദ്യം ഒന്ന് വായിച്ചു നോക്കും, എന്നിട്ട് തന്നിട്ടുള്ളതൊക്കെ എടുത്ത് എഴുതും. അപ്പോൾ എന്തൊക്കെ തന്നിട്ടുണ്ട് ഇവിടെ, നമുക്കിവിടെ തന്നിട്ടുണ്ട് 400 ന്യൂട്ടൺ ആണ് നമ്മുടെ ഫോഴ്സ് എന്ന് പറയുന്നത് അല്ലേ. അപ്ലൈഡ് ഓൺ എ നെയിൽ പുള്ളർ ടു പുൾ എ നെയിൽ. ഇഫ് ദ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്, അപ്പോൾ ഇവിടെ നോക്കിടാം, നമുക്കിവിടെ തന്നിട്ടുള്ള എന്താണ്, എ ഫോഴ്സ് ഓഫ് 40 ന്യൂട്ടൺ ഈസ് അപ്ലൈഡ്. നെയിൽ പുള്ളറിലോട്ട് 40 ന്യൂട്ടൺ ഫോഴ്സ് നമ്മൾ കൊടുത്തു. ആര് കൊടുത്തു, നമ്മൾ കൊടുത്തു. നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിനെ അപ്പോൾ നമ്മൾ എന്തെന്നാണ് വിളിക്കുന്നത്, എഫേർട്ട് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ എഫേർട്ടാണ് ഇവിടെ എത്ര, 400 ന്യൂട്ടൺ എന്ന് പറയുന്നത്. കാരണം ചോദിച്ചിട്ടുള്ളത് എന്താണ്, വാട്ട് വുഡ് ബി ദ ലോഡ് എന്നാണ്. അപ്പോൾ ലോഡാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അത് വെച്ച് നമുക്ക് എഴുതാം, ലോഡാണ് കണ്ടുപിടിക്കാനുള്ളത്. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് തന്നിട്ടുണ്ട്. എത്രയാണ് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, 3 ആണ്. അങ്ങനെയാണ് ലോഡ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഈ ലോഡ് ബൈ എന്താണ്, എഫേർട്ടാണ് അല്ലെ. ലോഡ് ബൈ എന്താണ്, എഫേർട്ടാണ്. അപ്പോൾ ലോഡ്
നമുക്കറിയില്ല. അപ്പോൾ മെക്കാനിക്കൽ അഡ്വാൻറ്റേജിനെ നമുക്ക് എന്ത് ചെയ്യാം, എഫേർട്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് ഇവിടുത്തെ ലോഡ് കിട്ടും. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് 3, എഫേർട്ട് എന്ന് പറയുന്നത് 4, ഒരു 4, 4, 2, 3, 12, 120 ന്യൂട്ടനാണ് ഇവിടുത്തെ നമ്മുടെ ലോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ സിമ്പിൾ ചോദ്യം പ്രതീക്ഷിക്കേണ്ട, ഇത്ര സിമ്പിളൊന്നും ചോദിക്കാറില്ല, എങ്കിലും ഒരു ഐഡിയ കിട്ടാൻ ഇത് നിങ്ങളെ സഹായിക്കും. അപ്പോൾ എഫേർട്ട് എന്ന് മനസ്സിലായല്ലോ. നമ്മൾ കൊടുക്കുന്നത് എഫേർട്ട്, മെഷീൻ ചെയ്യേണ്ടത് ലോഡ്. നമ്മൾ കൊടുക്കുന്ന എഫേർട്ട്, മെഷീൻ ചെയ്യേണ്ടത് ലോഡ്. മനസ്സിലായല്ലോ. അങ്ങനെയാണെങ്കിൽ എന്താണ് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ അതൊരു റേഷ്യോ ആണ്. എന്താണ്, ലോഡിനെ എഫേർട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റേഷ്യോ ആണ്. ഇത് എന്ത് കാണിക്കും, ഹൗ മെനി ടൈംസ് ഓഫ് ദ ലോഡ് ഈസ് ദ എഫേർട്ട്, എഫേർട്ടിൻ്റെ എത്ര മടങ്ങാണ് ലോഡ്. അപ്പോൾ ഇത്രയും മടങ്ങ് എടുക്കാൻ നമ്മൾ സഹായിച്ചത് ഈ പറയുന്ന അറേഞ്ച്മെൻ്റ് ആണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ എന്ത് വിളിച്ചത്, മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് വിളിക്കുന്നത്, അല്ലേ. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു വോളിബോൾ കളിക്കുകയാണ്, ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ ബാസ്ക്കറ്റ് ബോൾ കളിക്കുകയാണ്. അപ്പോൾ നല്ല ഉയരമുള്ള ഒരാൾക്ക് ഈ ബാസ്ക്കറ്റിലോട്ട് ബോളിന് ഇടാൻ കുറച്ച് ഗുണമുണ്ടാകും. നമ്മൾ പറയാം അവൻ്റെ ഹൈറ്റ് ഉള്ളതിൻ്റെ അഡ്വാൻറ്റേജ് ആണ്, അതുകൊണ്ട് അവന് പെട്ടെന്ന് കാര്യം ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ പറയുന്ന 400 ന്യൂട്ടണിൽ വന്ന സാധനത്തിന് നമ്മൾ 100 ന്യൂട്ടൺ കൊടുത്തപ്പോൾ തന്നെ പൊങ്ങിയതെങ്കിൽ അവിടെ നമുക്ക് ഈ അഡ്വാൻറ്റേജ് തന്നത് ആരാ, ഈ അറേഞ്ച്മെൻ്റ് ആണ്. അതുകൊണ്ട് അതിനെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് വിളിച്ചു. ലോഡ് ബൈ എഫേർട്ട് യൂണിറ്റ് ഇല്ല. സെറ്റല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് സിമ്പിൾ മെഷീനുകളിൽ ആദ്യത്തെ മെഷീൻ ഇന്നത്തെ ക്ലാസ്സിലൊന്ന് പഠിക്കാം. ഓക്കെ, സമയം കുറവായതുകൊണ്ട് ഞാൻ ക്ലാസ്സിൻ്റെ ലെങ്ത് ഇപ്പം കൂട്ടാമെന്ന് വിചാരിച്ചു. ലിവർ നമുക്കറിയാമെന്നുള്ളത് എന്താണ്, ആടിൻ്റെ ലിവർ, മട്ടൻ്റെ ലിവർ, കോഴിയുടെ ലിവർ. ഇതെന്ത് ലിവർ, ഇതൊരു നീണ്ട കമ്പി, ഇതാണ് എന്ത് ലിവർ എന്ന് പറയുന്നത്. റിജിഡ് റോഡ്, എന്താണ് റിജിഡ് റോഡ്, എന്താ റിജിഡ് എന്ന് വെച്ചാൽ നമ്മൾ ഇതുകൊണ്ട് വളയ്ക്കുമ്പോൾ ഈ റോഡ് വളഞ്ഞു പോയി കഴിഞ്ഞാൽ പൊങ്ങത്തില്ല. പണ്ട് നമ്മുടെ ആർക്കിമിഡീസ്, നിങ്ങൾക്കറിയാം, യുറേക്ക എന്ന് വിളിച്ച് അല്ലേ, ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ കണ്ടുപിടിച്ച വ്യക്തി, ഇദ്ദേഹം പണ്ട് പറഞ്ഞൊരു കാര്യമാണ്, ഗീവ് മീ എ ലിവർ ലോങ് ഇനഫ് ആൻഡ് എ പ്ലേസ് ടു സ്റ്റാൻഡ്, ഐ വിൽ മൂവ് ദ എർത്ത്. എനിക്ക് ഈ പറയുന്ന ഭൂമിയെ പൊക്കാൻ നീളത്തിനുള്ളൊരു ലിവറും ചവിട്ടി നിൽക്കാനൊരു സ്ഥലവും നിങ്ങൾ തന്നാൽ ഞാൻ എന്ത് ചെയ്യാം, ഭൂമിയെ ഉയർത്തി കാണിച്ചു തരാമെന്ന് ആര് പറഞ്ഞു, ആർക്കിമിഡീസ് പറഞ്ഞു. ഭാഗ്യം വെച്ചാൽ അത്രയും വലിയ ലിവർ കൊടുക്കാനൊന്നും ആരും ഇല്ലാത്തത് കൊണ്ട് തന്നെ പുള്ളിക്ക് ഭൂമി ഉയർത്താൻ പറ്റിയില്ല. മാത്രമല്ല ഒരു പ്ലേസ് ടു സ്റ്റാൻഡ് ഇല്ലല്ലോ. എങ്കിലും പറഞ്ഞത് ശരിയാണ്. സംഭവം എന്താണ്, നമുക്കിത് ഇതുപോലെ ഈ പറയുന്ന ഒരു കമ്പ് ഉപയോഗിച്ച് ഇങ്ങനെ ഞങ്ങൾ അതിനെ കുത്തിപ്പൊക്കുക എന്ന് പറയും. ഇങ്ങനെ കുത്തിപ്പൊക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ എഫേർട്ട് വളരെ കുറവായിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിനുവേണ്ടി സഹായിക്കുന്ന ഈ നീണ്ട റോഡിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ലിവർ എന്ന് വിളിക്കുന്നത്. അത് സിമ്പിളാണെന്ന് തോന്നുന്നു അല്ലേ. ഇപ്പോൾ സിമ്പിളാക്കി ഇപ്പോൾ മാറി നോക്കൂ. എ ലിവർ ഈസ് എ റിജിഡ് റോഡ് ദാറ്റ് ക്യാൻ റൊട്ടേറ്റ് എറൗണ്ട് എ ഫിക്സഡ് പോയിന്റ് കാൾഡ് ഫൾക്രം. അയ്യോ, എന്തുവാ സംഭവം, അതാ നോക്കടാ. നമ്മളിതാ ഈ പറയുന്ന സാധനത്തിന് ഇവിടെ കുത്തിപ്പൊക്കാനായിട്ട് ഉപയോഗിച്ച് ഈ ഒരു പോയിന്റിലെ ഇതിനെയാണ് നമ്മൾ ഫൾക്രം എന്ന് പറയുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ട് എന്തെങ്കിലും ഈ ചാപ്റ്റർ മനസ്സിലാവണമെങ്കിൽ ഈ 3 വാക്കുകൾ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ആദ്യത്തെ 2 നമ്മൾ പഠിച്ചു. എന്താണ്, നമ്മൾ കൊടുക്കുന്നത് എഫേർട്ട്, ഈ പറയുന്ന സിമ്പിൾ മെഷീൻ ചെയ്യേണ്ടത് ലോഡ്. ഇവിടുത്തെ സിമ്പിൾ മെഷീൻ്റെ പേര് ലിവർ. അപ്പോൾ ഈ ലിവറും ലോഡും നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഒരു പോയിന്റിൽ അതിനെ എന്ത് ചെയ്യണം, ബാലൻസ് ചെയ്യണം. എവിടെയെങ്കിലും ഒരു പോയിന്റ് നമ്മൾ അതിനെ എന്ത് ചെയ്യണം, ബാലൻസ് ചെയ്യണം. ആ ബാലൻസ് ചെയ്യുന്ന പോയിന്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഫൾക്രം എന്ന് വിളിക്കുന്നത്. എന്ത് വിളിക്കുന്നത്, ഫൾക്രം. അപ്പോൾ ഈ ഫൾക്രം എന്ന് പറയുന്നത് ഇവിടെ ഒരു ബാലൻസിങ്ങിൻ്റെ പരിപാടി, ഒരു സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയുടെ ഒക്കെ ഒരു പരിപാടി വെച്ചിട്ടാണ് ഇവിടെ നമുക്ക് ഈ ഒരു അഡ്വാൻറ്റേജ് എന്ത് ചെയ്യുന്നത്, കിട്ടുന്നത്. സീസോയിൽ നിങ്ങൾ കണ്ടിട്ടുള്ള ഈ നടുക്കത്തെ പോയിന്റ് തന്നെയാണ് എന്തെന്ന് പറയുന്നത്, ഫൾക്രം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫൾക്രത്തിന് അക്രോസ് ആയിട്ടായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് മൂവ് ചെയ്യുന്നത്. ഈ ത്രാസിൽ നിങ്ങൾ കാണുന്ന ഈ ഒരു പോയിന്റാണ് ഇവിടുത്തെ എന്തെന്ന് പറയുന്നത്, ഫൾക്രം എന്ന് പറയുന്നത്. ഇവിടെ ഫൾക്രം സെൻറ്ററിലിരിക്കുന്നു, ഇവിടെയും സെൻറ്ററിലിരിക്കുന്നു, ഇവിടെയും സെൻറ്ററിലിരിക്കുന്നു. അപ്പോൾ എന്താണ് ഒരു ലിവർ അറേഞ്ച്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലിവർ എന്നാൽ ഒരു റിജിഡ് റോഡാണ്. അതിന് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഫിക്സഡ് പോയിന്റിന് അക്രോസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ആ ഫിക്സഡ് പോയിന്റിനെ വിളിക്കുന്ന പേര് ഫൾക്രം. മറന്നു പോകരുത്, മറന്നു പോയാൽ മൊത്തം കയ്യിൽ നിന്ന് പോകും. അപ്പോൾ ഒന്നും കൂടെ, എന്താണ് ലിവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലിവർ ഈസ് എ റിജിഡ് റോഡ് ദാറ്റ് ക്യാൻ റൊട്ടേറ്റ്. അപ്പോൾ റൊട്ടേറ്റ് എന്ന വാക്ക് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവരുത്. നമ്മൾ ഒരു പോയിന്റിൽ ഈ പറയുന്ന ലിവറിനെ കൊണ്ട് വെച്ചിട്ട് ഈ പോയിന്റിന് അക്രോസ് ആയിട്ടായിരിക്കും ഇത് മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഇത് താഴോട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കിവിടെ റൊട്ടേഷൻ ഇവിടെ ഉണ്ടാവുന്നില്ലേ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏതൊരു ഫിക്സഡ് പോയിന്റിൽ വെച്ചിട്ടാണോ ഈ പറയുന്ന റോഡിന് റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്, ആ പോയിന്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഫൾക്രം എന്ന് വിളിക്കുന്നത്. അതിൻ്റെ ഒരു വശത്ത് നമ്മൾ കൊടുക്കുന്നത് എന്തായിരിക്കും, നമ്മൾ കൊടുക്കുന്ന എഫേർട്ടായിരിക്കും. മറുവശത്ത് ഈ പറയുന്ന മെഷീൻ ചെയ്യേണ്ട ലോഡായിരിക്കും. മാറിപ്പോകരുത്, റിപ്പീറ്റ് ചെയ്ത് പറയുന്ന അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ്. ക്രോസ് ബാർ, നേരത്തെ കണ്ട ആ ഒരു നീണ്ട കമ്പ്, അല്ലെങ്കിൽ നമ്മുടെ കോമൺ ബാലൻസ്, സീസോ, ഇതൊക്കെ ലിവർ അറേഞ്ച്മെൻറ്റിൽ പ്രവർത്തിക്കുന്നതാണ്. ഇതുപോലെ ഒരുപാട് ഉപകരണങ്ങൾ നമുക്ക് പഠിക്കാനായിട്ട് ഉണ്ട്. അപ്പോൾ ലിവറിൽ നിങ്ങളുടെ ആര് ചോദിച്ചാൽ നിങ്ങൾ പറയും എന്താണ് ഫൾക്രം. ഫൾക്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഫിക്സഡ് പോയിന്റ് എറൗണ്ട് വിച്ച് എ ലിവർ ക്യാൻ റൊട്ടേറ്റ്.
ഒരു ലിവറിനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഫിക്സഡ് പോയിന്റിനെയാണ് നമ്മൾ ഫൾക്രം എന്ന് വിളിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ലിവർ ഇത് ചെയ്യുന്നത് സംശയമുണ്ട് അല്ലേ? എന്തുകൊണ്ടാണ് നേരത്തെ പറഞ്ഞു 400 ന്യൂട്ടൺ ഉള്ളതിന് വെറും 100 ന്യൂട്ടൺ കൊടുത്തപ്പോൾ പൊങ്ങിയത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അതിന് പിന്നിലൊരു തത്വമുണ്ട്. ആ തത്വത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ലിവർ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് ലിവർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് ലിവർ മനസ്സിലാവണമെങ്കിൽ നമ്മൾ ആദ്യം ഈ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി മനസ്സിലാക്കണം. എന്ത് മനസ്സിലാക്കണം? സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. ഞാനൊന്ന് മനസ്സിലാക്കി തരാൻ ശ്രമിക്കാം. ഇതൊരു വെയിറ്റ് ഉള്ള സാധനം. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി നിങ്ങൾ ഈ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? ചില ആൾക്കാർ ഈ കല്ലും അല്ലെ പല ഷേപ്പിലിരിക്കുന്ന സാധനങ്ങളൊക്കെ ഇങ്ങനെ ബാലൻസ് ചെയ്ത് വയ്ക്കുന്നതായിട്ടുള്ള വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അല്ലേ? ചില ആൾക്കാർ ബൈക്കിനെ ബാലൻസ് ചെയ്യും, സൈക്കിളിനെ ബാലൻസ് ചെയ്യും. ഇനി ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ പിള്ളേർ ബുക്കിനെ ഇങ്ങനെ വിരൽ ബാലൻസ് ചെയ്യാറുണ്ടല്ലോ. ബാസ്കറ്റ് ബോൾ കളിക്കുന്ന പ്ലെയേഴ്സ് അല്ലെങ്കിൽ ഈ പറയുന്ന വോളിബോൾ കളിക്കുന്ന പ്ലെയേഴ്സ് ബോളിനെ ഇങ്ങനെ കയ്യിൽ വെച്ച് ചെയ്യാറുണ്ടല്ലോ, അല്ലെങ്കിൽ സർക്കസിലെങ്കിലും കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയും വലിയ ബുക്ക് അവിടെ ഇരിക്കുന്നത്? ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഈ ബുക്കിൻ്റെ എൻറ്റയർ വെയിറ്റും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന പോയിന്റ് അല്ലേ? ആ പോയിന്റിന് അക്രോസ് ആയിട്ട് നമ്മളൊരു എതിർ ബലം കൊടുക്കുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു? ബാലൻസിങ് നടക്കുന്നു. ഈ പറയുന്ന പോയിന്റിനെയാണ് നമ്മൾ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് വിളിക്കുന്നത്. സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഈസ് ദ പോയിന്റ് അറ്റ് വിച്ച് ദ എൻറ്റയർ വെയിറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് ഈസ് കൺസിഡേർഡ് ടു ആക്ട്. ഓക്കെ, ഇനി കാര്യം പറഞ്ഞുതരാം. അപ്പോൾ ഇങ്ങനെ ഒരു കല്ല് ഇവിടെ ഇരിക്കുമ്പോൾ ഇതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഇത് ഇവിടെയാണെന്ന് നിങ്ങൾ വിചാരിക്കുക. അപ്പോൾ ഈ പറയുന്ന ഒബ്ജക്റ്റ് നമുക്ക് പൊക്കണമെങ്കിൽ ഇതിനേത് ക്രോസ് ആയിട്ടൊരു ബലം കൊടുക്കണം. പക്ഷേ ഇതുപോലെ കല്ലിന് അങ്ങനെ ബലം കൊടുക്കാൻ ബുദ്ധിമുട്ടല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒരു ലിവർ കൊണ്ട് വയ്ക്കും, ഇവിടെ ഒരു ഫൾക്രവും കൊണ്ടുവന്ന് വയ്ക്കും. അപ്പോൾ ഇത് മൊത്തത്തിലൊരു സിസ്റ്റമായിട്ട് മാറും. അപ്പോൾ ഈ പറയുന്ന സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് എങ്ങോട്ടെങ്കിലുമൊക്കെ മാറിയിട്ടുണ്ടാവും. അതായത് ആദ്യത്തെ പോയിന്റിലായിരിക്കില്ല, ഇത് മൊത്തത്തിലൊരു സിസ്റ്റം ആകുമ്പോഴത്തേക്കും ഈ പറയുന്ന ഫൾക്രത്തിനടുത്തോട്ട് മാറണം. അപ്പോൾ നമ്മൾ ഈ പറയുന്ന ബലം കൊടുക്കുമ്പോഴത്തേക്കും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിക്ക് ഏതാണ്ട് തുല്യമാക്കാൻ പറ്റും. അങ്ങനെയാണ് ഇത് മുകളിലോട്ട് പൊങ്ങുന്നത്. ഇനി ഇത്രയും കോംപ്ലക്സ് ഒന്നും ആക്കിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, മനസ്സിലാക്കിയാൽ മതി. സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നൊരു പോയിൻ്റാണ്. അവിടെ ഈ ഒബ്ജക്റ്റിൻ്റെ എല്ലാ വെയിറ്റും ബാലൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് അക്രോസ് ആയിട്ട് നമുക്കൊരു ബലം കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ എന്ത് പറ്റും? ആ ഒബ്ജക്റ്റിനെ നമുക്ക് ബാലൻസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമ്മളിവിടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയെ പറ്റി പഠിക്കാൻ വന്നതല്ല, നമ്മൾ ലിവറിനെ പറ്റി പഠിക്കാനാണ് വന്നത്. അപ്പോൾ ലിവർ പ്രിൻസിപ്പിൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് അറിയാവുന്നുള്ളൊരു കാര്യമാണ്. നമ്മളെ ഒരു സ്കെയിൽ എടുക്കുക, സ്കെയിലിൻ്റെ രണ്ടറ്റത്ത് നമ്മളിങ്ങനെ കൈ വയ്ക്കുക. എന്നിട്ട് നമ്മൾ ഈ പറയുന്ന ഇപ്പോൾ ഇതിൻ്റെ ഒരു പേന ആയതുകൊണ്ട് പറ്റത്തില്ല, ഇതൊരു യൂണിഫോം മാസമുള്ളതല്ല. നമ്മളിങ്ങനെ കൈ ചേർത്ത് കൊണ്ടുവന്ന് ഒരു പോയിന്റ് എത്തിയപ്പോഴത്തേക്കും ഈ പറയുന്ന പേന ബാലൻസ് ചെയ്തിരുന്ന് കണ്ടോ? അപ്പോൾ ഈ പോയിൻ്റാണ് എന്ത്? ഈ പറയുന്ന പെന്നിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ മനസ്സിലാക്കാം? ഇവിടെ നമ്മൾ ഒരു സ്കെയിലിനെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിൽ കെട്ടിത്തൂക്കി. എന്നിട്ട് ഒരു വശത്ത് നമ്മളൊരു 50 ഗ്രാം വെയിറ്റ് ഇട്ടു. ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം? ലോഡ് എന്ന് വിളിക്കാം. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്നും അതേ ദൂരം, ഇത് 25 സെൻറ്റിമീറ്റർ ആണെങ്കിൽ അതേ ദൂരത്തിൽ മറ്റൊരു വെയിറ്റും തൂക്കിയിട്ടു. നമുക്കതിനെ ഈ പറയുന്ന എക്സാമ്പിളിന് വേണ്ടിയിട്ട് എഫേർട്ട് എന്ന് വിളിക്കാം. ഇനി ശ്രദ്ധിക്കണേ, ലോഡ് മുതൽ എഫേർട്ട് ഈ പറയുന്ന നടക്കാത്ത പോയിന്റ് അപ്പോൾ എന്തായിരിക്കും? ഇതായിരിക്കും ഫൾക്രം എന്ന് പറയുന്നത്, അല്ലെ? ഇതാണ് ഫൾക്രം. ലോഡ് മുതൽ ഫൾക്രം വരെയുള്ള ദൂരത്തിന് നമ്മൾ ലോഡ് ആം എന്ന് വിളിക്കും. ഈ ദൂരത്തിന് ലോഡ് ആം എന്ന് വിളിക്കും. നമ്മൾ ലിവറിൻ്റെ പ്രിൻസിപ്പിൾ പഠിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. എഫേർട്ട് മുതൽ ഫൾക്രം വരെയുള്ള ദൂരത്തിന് നമ്മൾ എന്ത് വിളിക്കും? എഫേർട്ട് ആം എന്ന് വിളിക്കും. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ ഇവിടെ രണ്ടിടവും 25 സെൻറ്റിമീറ്റർ ആയതുകൊണ്ടും രണ്ട് വെയിറ്റും 50 ഗ്രാം ആയതുകൊണ്ടും ഇത് രണ്ട് ബാലൻസ് ചെയ്തിരിക്കുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എങ്കിലും നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ ഒരു ഐഡിയ കിട്ടിക്കാണ് നമ്മൾ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നതെന്നല്ലേ? ഇവിടുത്തെ ഈ 50 ഗ്രാമിന് പകരം നമ്മളൊരു 60 ഗ്രാം ആക്കിയെന്ന് വിചാരിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇതേ 50 ഗ്രാം ഉപയോഗിച്ചതിനെ ബാലൻസ് ചെയ്യാൻ പറഞ്ഞാൽ എന്തായാലും 25 സെൻറ്റിമീറ്ററിൽ വെച്ച് ബാലൻസ് ആവുമല്ലോ നിങ്ങൾക്കറിയാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ഇതിനൊരല്പം ഇങ്ങോട്ട് നീക്കും. ചിലപ്പോൾ ഒരു 28 ഒരു 30 സെൻറ്റിമീറ്ററോ ആയപ്പോൾ നമ്മൾ കാണുന്നൊരു കാഴ്ച എന്താണെന്ന് വെച്ചാൽ ഇതേ 50 ഗ്രാമിന് ഈ 60 ഗ്രാമിന് ബാലൻസ് ചെയ്യാൻ പറ്റി. അപ്പോൾ എന്താ ഇവിടെ മാറിയത്? ഈ ദൂരമാണ് മാറിയത്. അപ്പോൾ ഈ ദൂരത്തിന് എന്ത് ചെയ്യാൻ പറ്റും? ലോഡ് ബാലൻസിങ്ങിന് പിന്നിലൊരു പ്രവർത്തിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? ലിവറിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ നോക്കിക്കോ, നമ്മളൊരു വെയിറ്റ് വെച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മളൊരു വെയിറ്റിനെ കെട്ടിത്തൂക്കുന്ന സമയത്ത് നമ്മൾ സസ്പെൻഡ് ചെയ്യുന്ന ഒരു വെയിറ്റ് അല്ലെങ്കിൽ നമുക്കതിനെ ലോഡെന്ന് വിളിക്കാം. നമ്മൾ കൊടുക്കുന്നതിന് നമുക്ക് എന്ത് വിളിക്കാം? എഫേർട്ട് എന്ന് വിളിക്കാം. അതിന് നടുക്കൊരു പോയിന്റ് ഉണ്ടാകും, അതാണ് ഫൾക്രം. ആ പറയുന്ന പെർപെൻഡിക്കുലർ ദൂരം ആരൊക്കെ? ലോഡിനും ഫൾക്രത്തിനും ഇടയിൽ നമ്മളതിനെ ലോഡാമെന്ന് വിളിക്കും. ഫൾക്രത്തിനും എഫേർട്ടിനും ഇടയിലാണെങ്കിൽ നമ്മളതിനെ എഫേർട്ട് ആമെന്ന് വിളിക്കും. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് ഈ ലോഡ് ഇൻറ്റു ലോഡാമെന്ന് പറയുന്നത് എഫേർട്ട് ഇൻറ്റു എഫേർട്ട് ആമിന് ഈക്വൽ ആയിരിക്കും. അതായത് ഇവിടെ നോക്കിക്കോ, കണ്ടോ, 50 ഗ്രാം വെയിറ്റ് 25 സെൻറ്റിമീറ്ററിൽ വെച്ചു. അപ്പോൾ 50 ഇൻറ്റു 25, 50 ഗ്രാം വെയിറ്റ് 25 സെൻറ്റിമീറ്റർ ദൂരത്തിൽ വെച്ചപ്പോഴത്തേക്കും രണ്ടും എന്ത് ചെയ്തു? ബാലൻസ് ചെയ്തു. അതായത് ഇവിടെ 50 വെച്ചു, 25 ദൂരം.
ഇവിടെ 25 ദൂരം, ഇവിടെ 50 വെച്ചു, രണ്ട് ബാലൻസ് ചെയ്തു. തുല്യമായല്ലോ. അതായത് ഇവൻ കൊടുക്കുന്ന ബലവും തുല്യമായിരിക്കും. ഇനി നമ്മൾ വെയിറ്റ് എന്ന് പറയുന്ന 60 ആക്കി, ദൂരത്തിന് എന്ത് ചെയ്തു, 25 ആക്കി തന്നെ വെച്ചു. എങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് അതേ 50 വെച്ച് തന്നെ ഇതിനെ ബാലൻസ് ചെയ്യാം. എന്ത് ചെയ്താൽ മതി, ദൂരത്തിന് 30 ആക്കിയാൽ മതി. കാരണം ഇതേ ഇൻറ്റു ഇത് ബൈ ഇതേ ഇൻറ്റു ഇത് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, തുല്യമായിരിക്കും അല്ലേ. ഈ പറയുന്ന 60 × 25 1500 50 × 30 എന്താണ്, 1500. അതുപോലെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ലേ, ഇവിടെ നോക്കിയേ, 70 × 30 അല്ലേ, 70 × 30 0 0 0 1 7 2 7 14 3 7 21. അപ്പോൾ 2 1 0 0 എന്ന് പറയുന്നത് എന്തായാലും 50 × എത്രയ്ക്ക് തുല്യമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം നമുക്കറിയാം എന്താണ് ഈ പറയുന്ന 50, ഈ പറയുന്ന 50 ഇൻറ്റു ഇവിടുത്തെ ഈ ദൂരം നമുക്കറിയില്ല. പക്ഷേ ഇത് ചെയ്യുമ്പോൾ എത്ര തന്നെ കിട്ടും, നമുക്ക് 2 1 0 0 തന്നെ കിട്ടും. കാരണം അതാണ് എന്ത്, പ്രിൻസിപ്പിൾ ഓഫ് ലിവർ. അപ്പോൾ ഇവിടുന്ന് എക്സ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും, 2 1 0 0 ബൈ എത്രയായിരിക്കും, 50 ആയിരിക്കും. 0 0 വെട്ടിപ്പോയി. അപ്പോൾ അതൊക്കെ എത്ര കിട്ടും, 210 ബൈ എന്തെന്ന് കിട്ടും, 5 എന്ന് കിട്ടും അല്ലേ. 210 ബൈ 5 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. 210 ബൈ എത്രയാണ്, 5 5 10 15 20 4 തവണ 20 ബാലൻസ് 1 5 2 തവണ 10 42. സോ ഇതെന്ന് പറയുന്നത് 42 ആകുമ്പോൾ നമുക്ക് ഇവിടെ എത്ര കിട്ടും, 2 1 0 0 കിട്ടും. അപ്പോൾ എക്സ്പെരിമെൻറ്റിൽ നമുക്ക് മനസ്സിലായി, ലോഡിനെ ലോഡ് ആം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും എഫേർട്ടിനെ എഫേർട്ട് ആം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും കിട്ടുന്ന വാല്യൂ തുല്യമായിരിക്കും. എങ്കിൽ അത് ബാലൻസ് ആയിരിക്കും. ഇതാണ് ലിവറിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ലോഡ് ഇൻറ്റു ലോഡ് ആം എന്ന് പറയുന്നത് എഫേർട്ട് ഇൻറ്റു എഫേർട്ട് ആമാണ്. ഇതാണ് എന്താ, പ്രിൻസിപ്പിൾ ഓഫ് ലിവർ എന്ന് പറയുന്നത്. ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് ലിവർ എന്ന് പറയുന്നത്. അപ്പോൾ 400 ന്യൂട്ടണുള്ള ഈ പറയുന്ന കല്ലിനെ ഈ പറയുന്ന ദൂരം കൊണ്ട് ഈ പറയുന്ന നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്തപ്പോഴും നമ്മൾ ഇവിടെ 100 കൊടുത്തിട്ട് ഈ ദൂരം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും ഇത് തുല്യ വാല്യൂ ആകുമ്പോൾ മാത്രമേ ഈ കല്ല് എന്ത് ചെയ്യത്തുള്ളൂ, പൊങ്ങത്തുള്ളൂ. അപ്പോൾ മാത്രമേ ഈ കല്ല് എന്ത് ചെയ്യത്തുള്ളൂ, പൊങ്ങത്തുള്ളൂ. ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് ലിവറിനകത്ത് പറയുന്നത്. ഇതാണ് എന്തിനകത്ത് പറയുന്നത്, പ്രിൻസിപ്പിൾ ഓഫ് ലിവറിനകത്ത് പറയുന്നത്. ഓക്കെ അല്ലേ. അപ്പോൾ ഇതുപോലെ ബാക്കി നിങ്ങൾക്ക് ചെയ്ത് നോക്കാൻ പറ്റത്തില്ലേ. അപ്പോൾ ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് ലിവർ എന്ന് പറയുന്നത്. ലോഡ് ഇൻറ്റു ലോഡാം എന്ന് പറയുന്നത് എഫേർട്ട് ഇൻറ്റു എഫേർട്ടാം. ലോഡ് ഇൻറ്റു ലോഡാം എന്ന് പറയുന്നത് എഫേർട്ട് ഇൻറ്റു എഫേർട്ടാം ആയിരിക്കും. ഇത് ഈക്വൽ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒബ്ജക്റ്റിനെ ലിഫ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. എന്താണ് ലോഡ്, എഫേർട്ട്, ലോഡാം, എഫേർട്ടാം എന്ന് പറയാം. ഇനി നമുക്ക് ഇത്തരത്തിലുള്ള ലിവർ മെക്കാനിസത്തിൻ്റെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഒന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് നേരത്തെ പറഞ്ഞല്ലോ, എന്താണ്, ലോഡ് ബൈ എഫേർട്ട്. ഇതാണല്ലോ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്. ഇനി നമുക്കിത് എന്ത് ചെയ്യാം, ലോഡ് ആമും എഫേർട്ട് ആമിൻ്റെ ടേംസിൽ ഒന്ന് എഴുതി നോക്കാം. അപ്പോൾ നമുക്കറിയാം ലോഡ് പ്രിൻസിപ്പിൾ ഓഫ് ഇക്വിലിബ്രിയം അല്ലെങ്കിൽ ബാലൻസ് അല്ലെങ്കിൽ ലിവർ അനുസരിച്ച് ലോഡ് ഇൻറ്റു ലോഡ് ആം എന്ന് പറയുന്നത് എന്തായിരിക്കും, എഫേർട്ട് ഇൻറ്റു എഫേർട്ട് ആം ആയിരിക്കും. ഒന്ന് റീഅറേഞ്ച് ചെയ്തേ. ഈ പറയുന്ന ലോഡ് ഇവിടെ ഉണ്ട്, ഈ എഫേർട്ട് ഞാൻ ഇപ്പുറത്ത് കൊണ്ടുവന്നു. അപ്പോൾ എന്താണ്, ലോഡ് ബൈ എഫേർട്ട് ഇസ് ഈക്വൽ ടു ഇവിടെ എന്താണ്, എഫേർട്ട് ആം ആയിരിക്കും. ഇവ ഇപ്പുറത്ത് പോകുമ്പോൾ ബൈ എന്തായിരിക്കും, ലോഡ് ആം ആയിരിക്കും. ഈ ലോഡ് ബൈ എഫേർട്ട് അല്ലേ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്. അപ്പോൾ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കണ്ടുപിടിക്കാൻ നമുക്ക് പുതിയൊരു ഫോർമുല കിട്ടിയില്ലേ, എന്താണ്, എഫേർട്ട് ആം ബൈ ലോഡ് ആം. എഫേർട്ട് ആം ബൈ ലോഡ് ആം. അപ്പോൾ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കണ്ടുപിടിക്കാൻ നമുക്കൊരു ഫോർമുല കൂടെ കിട്ടി. എന്താണ്, എഫേർട്ട് ആം ബൈ ലോഡ് ആം. ഒന്നുകൂടെ പറയാമേ, പറഞ്ഞ കാര്യം കൺഫ്യൂഷൻ വന്നു കാണും. നമുക്കൊരു ലിവർ സിസ്റ്റം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കണ്ടുപിടിക്കാൻ സിമ്പിൾ ഫോർമുല എന്താണ്, ലോഡ് ബൈ എന്താണ്, എഫേർട്ടാണ്. എന്താണ്, ലോഡ് ബൈ എഫേർട്ടാണ്. ഇനി നമുക്കിതിനെ ലോഡ് ആം എഫേർട്ട് ആം ടേംസിൽ എഴുതാൻ പറ്റും. എന്ന് വെച്ചാൽ എന്താണ്, എഫേർട്ട് ആം ബൈ ലോഡ് ആം ചെയ്താൽ നമുക്ക് കിട്ടുന്നത് അവിടുത്തെ എന്ത് തന്നെയായിരിക്കും, മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് തന്നെ ആയിരിക്കും. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ലോഡ് ഇൻറ്റു ലോഡ് ആം എന്ന് പറയുന്നത് എഫേർട്ട് ഇൻറ്റു എഫേർട്ട് ആം ആണെന്ന് നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് ലിവറിൽ പഠിച്ചു. അപ്പോൾ ഇവിടെ നമ്മൾ ലോഡിനെ എഫേർട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഈ ഇക്വേഷനിൽ എഫേർട്ട് ആം എന്ന് പറയുന്നത് ബൈ എന്താവും, ലോഡ് ആം ആവും. അപ്പോൾ ഈ ലോഡ് ബൈ എഫേർട്ടിനെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് വിളിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും, എഫേർട്ട് ആം ബൈ ലോഡ് ആം. അപ്പോൾ ഇത് വെച്ച് നമുക്ക് പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതായത് ലോഡ് ആം ബൈ എഫേർട്ട് ആം. സെറ്റ് അല്ലേ. ലിവറിനെ പറ്റി ഏതാണ്ട് ഒരു ഐഡിയ കിട്ടിയില്ലേ. അപ്പോൾ ലെങ്ത് കൂടുന്നുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഒരു ബ്രേക്ക് എടുത്തിട്ട് ബാക്കി കാണുന്നതായിരിക്കും നല്ലത്. ഓക്കെ, ഇനി സിമ്പിൾ കാര്യമാണ്. ലിവറുകൾ 3 തരത്തിലാണ് ഉള്ളത്. ഫസ്റ്റ് ഓർഡർ ലിവർ, സെക്കൻഡ് ഓർഡർ ലിവർ, തേർഡ് ഓർഡർ ലിവർ.
പിന്നെ ഒരു കാര്യം ഇപ്പോഴേ പറയാം. ഇത് മൂന്നും പഠിക്കുമ്പോൾ എന്തെങ്കിലും തലയിൽ കയറണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനോടകം തന്നെ എന്താണ് ലോഡ്, മെഷീൻ ചെയ്യേണ്ടത് ലോഡ്, എന്താണ് എഫേർട്ട്, നമ്മൾ കൊടുക്കുന്ന എഫേർട്ട്. ഇനി ലോഡും എഫേർട്ടും ഒക്കെ നമ്മളൊരു ലിവർ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ഏത് പോയിന്റിന് അക്രോസ് ആയിട്ടാണോ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും റൊട്ടേറ്റ് ചെയ്യുന്നത് ആ പോയിന്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫൽക്രം എന്ന് വിളിക്കുന്നത്. ഇത് മൂന്നും വളരെ വിശദമായി അല്ലെങ്കിൽ വളരെ വ്യക്തമായി പഠിച്ചെങ്കിൽ മാത്രം ദയവ് ചെയ്ത് ഇതിലോട്ട് പോവുക, അല്ലെങ്കിൽ ഇത് കൺഫ്യൂഷൻ വരും. ലിവറുകളെ നമുക്ക് മൂന്നായിട്ട് തിരിക്കാം. എന്തിനടിസ്ഥാനപ്പെടുത്തി? എവിടെയാണ് ഈ ഫൽക്രവും എഫേർട്ടും ലോഡും ഇരിക്കുന്നത് മനസ്സിലാക്കി. അങ്ങനെ മൂന്നായിട്ട് തിരിക്കാം. ഫസ്റ്റ് ഓർഡർ ലിവർ, സെക്കൻഡ് ഓർഡർ ലിവർ, തേർഡ് ഓർഡർ ലിവർ. ഫസ്റ്റ് ഓർഡർ ലിവർ, സെക്കൻഡ് ഓർഡർ ലിവർ, തേർഡ് ഓർഡർ ലിവർ എന്നിങ്ങനെ എത്രയായിട്ട് തിരിക്കാം? മൂന്നായിട്ട് തിരിക്കാം. ഇത് ഓർത്ത് വയ്ക്കാൻ ഒരു കോഡ് ഞാൻ ഇത് പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. ഇനി ആദ്യം നോക്കിക്കോ, നമ്മുടെ ഫസ്റ്റ് ഓർഡർ ലിവർ. ഫസ്റ്റ് ഓർഡർ ലിവർ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പഠിച്ച കാര്യം തന്നെ. ഒരു വശത്ത് എഫേർട്ട്, മറുവശത്ത് ലോഡ്, നടുക്ക് ഫൽക്രം വരുന്ന ഈ ഒരു അറേഞ്ച്മെൻറ്റിനെയാണ് നമ്മൾ ഫസ്റ്റ് ഓർഡർ ലിവർ എന്ന് വിളിക്കുന്നത്. ഫൽക്രം ഈസ് ഇൻ ബിറ്റ്വീൻ ലോഡ് ആൻഡ് ദ എഫേർട്ട് ഈസ് കോൾഡ് ഫസ്റ്റ് ഓർഡർ ലിവർ. നമ്മൾ എവിടെയൊക്കെ കണ്ടിട്ടുണ്ട്? നമ്മുടെ ത്രാസ് എന്ന് പറയുന്ന സാധനം, കോമൺ ബാലൻസ് അല്ലേ? കോമൺ ബാലൻസിൽ നടുക്കാണ് ഫൽക്രം, ഇരുവശത്തും സംഭവം ഉണ്ട്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ പഠിച്ച ക്രോസ് ബാർ അല്ലെങ്കിൽ ക്രോ ബാർ, അതിനകത്ത് അങ്ങനെ തന്നെയാണ്. നമ്മൾ ഈ കാണുന്ന കത്രിക, സിസേഴ്സ്, ഇതിനകത്തും എന്ത് തന്നെയാണ്? ഇതിനകത്തും ഈ പറയുന്ന ഫൽക്രം നടുക്ക്, എഫേർട്ട് ഒരിടത്ത്, ലോഡ് ഒരിടത്ത്. ഇതിനെയാണ് നമ്മൾ ഫസ്റ്റ് ഓർഡർ ലിവർ എന്ന് വിളിക്കുന്നത്. എത്ര മനോഹരം അല്ലേ? തീർന്നില്ല, ഇതിനകത്ത് ഇനിയും കുറച്ച് കാര്യങ്ങൾ കൂടെ നോക്കാനുണ്ട്. നോക്കിക്കോ, ക്ലാസിഫിക്കേഷൻ ഓഫ് ലിവേഴ്സ്. ലിവേഴ്സിന് എത്ര തിരിക്കാം? 3. ഫസ്റ്റ് ഓർഡർ ലിവർ, സെക്കൻഡ് ഓർഡർ ലിവർ, തേർഡ് ഓർഡർ ലിവർ. ഫസ്റ്റ് ഓർഡർ ലിവറിൽ അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു വശത്ത് എഫേർട്ട്, ഒരു വശത്ത് ഫൽക്രം, ഒരു വശത്ത് ലോഡ്. എഫേർട്ട്, ഫൽക്രം, ലോഡ്. ഇനി എഫേർട്ട് തൊട്ട് ഫൽക്രം വരെയുള്ള ദൂരമാണെന്ത്? എഫേർട്ട് ആം. ഫൽക്രം തൊട്ട് ലോഡ് വരെയുള്ള ദൂരമാണെന്ത്? ലോഡ് ആം. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്കറിയാം മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് എഫേർട്ട് ആം ബൈ എന്താണ്? ലോഡ് ആം ആണ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇവിടെ എഫേർട്ട് ആം എന്ന് പറയുന്നത് വലുതും ലോഡ് ആം എന്ന് പറയുന്നത് ചെറുതുമാണെങ്കിൽ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എത്രയായിരിക്കും എടാ? എന്ന് വെച്ചാൽ ന്യൂമറേറ്റർ വലുതും ഡിനോമിനേറ്റർ ചെറുതും. എങ്കിൽ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കൂലേ? ആലോചിച്ച് നോക്കി, ന്യൂമറേറ്റർ വലുത്, ഡിനോമിനേറ്റർ ചെറുത്. ഉത്തരം എന്തായിരിക്കും? ഒന്നിനേക്കാളും വലുതായിരിക്കും. ഇനി എഫേർട്ട് ആം എന്ന് പറയുന്നത് ലോഡ് ആമിന് തുല്യമാണെങ്കിൽ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? 1 തുല്യമായിരിക്കില്ലേ? കാരണം 2 ഒരേ നമ്പർ അല്ലേ? അപ്പോൾ 1 വരുള്ളൂ. ഇനി 3, ഈ എഫേർട്ട് ആം എന്ന് പറയുന്നത് ചെറുതും ലോഡ് ആം എന്ന് പറയുന്നത് വലുതുമാണെങ്കിൽ അവിടുത്തെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ലെസ് ദാൻ 1 ആയിരിക്കില്ലേ? എത്രയായിരിക്കും? ലെസ് ദാൻ 1 ആയിരിക്കില്ലേ? കാരണം എന്താ? ന്യൂമറേറ്റർ ചെറുത്, ഡിനോമിനേറ്റർ വലുത്. അതായത് ഇപ്പോൾ നോക്ക്, 10/5 എന്ന് പറഞ്ഞാൽ ന്യൂമറേറ്റർ വലുത്, ഡിനോമിനേറ്റർ ചെറുത്. ഉത്തരം എത്രയായിരിക്കും? 2, ഒന്നിനേക്കാളും വലുത്. 10/10 എന്ന് പറഞ്ഞാൽ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ സെയിം, ഉത്തരം 1, 1 തുല്യം. ഇനി 5/10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായിരിക്കും? അത് ഒന്നിനേക്കാളും ചെറുത് അല്ലേ? 0.5 ആയിരിക്കും. അത് ഒന്നിനേക്കാളും ചെറുത്, കാരണം ന്യൂമറേറ്റർ ചെറുത്, ഡിനോമിനേറ്റർ വലുത്. ഇപ്പോൾ ഒരു ഐഡിയ കിട്ടിയോ? ഇത് എഴുതുന്ന പിടി കിട്ടിയോ? ഇത് ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് ഇപ്പോൾ പറഞ്ഞു തന്നത്. അപ്പോൾ നമ്മളൊരു ലിവർ എടുക്കുമ്പോഴത്തേക്കും ഒരിടത്ത് എഫേർട്ട്, ഒരിടത്ത് ഫൽക്രം, ഒരിടത്ത് ലോഡ്. എഫേർട്ടും ഫൽക്രവും ഇടയിൽ എഫേർട്ട് ആം, ലോഡും ഫൽക്രത്തിനിടയിൽ ലോഡ് ആം. ഈ ലോഡ് ആം എഫേർട്ട് ആമയും തമ്മിലൊരു കണക്ഷനാണെന്ത്? എഫേർട്ട് ആം ബൈ ലോഡ് ആമാണ് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവർ തമ്മിലുള്ള ദൂരത്തെ അറേഞ്ച്മെൻറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഇവിടുത്തെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജിൽ മാറ്റം വരുത്താനായിട്ട് പറ്റും. അതാണ് ഇവിടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതായത് എത്ര ലോഡിന് നമുക്ക് പൊക്കണമെന്നുള്ള കാര്യമൊക്കെ നമുക്ക് ഇവരെ അറേഞ്ച് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. എഫേർട്ട് ആം എന്ന് പറയുന്നത് കൂടുതലാണെങ്കിൽ നല്ല മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കിട്ടും. എന്ന് വെച്ചാൽ ചെറിയ എഫേർട്ട് നമുക്ക് കൊടുത്ത് വലിയ ലോഡിനെ പൊക്കാൻ പറ്റും. ഇനി എഫേർട്ട് ആം 2 തുല്യമാണെങ്കിലോ അപ്പുറത്ത് കൊടുക്കുന്നത് തന്നെയായിരിക്കും ഇപ്പുറത്ത് കിട്ടുന്നത്. ഇതാണ് നമ്മൾ കോമൺ ബാലൻസിൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, ത്രാസിൽ അല്ല ഇപ്പുറത്ത് വയ്ക്കുന്ന അതേ വെയിറ്റിന് തുല്യം ഇപ്പുറത്താകുമ്പോൾ രണ്ടും കൂടെ ബാലൻസ് ആവും. ഇനി എഫേർട്ട് ആം എന്ന് പറയുന്ന കുറവും ലോഡ് ആം എന്ന് പറയുന്ന കൂടുതലാകുമ്പോൾ നമുക്ക് എന്താണ്? നമ്മൾ കൂടുതൽ ഫോഴ്സ് കൊടുക്കേണ്ടി വരും. നമ്മൾ എഫേർട്ട് എന്ന് പറയുന്നത് ഇവിടെ എന്ത് ചെയ്യും? കൂടുകയും ചെയ്യും. ഇനി കാര്യത്തിലോട്ട് വരാം. 3 എക്സാമ്പിൾസ് നോക്കിയോ. അപ്പോൾ എന്താണ് ഫസ്റ്റ് ഓർഡർ ലിവർ എന്ന് വെച്ചാൽ? ഫൽക്രം എന്ന് പറയുന്നത് ലോഡിനും എഫേർട്ടിനും ഇടയിൽ വന്നാൽ അതാണ് ഫസ്റ്റ് ഓർഡർ ലിവർ. നമ്മുടെ കോമൺ ബാലൻസ്, കത്രിക, അതുപോലെ നമ്മുടെ സീസോ, ഇതൊക്കെ എന്തിന് എക്സാമ്പിളാണ്? ഫസ്റ്റ് ഓർഡർ ലിവറിന് എക്സാമ്പിൾ. അതിൽ കോമൺ ബാലൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ എന്തായിരിക്കും? അവിടെ എഫേർട്ട് ആം എന്ന് പറയുന്നതും
ലോഡ് ആം എന്ന് പറയുന്നതും ഈക്വൽ ആയിരിക്കും. ഇവിടെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ആയിരിക്കും. ഇങ്ങനെ ചോദിക്കും. അതിനാണ് ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞു തന്നത്. ഓക്കെ, എഫേർട്ട് ആമും ലോഡ് ആമും എന്തായിരിക്കും? തുല്യമായിരിക്കും. സോ ഇക്വിലിബ്രിയം ആയിരിക്കും. ഇനി കത്രികയിലോട്ട് വരുമ്പോഴത്തേക്കും കത്രിക ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. നമ്മൾ കൊടുക്കുന്ന എഫേർട്ട് അത് ഇവിടെ അല്ലേടാ കൊടുക്കുന്നത് എഫേർട്ട്. ഈ കത്രിക ചെയ്യേണ്ട ജോലി എന്ന് പറയുന്നത് ഇവിടെയല്ലേ? ഈ പറയുന്ന പോയിന്റ് അല്ലേ ഫൽക്രം? അപ്പം നോക്കേ, നമ്മൾ എഫേർട്ടും ഈ പറയുന്ന ദൂരവും ഇതാണല്ലോ നമ്മുടെ എഫേർട്ട് ആമെന്ന് പറയുന്നത്. ഇതാണല്ലോ നമ്മുടെ ലോഡ് ആമെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താടാ പറ്റുന്നത്? എഫേർട്ട് ആമ് ചെറുത്, ലോഡ് ആമ് കൂടുതൽ. എഫേർട്ട് ആമ് ചെറുത്, ലോഡ് ആമ് കൂടുതൽ. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? ഇവിടെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് <1 ആയിരിക്കും. ഓക്കെ ഓക്കെ നോക്കടാ. വൈൽ യൂസിങ് എ സിസർ. ഓക്കെ ഓക്കെ യൂസിങ് എ സിസർ ഇവിടെ പഠിച്ചോളണം. ഇവിടെ വേണ്ടി വരും. എഫേർട്ട് ആമെന്ന് പറയുന്നത് ചെറുതായിരിക്കും, ലോഡ് ആമെന്ന് പറയുന്നത് കൂടുതലായിരിക്കും. അപ്പം നമ്മളുടെ എഫേർട്ട് എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും പിന്നെ എന്തിനാണ് നമ്മൾ കത്രിക ഉപയോഗിക്കുന്നത്? നിങ്ങൾ ആലോചിക്കും, നിങ്ങൾ എന്തിനാണ് കത്രിക ഉപയോഗിക്കുന്നത്? പേപ്പർ കട്ട് ചെയ്യാനാണ് അല്ലേ? അപ്പം നമ്മൾ കൊടുക്കുന്ന ബലം കൂടുതലാണെങ്കിലും ഇത് കൂടുതൽ ദൂരത്തിൽ ആക്ട് ചെയ്യും. അപ്പോൾ പേപ്പറിൻ്റെ ഒരുപാട് ലെങ്ത് ഒരേ സമയം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കട്ട് ചെയ്യാൻ പറ്റും. അതിനാണ് നമ്മൾ കത്രിക ഉപയോഗിക്കുന്നത്. അപ്പോൾ ആലോചിക്കുക, കത്രികയിൽ നമ്മൾ പേപ്പർ വയ്ക്കുമ്പോൾ നമ്മുടെ കയ്യിൽ വേദന കൂടുതൽ ചെയ്യും. കട്ടിക്കുള്ള പേപ്പർ വെച്ച് മുറിക്കാൻ നോക്കിയേ. അപ്പം ബലം മാറ്റം അല്ല നമ്മൾ ഉപയോഗിക്കുന്നത്, നീളം കിട്ടാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഇവിടെ ലോഡാം കൂടുതൽ. ഇനി ക്രോ ബാർ ഞാൻ ക്രോസ് ബാർ എന്ന് പറഞ്ഞല്ലേ, ക്രോ ബാർ വെച്ച് നമ്മൾ കല്ലിനെ മോഹിപ്പിക്കുകയാണ്. ഇവിടെ നോക്കടാ, നമുക്ക് അറിയാൻ പറ്റും. ഞാൻ എക്സാമ്പിൾ ഇവിടെ വരച്ച് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ പിടികിട്ടും ഈ പറയുന്നതിൻ്റെ അർത്ഥം എന്തുവാണ്. ഓക്കെ, ഇതെന്ത് പറ്റി? ഓക്കെ നോക്കിയോ, 3 കേസ് എടുക്കുകയാണേ. കല്ല് കല്ല് കല്ല്. ഒന്ന്, ഞാൻ ഫൽക്രത്തിന് എന്ത് ചെയ്തു? ഇത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചു, എന്നിട്ട് കുത്തിപ്പൊക്കാൻ നോക്കി. ഫൽക്രത്തിനെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് എന്ത് ചെയ്യാൻ നോക്കി? പൊക്കാനായിട്ട് നോക്കി. മൂന്നാമത്തെ വേണ്ട. ഇത് രണ്ടിൽ എവിടെയായിരിക്കും ഞാൻ കൂടുതൽ ബലം? ഞാൻ കൊടുക്കുന്ന ബലത്തിന് ഞാൻ എഫേർട്ട് എന്നല്ലേ പറയുന്നത്. ഇതിലെവിടെയായിരിക്കും ഞാൻ കൂടുതൽ എഫേർട്ട് കൊടുക്കേണ്ടത്? അല്ലേ, ഇത് പൊക്കാൻ കൂടുതൽ എഫേർട്ട് കൊടുക്കേണ്ടത് എവിടെയായിരിക്കും? അപ്പോൾ നിങ്ങൾ പറയും ഇവിടെ ആയിരിക്കും അല്ലേ. എവിടെയായിരിക്കും? ഇവിടെ ആയിരിക്കും. കാരണം എന്താണ്? നോക്ക്, എഫേർട്ട് ആം എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? തിരിഞ്ഞു പോയി അല്ലേ. കൂടുതൽ കൊടുക്കേണ്ടത് എവിടെയായിരിക്കും? നമ്മൾ ഇവിടെ ആയിരിക്കും കൂടുതൽ കൊടുക്കേണ്ടത് അല്ലേ. ഇവിടെ നോക്കിയേ, എഫേർട്ട് ആം എന്ന് പറയുന്നത് ഇവിടെ കൂടുതൽ, ലോഡ് ആം എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? കുറവ്. അപ്പോൾ നിങ്ങൾക്കറിയാം എന്താണ് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? എഫേർട്ട് ആം ബൈ ലോഡ് ആം അല്ലേ. തൊഴിലാളികൾ ജോലി ചെയ്യുമ്പോൾ എപ്പോഴെങ്കിലും അവർ ഇവിടെ വെച്ചിട്ടായിരിക്കും എടുക്കുന്നത്, അതോ ഇത്രയും ദൂരെ കൊണ്ട് വെച്ചിട്ടായിരിക്കും എടുക്കുന്നത്? തൊട്ടടുത്തായിരിക്കും അല്ലേ. കാരണം എന്താ? എഫേർട്ട് ആമാണ് ഇവിടെ കൂടുതൽ, ലോഡ് ആമാണ് ഇവിടെ കുറവ്. അപ്പോൾ ഇതൊരു വലിയ ടേം, ഇതൊരു ചെറിയ ടേം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് അത്രത്തോളം കിട്ടും. അപ്പോൾ നമ്മൾ ഇവിടെ യൂസ് ചെയ്യും. കണ്ടോ, വാട്ട് ഈസ് ദ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഇൻ ദിസ് കേസ്? ഗ്രേറ്റർ ദാൻ 1 ഓർ ലെസ് ദാൻ 1 ഓർ 1. എങ്ങനെ കണ്ടുപിടിക്കും? എഫേർട്ട് ആം കൂടുതൽ, ലോഡ് ആം കുറവ്. അപ്പോൾ ഇവിടെ വലുതും ന്യൂമറേറ്റർ വലുത്, ഡിനോമിനേറ്റർ ചെറുത്. എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. ദ ലെങ്ത് ഓഫ് ദ ലോഡ് ആം ഈസ് ഇൻക്രീസ്ഡ് മോർ ദാൻ ദ ലെങ്ത് ഓഫ് ദ എഫേർട്ട് ആം. ഈ പറയുന്ന കണ്ടോ, ഈ ലോഡ് ആമിൻ്റെ ലെങ്ത് കൂട്ടി, ലോഡ് ആമിൻ്റെ ലെങ്ത് കൂട്ടി. അപ്പോൾ എഫേർട്ട് ആമിൻ്റെ ലെങ്ത് എന്ത് ചെയ്തു? കുറഞ്ഞു. അങ്ങനെ കുറഞ്ഞാൽ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ത് സംഭവിക്കും? അതാണ് ഞാൻ തൊട്ട് മുമ്പ് പഠിപ്പിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങൾ പറയും അല്ലേ, ഈ പറയുന്ന മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എഫേർട്ട് ആം ബൈ എന്താണ്? ലോഡ് ആമാണ്. ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താണ്? ലോഡ് ആം വലുതാകുന്നു, ഇത് വലുതാകുന്നു, എഫേർട്ട് ആം എന്താകുന്നു? ചെറുതാകുന്നു. അപ്പോൾ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് വലിയ ഡിനോമിനേറ്റർ ബൈ ചെറിയ ന്യൂമറേറ്റർ. അപ്പോൾ എന്തായിരിക്കും? <1 ആയിരിക്കും. <1 ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ എഴുതാൻ നിങ്ങൾക്ക് പറ്റുമല്ലോ, ഇങ്ങനെ എഴുതാൻ പറ്റുമല്ലോ. അപ്പോൾ പറഞ്ഞു, ഇഫ് ദ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഇസ് <1, കംപ്ലീറ്റ് ദ ടേബിൾ അല്ലേ. ഇഫ് ദ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഒന്നിനേക്കാളും ചെറുതാണെങ്കിൽ ലോഡ് മോർ ആയിരിക്കും, എഫേർട്ടിനേക്കാളുമായിരിക്കുമോ? അതോ ലോഡ് ആൻഡ് എഫേർട്ട് തുല്യമായിരിക്കുമോ? ലോഡ് ഈസ് < എഫേർട്ട് ആയിരിക്കുമോ? ആലോചിച്ച് നോക്കി. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഒന്നിനേക്കാളും ചെറുതാണെങ്കിൽ ലോഡായിരിക്കും കൂടുതൽ. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് 1 ആണെങ്കിൽ ലോഡ് എഫേർട്ടും തുല്യമായിരിക്കും. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ലോഡ് എന്ന് പറയുന്നത് എഫേർട്ടിനേക്കാളും ചെറുതായിരിക്കും. പിടി കിട്ടിയോ? ഇത് ഞാനിവിടെ ടേബിളായിട്ട് കൊടുത്തിട്ടുണ്ട്. ചിലപ്പോൾ ഇവിടെ ഒരു കൺഫ്യൂഷൻ വന്നു കാണും. ആദ്യം പറഞ്ഞ ഈ ഒരു ടേബിൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കിട്ടും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓർഡർ ലിവറിനെ സംബന്ധിച്ചിടത്തോളം, സിസറിനെ സംബന്ധിച്ചിടത്തോളം ക്രോസ് ബാർ നോക്കിയേ. ടു എൻഹാൻസ് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് വൈൽ യൂസിങ് എ ക്രോസ് ബാർ ടു മൂവ് എ സ്റ്റോൺ യു ഷുഡ് ഇൻക്രീസ് ദ എഫേർട്ട് ആം. എന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന എഫേർട്ട് തൊട്ട് ഫൽക്രം വരെയുള്ള ദൂരമാണ് എഫേർട്ട് ആം എന്ന് പറയുന്നത്. ഇത് ലോഡിൻ്റെ അടുത്ത് തന്നെ ഇരിക്കണം, അപ്പോഴേ നമുക്ക് കൂടിയ വെയിറ്റ് പൊക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, സോ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഇസ് ഗ്രേറ്റർ ദാൻ 1 വെൻ ദ എഫേർട്ട് ആം ഈസ് ലോങ്ങർ ദാൻ ദ ലോഡ് ആം.
എഫേർട്ട് ആം ലോഡ് ആമിനേക്കാൾ കൂടുതലാകുമ്പോൾ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്തായിരിക്കും, ഒന്നിനേക്കാളും കൂടുതലായിരിക്കും. അപ്പോൾ ലെസ് ദാൻ 1 ലോഡ് ഈസ് മോർ ദാൻ എഫേർട്ട്, 1 ആകുമ്പോൾ ലോഡ് ഈസ് ഈക്വൽ ടു എഫേർട്ട്, ഗ്രേറ്റർ ദാൻ 1 ആകുമ്പോൾ ലോഡ് ഈസ് ലെസ് ദാൻ എഫേർട്ടും വരും. അത് ഐഡിയ പിടികിട്ടി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ ആണോ? ശരി. അപ്പോൾ അടുത്ത് വരുന്നതാണ് എന്ത്, സെക്കൻഡ് ഓർഡർ ലിവർ. അപ്പോൾ അപ്പോൾ നിങ്ങളിവിടെ എങ്ങനെ പഠിക്കും, ഫസ്റ്റ് ഓർഡർ ലിവറിൽ അപ്പോൾ സിസർ, നമ്മുടെ കോമൺ ബാലൻസ്, സീസോ, ക്രോബാർ. അടുത്ത് വരുന്നതാണ് എന്ത്, സെക്കൻഡ് ഓർഡർ ലിവർ. സെക്കൻഡ് ഓർഡർ ലിവറിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിയേ, എഫേർട്ട് കഴിഞ്ഞിട്ട് സാധാരണ വരുന്ന ഫൽക്രമാണ്. ഇവിടെ എഫേർട്ട് കഴിഞ്ഞിട്ട് ലോഡ് കഴിഞ്ഞിട്ടായിരിക്കും ഫൽക്രം വരുന്നത്. എഫേർട്ട് കഴിഞ്ഞിട്ട് ലോഡ് കഴിഞ്ഞിട്ട് ഫൽക്രം വരുവാണെങ്കിൽ അതാണ് സെക്കൻഡ് ഓർഡർ ലിവർ എന്ന് പറയുന്നത്. അതായത് എന്തായിരിക്കും എക്സാമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാ ഈ കാണുന്ന നാരങ്ങ ഞെക്കി നമ്മൾ കൊടുക്കുന്നത് എഫേർട്ട്, ഈ പോയിന്റിന് അക്രോസ് ആയിട്ടല്ലേ മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഫൽക്രം, നാരങ്ങയാണ് ലോഡ്. കണ്ടോ, അപ്പോൾ ലോഡ് നടുക്ക് വന്നാൽ അതാണെന്ത്, സെക്കൻഡ് ഓർഡർ ലിവർ എന്ന് പറയുന്നത്. ലോഡ് കംസ് ഇൻ ബിറ്റ്വീൻ ദ എഫേർട്ട് ആൻഡ് ദ ഫൽക്രം ഇസ് ദ സെക്കൻഡ് ഓർഡർ ലിവർ എന്ന് പറയുന്നത്. ഇതെന്തായിരിക്കും, ഇത് ഫസ്റ്റ് ഓർഡർ ആയിരിക്കും. ഇതെന്തായിരിക്കും, ഫസ്റ്റ് ഓർഡർ ആയിരിക്കും. ഓക്കെ. അപ്പോൾ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും നോക്കടാ. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണേ, ഞാൻ പറഞ്ഞ ഈ ഒരു പടം നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താ സംഭവം, ഇവിടെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എത്രയായിരിക്കും? അപ്പോൾ നമുക്കറിയാം മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രത്തോളമാണ് കുറയ്ക്കുന്നത്. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എപ്പോഴും കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, എഫേർട്ട് ആം ബൈ എന്താണ്, ലോഡ് ആം ആണ്. ഇവിടെ എഫേർട്ട് ആം എവിടെയാടാ, എഫേർട്ട് ആം എന്ന് വെച്ചാൽ എഫേർട്ട് തൊട്ട് ഫൽക്രം വരെയുള്ള ദൂരം അല്ലേ. അപ്പോൾ ഇതല്ലേ എഫേർട്ട് ആം എന്ന് പറയുന്നത്. എന്നാണ് ലോഡ് ആം, ലോഡ് തൊട്ട് ഫൽക്രം വരെയുള്ള ദൂരം. അപ്പോൾ ഒരു സെക്കൻഡ് ഓർഡർ ലിവറിനകത്ത് നമ്മൾ നോക്കിയാൽ എപ്പോഴും എഫേർട്ട് ആം അല്ലേ കൂടുതൽ, ലോഡ് ആം അല്ലേ കുറവ്. അപ്പോൾ ന്യൂമറേറ്റർ അല്ലേ വലുത്, ഡിനോമിനേറ്റർ അല്ലേ ചെറുത്. അപ്പോൾ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ എന്തായിരിക്കും, മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. അപ്പോൾ ഒരു സെക്കൻഡ് ഓർഡർ ലിവറിൽ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എപ്പോഴും ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. അപ്പോൾ വലിയ വെയിറ്റ് ഒക്കെ എടുക്കാൻ നമുക്ക് സെക്കൻഡ് ഓർഡർ ലിവർ ഉപയോഗിക്കാം. അതൊക്കെ നാരങ്ങ ഞെക്ക് നല്ല ബലം വേണം അല്ലേ. അപ്പോൾ നമുക്ക് കൈ കൊണ്ട് ഞെക്കി കൈ വേദനിക്കുന്നുള്ളതുകൊണ്ടല്ലേ ഇത് കൊടുത്തത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഞെക്കുമ്പോൾ ചെറിയൊരു ബലം കൊടുക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ അവിടെ എന്ത് ചെയ്യും, ഫോഴ്സ് അപ്ലൈ ചെയ്യും. അപ്പോൾ ഒരു സെക്കൻഡ് ഓർഡർ ലിവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും, സെക്കൻഡ് ഓർഡർ ലിവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോഡ് എന്ന് പറയുന്നത് ഫൽക്രത്തിനും എഫേർട്ടിനും ഇടയിലായിരിക്കും. ഒരു എൻഡിലായിരിക്കും ഫൽക്രം ഇരിക്കുന്നത്, ലോഡ് രണ്ടിനും ഇടയിലായിരിക്കും. എഫേർട്ട് എന്ന് പറയുന്നത് ഫൽക്രത്തിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. സെക്കൻഡ് ഓർഡർ ലിവറിൽ എഫേർട്ട് ആം എന്ന് പറയുന്നത് എപ്പോഴും ലോങ് ആയിരിക്കും ലോഡ് ആമിനേക്കാളും. അതുകൊണ്ട് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എപ്പോഴും ഒന്നിനേക്കാളും കൂടുതലായിരിക്കും. വീൽ ബാരോ, നമ്മൾ ഈ പറയുന്ന വീൽ ബാരോ അല്ലെ, വെയിറ്റുള്ള സാധനത്തിന് നമ്മൾ വീലിൽ വെച്ചിരിക്കുന്ന ഉന്തിക്കൊണ്ട് പോകത്തില്ലേ, അത് നട്ട് ക്രാക്കർ, നട്ട് പൊട്ടിക്കുന്ന സാധനം, ബോട്ടിൽ ഓപ്പൺ ചെയ്യുന്ന സാധനം, സ്റ്റേപ്പിളർ, പേപ്പർ കട്ടറൊക്കെ എന്ത് വരും, പേപ്പർ കട്ടർ വരില്ല കേട്ടോ. സ്റ്റേപ്പിൾ എന്തിനകത്ത് വരും, ഈ പറയുന്ന സെക്കൻഡ് ഓർഡറിനകത്ത് വരും. ഓക്കെ, സെക്കൻഡ് ഓർഡറിനകത്ത് വരും. ഇനി വരുന്നതാണ് തേർഡ് ഓർഡർ ലിവർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി, എഫേർട്ട്, ഫൽക്രം, ലോഡ്, ഫസ്റ്റ് ഓർഡർ, എഫേർട്ട്, ലോഡ്, ഫൽക്രം, സെക്കൻഡ് ഓർഡർ. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും തേർഡ് ഓർഡർ ലിവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കടാ, നമ്മൾ കൊടുക്കുന്ന ലോഡ് ഇത്, ഫൽക്രം ഇത്, നമ്മൾ ഇവിടെയല്ലേ ഞെക്കുന്നത്. അപ്പോൾ ഇവിടെയല്ലേ നമ്മൾ എഫേർട്ട് കൊടുക്കുന്നത്. അപ്പോൾ ലോഡിനും ഫൽക്രത്തിനും ഇടയിൽ എഫേർട്ട് വരികയാണെങ്കിൽ, അപ്പോൾ ലോഡിനും ഫൽക്രത്തിനും ഇടയിൽ എഫേർട്ട് വരികയാണെങ്കിൽ ഇതാണ് എന്തെന്ന് പറയുന്നത്, തേർഡ് ഓർഡർ ലിവർ എന്ന് പറയുന്നത്. എന്താണ് നമ്മൾ ഈ പറയുന്ന ഫോഴ്സെപ്സ് പോലത്തെ സാധനം അല്ലേ. ദ എഫേർട്ട് കംസ് ഇൻ ബിറ്റ്വീൻ ലോഡ് ആൻഡ് ദ ഫൽക്രം, ഇറ്റ് ഈസ് തേർഡ് ഓർഡർ ലിവർ. അപ്പോൾ ഇപ്പോഴത്തെ ഫൽക്രം ഇല്ലേ, ഇതെന്താണ്, ലോഡിനും ഫൽക്രത്തിനും ഇടയിലാണ് എഫേർട്ട് വരുന്നതെങ്കിൽ ഇതിനെയാണ് നമ്മൾ തേർഡ് ഓർഡർ ലിവർ എന്ന് വിളിക്കുന്നത്. കേട്ടോ, ലോഡിനും ഫൽക്രത്തിനും ഇടയിലാണ് എഫേർട്ട് വരുന്നത് എങ്കിൽ ഇവിടെ നോക്കിക്കോ, ഇവിടുത്തെ ഈ ചോദ്യങ്ങളൊന്ന് ചെയ്യാൻ നോക്കിയേ. ഇൻ ദ തേർഡ് ഓർഡർ ലിവർ വിച്ച് ആം ഈസ് ലോങ്ങർ. നമുക്കറിയാം ഫൽക്രം മുതൽ എഫേർട്ട് വരെയുള്ള ദൂരമാണ് എന്തെന്ന് പറയുന്നത്, എഫേർട്ട് ആം എന്ന് പറയുന്നത്. ലോഡ് മുതൽ ഫൽക്രം വരെയുള്ള ദൂരമാണ് എന്തെന്ന് പറയുന്നത്, ലോഡ് ആം എന്ന് പറയുന്നത്. ഒരു തേർഡ് ഓർഡർ ലിവറിൽ എപ്പോഴും കൂടുതൽ ഏതായിരിക്കും, അത് ലോഡ് ആമല്ലേ. അപ്പോൾ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും. അപ്പോൾ നമുക്കറിയാം മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെപ്പോഴും എഫേർട്ട് ആം ബൈ ലോഡ് ആം ആണ്. പക്ഷെ തേർഡ് ഓർഡർ ലിവറിൽ എഫേർട്ട് ആം എന്ന് പറയുന്നത് എപ്പോഴും ചെറുതും ലോഡ് ആം എന്ന് പറയുന്നത് എപ്പോഴും വലുതായിരിക്കും. അപ്പോൾ ന്യൂമറേറ്റർ ചെറുതും ഡിനോമിനേറ്റർ വലുതും. അപ്പോൾ എന്തായിരിക്കും, ഈ വാല്യൂ എപ്പോഴും ലെസ് ദാൻ 1 ആയിരിക്കും. എന്തായിരിക്കും, ലെസ് ദാൻ 1 ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എന്നാൽ പിന്നെ എന്തിനാണ് ഈ ഒരു സാധനം ഉപയോഗിക്കുന്നത്, നമ്മൾ എഫേർട്ട് കൂടെ കൂടുകയല്ലേ ചെയ്യുള്ളൂ അല്ലേ.
ഈ പറയുന്ന മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ലെസ് ദാൻ 1 എന്ന് വെച്ചാൽ നമ്മുടെ എഫേർട്ടാണ് കൂടുന്നത് അല്ലേ, നമ്മുടെ എഫേർട്ടാണ് കൂടുന്നത്. അപ്പോൾ ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ആവശ്യമുണ്ട്, പറഞ്ഞു തരാം, നോക്കിക്കോ. പിന്നെ തേർഡ് ഓർഡർ ലിവർ എഫേർട്ട് ഈസ് സപ്ലൈഡ് ബിറ്റ്വീൻ ഫൽക്രം ആൻഡ് ദ ലോഡ്. സോ ദ ഓർഡർ എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഫൽക്രം, അത് കഴിഞ്ഞിട്ട് എഫേർട്ട്, അത് കഴിഞ്ഞിട്ടായിരിക്കും ലോഡ് വരുന്നത്. ലോഡ് ആമെന്ന് പറയുന്നത് എപ്പോഴും എഫേർട്ട് ആമിനേക്കാൾ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? ലെസ് ദാൻ 1 ആയിരിക്കും. സോ എന്തായിരിക്കും? ലെസ് ദാൻ 1 ആയിരിക്കും. അതായത് എഫേർട്ട് അപ്ലൈഡ് വിൽ ബി ഗ്രേറ്റർ ദാൻ ദ ലോഡ്. അല്ല, നമ്മൾ കൂടുതൽ എഫേർട്ട് ഇവിടെ കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മളിത് പിന്നെ എവിടെയാണ് ഉപയോഗിക്കുന്നത്? എടാ, നമ്മൾ കൊടുക്കുന്ന എഫേർട്ട് അത്രത്തോളം വേണ്ടാത്ത സിറ്റുവേഷൻസിലോ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന എഫേർട്ട് കാരണം വേഗത്തിൽ എന്തെങ്കിലും നടക്കണമെങ്കിലോ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്? തേർഡ് ഓർഡർ ലിവർ ഉപയോഗിക്കുന്നത്. ഇവിടെ ആലോചിച്ച് നോക്കി, ഈ പറയുന്ന ചെറിയൊരു സാധനത്തെ നമുക്ക് പിക്ക് ചെയ്യണം. ഇതിന് ഒരുപാട് ബലം വേണ്ട. അപ്പോൾ നമുക്ക് ചെറിയൊരു ബലം മതി. എവിടെ? ഇവിടെ. പക്ഷെ നമ്മുടെ കൈ കൊണ്ട് ഒരുപാട് ചെറിയ ബലം കൊടുക്കാൻ പറ്റാതെ വരുമ്പോൾ നമ്മൾ എന്ത് ഉപയോഗിക്കും? ഇത് ഉപയോഗിക്കും. ഇപ്പോൾ നമ്മൾ ബേക്കറികളിൽ നിന്നൊക്കെ ചെറിയ പപ്സ് പോലത്തെ സാധനമൊക്കെ പിടിച്ചെടുക്കാൻ ഉപയോഗിക്കും അല്ലേ. നമ്മൾ കൈവച്ച് പ്രസ് ചെയ്തത് പൊട്ടിപ്പോകാതിരിക്കാൻ ഇങ്ങനെ വെച്ച് പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ ബലം കൂടുതൽ കൊടുത്താലും അതിലോട്ട് കൂടുതൽ ബലം എന്ത് ചെയ്യത്തില്ല? പോകത്തില്ല. ഫിഷിംഗ് റോഡ് കണ്ടോ? ഇതാണ് നമ്മുടെ ലോഡ്, ഇതാണ് നമ്മുടെ ഫൽക്രം, ഇതാണ് നമ്മുടെ എഫേർട്ട്. അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് എഫേർട്ട് കൊടുക്കുമ്പോൾ തന്നെ ഇവിടെ നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടും. അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇതിവിടെ ഉപയോഗിക്കുന്നത്. സോ വൈ വി യൂസ് എ തേർഡ് ഓർഡർ ലിവർ? ടു ഗീവ് ഗ്രേറ്റർ സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ് ഓഫ് മൂവ്മെൻറ്റ് അല്ലേ. ചെറിയ ഗ്രേറ്റർ സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ് ഓഫ് മൂവ്മെൻറ്റ് വേണം. അതാണ് നമ്മൾ മീൻ പിടിക്കുന്നിടത്ത് ഉപയോഗിക്കും. അല്ലെങ്കിൽ ടു ഹെൽപ്പ് ടു ഹാൻഡിൽ ഒബ്ജക്റ്റ് സേഫ്റ്റി വിത്ത് ഈസ് അല്ലേ. എളുപ്പത്തിൽ സേഫോടെ നമുക്ക് ഈ പറയുന്ന ചെറിയ സാധനങ്ങളൊക്കെ പിക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കും. ഷുഗർ ടോങ്സ് എന്ന് വെച്ചാൽ പിടിക്കുന്ന സാധനം. ബേക്കറിയിൽ ഉപയോഗിക്കുന്നത് ഫോർസെപ്സ്, ട്വീസേഴ്സ്, ഫിഷിംഗ് റോഡ്, ബ്രെഡ് നൈഫ്, ഇതൊക്കെയാണ് എന്തിനു ഉപയോഗിക്കുന്നത്? ഇനി നമ്മുടെ ഹ്യൂമൻ ഫോറാം, നമ്മുടെ കൈ, ഹ്യൂമൻ ഫോറാം എന്തിനകത്ത് വരും? ഇതിനകത്ത് വരും. നമ്മുടെ ഹ്യൂമൻ ഫോറാം വരുന്നത് ഏതാണ്? തേർഡ് ഓർഡർ ലിവറിനകത്ത് ആണ്. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത് നോക്കിയേ? ബൈസെപ്സ് ലിഫ്റ്റിംഗ് ലോഡ് ഇൻ ദ ഹാൻഡ് അല്ലേ. ബൈസെപ്സ് പ്രവർത്തിക്കുന്നത് എഫേർട്ട് ബൈസെപ്സ് അല്ലേ കൊടുക്കുന്നത്. അപ്പോൾ അതെന്ത് വരും? എഫേർട്ട് നടുക്ക് വരും അല്ലേ. നമ്മുടെ ഫൽക്രം ഇതാണ്, ലോഡ് ഇതാണ്, നമ്മുടെ മസിലാണ് എന്ത് ചെയ്യുന്നത്? എഫേർട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതെന്താണ്? അതൊരു തേർഡ് ഓർഡർ ലിവറാണ്. അപ്പോൾ ഇതൊക്കെ ആയിരിക്കും പരീക്ഷയ്ക്ക് ഇങ്ങനത്തെ ടഫ് ചോദ്യങ്ങളൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ കൺഫ്യൂഷൻ വേണ്ട, ഞാനത് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ 3 എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ കോഡ് പറഞ്ഞുതരാം. FLE 1 2 3 എന്ന് ഓർത്ത് വെച്ചാൽ മതി. FLE 1 2 3, FLE 1 2 3. അതായത് ഫസ്റ്റ് ഓർഡറിൽ ഫൽക്രമായിരിക്കും നടുക്ക് വരുന്നത്, സെക്കൻഡ് ഓർഡറിൽ ലോഡായിരിക്കും നടുക്ക് വരുന്നത്, തേർഡ് ഓർഡറിൽ എഫേർട്ട് ആയിരിക്കും നടുക്ക് വരുന്നത്. അപ്പോൾ നമ്മളെ കോഡാണ് FLE 1 2 3, FLE 1 2 3, FLE 1 2 3, FLE 1 2 3. അപ്പോൾ ഫൽക്രം നടുക്ക് വന്നാൽ ഫസ്റ്റ് ഓർഡർ, ലോഡ് നടുക്ക് വന്നാൽ സെക്കൻഡ് ഓർഡർ, എഫേർട്ട് നടുക്ക് വന്നാൽ തേർഡ് ഓർഡർ. അപ്പോൾ ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ, തേർഡ് ഓർഡർ. ഫൽക്രം നടുക്ക് വന്നാൽ ഫസ്റ്റ് ഓർഡർ, ലോഡ് നടുക്ക് വന്നാൽ സെക്കൻഡ് ഓർഡർ, എഫേർട്ട് നടുക്ക് വന്നാൽ തേർഡ് ഓർഡർ. ഫസ്റ്റ് ഓർഡറിനകത്ത് ഗ്രേറ്റർ ദാനോ ഈക്വൽ ടുവോ ലെസ് ദാനോ വരാം. ഗ്രേറ്റർ ദാനോ ഈക്വൽ ടുവോ ലെസ് ദാനോ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് വരാം, ഡിപ്പെൻഡിങ് ഓൺ ദ പൊസിഷൻ. സെക്കൻഡ് ഓർഡറിൽ എപ്പോഴും മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. തേർഡ് ഓർഡറിൽ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എപ്പോഴും എന്തായിരിക്കും? ലെസ് ദാൻ 1 ആയിരിക്കും. ഇത്രയും പഠിച്ചാൽ ലിവറിൽ നിന്ന് വരുന്ന എന്ത് ചോദ്യവും നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റും. ഈ ഒരു ടേബിൾ പക്ഷേ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് ഈ ആദ്യത്തെ ഭാഗം. ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് പുള്ളി. എന്താണ് പുള്ളി? അപ്പോൾ ഇത് നിങ്ങൾ വീട്ടിൽ കിണറുണ്ടെങ്കിൽ മോട്ടറൊക്കെ വർക്ക് ചെയ്യാത്ത എന്തെങ്കിലും സാഹചര്യമൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ ഉറപ്പായിട്ടും ഈ ഒരു സാധനം കണ്ടിട്ടുണ്ടായിരിക്കും. ഇവൻ്റെ പേരാണ് പുള്ളി. ഒരു വീല് നടുക്കായിട്ട് ഒരു പോയിന്റ്, ഇതിനെ ക്രോസ് ആയിട്ട് ഇത് എന്ത് ചെയ്യും? റൊട്ടേറ്റ് ചെയ്യും. ഈ പറയുന്ന ഭാഗത്ത് ഒരു ഗ്രൂവ് ഉണ്ടായിരിക്കും. അതുവഴി കയറ് അല്ലെങ്കിൽ റോപ്പ് എന്ത് വേണമെങ്കിലും എന്ത് ചെയ്യും? മൂവ് ചെയ്യും. അപ്പോൾ ഇതാണ് ഒരു പുള്ളി എന്ന് പറയുന്നത്. അപ്പോൾ പുള്ളി എന്ന് വെച്ചാൽ എന്താണ്? പുള്ളി ഈസ് എ സിമ്പിൾ മെഷീൻ കൺസിസ്റ്റിംഗ് ഓഫ് എ വീൽ മൗണ്ടഡ് ഓൺ എ ആക്സിൽ. ഈ നടുക്കത്തെ ഈ പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, അതിനാണ് ആക്സിൽ എന്ന് വിളിക്കുന്നത്. അതിന് ചുറ്റുമായിട്ടാണ് ഈ പറഞ്ഞ വീൽ എന്ത് ചെയ്യുന്നത്? കറങ്ങുന്നത്. വിത്ത് എ ഗ്രൂവ്ഡ് റിം. ഈ ഭാഗത്തിനാണല്ലോ റിം എന്ന് വിളിക്കുന്നത്. ആ റിമ്മിൽ ഒരു ഗ്രൂവ് ഉണ്ടായിരിക്കും അല്ലേ. നമ്മുടെ വണ്ടിയുടെ ടയറിൽ അല്ലേ, നമ്മൾ ഈ പറഞ്ഞ വീലിൽ ആ ടയർ ഊരി മാറ്റി കഴിഞ്ഞാൽ ഇരിക്കുന്ന ആ ഒരു ഭാഗം ഒരു പുള്ളി പോലെയാണ് ഇരിക്കുന്നത്. അതിലൂടെ റോപ്പോ കേബിളോ ഒക്കെ എന്ത് ചെയ്യും? റൺ ചെയ്യും. ഈ പുള്ളികൾ 2 തരത്തിലാണ് ഉള്ളത്. ഒന്ന് ഫിക്സഡ് പുള്ളിയും മറ്റൊന്ന് മൂവബിൾ പുള്ളിയും. എന്താ വ്യത്യാസം? ഇത് ഈ നടുക്കത്തെ പോയിന്റ് ഉണ്ടല്ലോ, നമ്മുടെ കിണറ്റിലൊക്കെ ഉപയോഗിക്കുന്ന കേസ്, അതൊരു പോയിന്റിൽ ഇങ്ങനെ തൂക്കിയിട്ടേക്കായിരിക്കും. ഇതൊരിക്കലും അനങ്ങത്തില്ല. അങ്ങനെ അനങ്ങാതിരിക്കുകയാണെങ്കിൽ ഇതാണ് ഫിക്സഡ് പുള്ളി എന്ന് പറയുന്നത്. ഇനി ഈ പറയുന്ന പോയിന്റ് ഒരിടത്ത് ഇങ്ങനെ ഫിക്സ് ചെയ്തിരിക്കാതെ അനങ്ങിക്കൊണ്ടിരിക്കും. എന്ന് വെച്ചാൽ ഈ കയറ് വലിക്കുന്നതിനനുസരിച്ച് ഈ പുള്ളിയുടെ പൊസിഷനും ഇങ്ങനെ മുകളിലോട്ടും താഴോട്ടും ഒക്കെ മാറുകയാണെങ്കിൽ
അതിനെയാണ് നമ്മൾ മൂവബിൾ പുള്ളി എന്ന് പറയുന്നത്. കുറച്ചുകൂടി നിങ്ങൾക്ക് ഓർമ്മ കിട്ടാൻ, എനിക്കറിയില്ല, നിങ്ങൾ യോയോ എന്ന് പറയുന്നൊരു സാധനത്തെ പറ്റി കേട്ടിട്ടുണ്ടോ? യോയോ, ഈ യോയോ ആ യോയോ അല്ല, ഈ പറയുന്ന ചൈനീസ് എന്തോ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. ഇങ്ങനെ ഒരു 2 നൂല് കാണും, അതിനകത്ത് പമ്പരം പോലത്തെ ഒരു സാധനത്തിനെ കറക്കിയിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കും. മേ ബി ഇനി അറിയണമെങ്കിൽ യൂട്യൂബിൽ കയറി നോക്കിയോ. അപ്പോൾ അതൊക്കെ ഒരു മൂവബിൾ പുള്ളി പോലെ ഇരിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇതാണ് സംഭവം. ഫിക്സഡ് പുള്ളി, മൂവബിൾ പുള്ളി എന്നിങ്ങനെ പുള്ളികൾ 2 തരത്തിലുണ്ട്. നമ്മളതിൽ ആദ്യം പഠിക്കാൻ പോകുന്നതാണ് ഫിക്സഡ് പുള്ളി. എന്താണ് ഫിക്സഡ് പുള്ളി, എന്താണ് അതിൻ്റെ ജോലി, എന്താണ് അതിൻ്റെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്, ഇതാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഫിക്സഡ് പുള്ളി എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ ഇരിക്കും. ഒരു വശത്ത് ലോഡ് ഉണ്ടായിരിക്കും, മറ്റൊരു വശത്ത് എഫേർട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ നടുക്കൊരു പോയിന്റ് ഉണ്ടായിരിക്കും. അപ്പോൾ എഫേർട്ടുമായി ലോഡുമായി, അപ്പോൾ ഈ പോയിന്റ് ആയിരിക്കും എന്തെന്ന് പറയുന്നത്, ഫൽക്രം എന്ന് പറയുന്നു. അപ്പോൾ ഇത് എന്തിനു തുല്യമായിരിക്കും? ഒരു വശത്ത് ലോഡ്, മറ്റൊരു വശത്ത് ഫൽക്രം, മറ്റൊരു വശത്ത് എഫേർട്ട്. അപ്പോൾ ഈ പറയുന്ന ലോഡ്, എഫേർട്ട്, ഫൽക്രം എന്തിനു തുല്യമായിരിക്കും? അതായത് ഇതൊരു ഫസ്റ്റ് ഓർഡർ ലിവർ പോലെയല്ലേ ഇരിക്കുന്നത്? ഇതൊരു ഫസ്റ്റ് ഓർഡർ ലിവർ പോലെയല്ലേ ഇരിക്കുന്നത്? അപ്പോൾ ഒരു ഫിക്സഡ് പുള്ളി എന്ന് പറയുന്നത് ഒരു ഫസ്റ്റ് ഓർഡർ ലിവർ പോലെ ഇരിക്കും. ഒരു വശത്ത് ലോഡ്, ഒരു വശത്ത് ഫൽക്രം, മറ്റൊരു വശത്ത് എഫേർട്ട്. അപ്പോൾ ഈ പുള്ളി എന്ന് പറയുന്ന ഡിവൈസിൽ നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ ഈ സിസ്റ്റത്തിനെ മൊത്തമായിട്ട് കണക്കാക്കരുത്. പുള്ളിയെ സംബന്ധിച്ചിടത്തോളം എന്ത് മാത്രമേ ഉള്ളൂ? ഈ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഒരു വശത്ത് ലോഡ്, ഒരു വശത്ത് എഫേർട്ട്, ഒരു വശത്ത് ഫൽക്രം. അപ്പോൾ നമ്മുടെ ഒരു ലിവർ പോലെയല്ലേ പ്രവർത്തിക്കുന്നത്. ഇനി നോക്കടാ, ഈ ലോഡ് നിങ്ങൾ കിണറ്റിൽ നിന്ന് വെള്ളം കോരിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത്. നമ്മളുടെ ഈ പറയുന്ന എഫേർട്ടും അല്ലെങ്കിൽ ഈ പറയുന്ന ലോഡിൻ്റെയും ഇൻറ്റൻസിറ്റി മാറ്റാനൊന്നുമല്ല, നമുക്ക് കുറച്ച് അനായാസമായിട്ട് എന്ത് ചെയ്യാൻ പറ്റണം, ഇതിനെ വലിച്ചിങ്ങനെ കോരാൻ പറ്റണം. കാരണം കിണറ്റിൽ നിന്ന് നമ്മളിങ്ങനെ കുനിഞ്ഞ് അല്ലേ, നമ്മൾ ഈ പറഞ്ഞ താഴേക്ക് ഇങ്ങനെ വലിക്കാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടാണ്, കുറച്ചുകൂടി നമുക്ക് ആയാസം ഉണ്ടാവും. അപ്പോൾ ദിശ ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് സത്യത്തിൽ പുള്ളിയുടെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ചു സിമ്പിൾ മെഷീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പറയുന്ന എക്സ്റ്റേർഷൻ അല്ലെ എക്സേർഷൻ എന്നല്ലേ പറയുന്നത്, നമ്മുടെ ആയാസത്തെ എന്ത് ചെയ്യും, കുറയ്ക്കും. എങ്ങനെ കുറയ്ക്കും? ഒന്നുകിൽ ദിശ ചേഞ്ച് ചെയ്ത് കുറയ്ക്കും. അപ്പോൾ പുള്ളി സത്യത്തിൽ എന്താണ് ചേഞ്ച് ചെയ്യുന്നത്? ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്ന ഒരു ഉപകരണമാണ് കേട്ടോ. നമ്മൾ കിണറ്റിൽ നിന്ന് ഇങ്ങനെ മുകളിലോട്ട് കൊടുക്കേണ്ട ഫോഴ്സിനെ അത് ആയതുകൊണ്ട് ഗ്രാവിറ്റിക്ക് ഇങ്ങനെ എഗെയിൻസ്റ്റ് ആയിട്ട് ഇങ്ങനെ കൊടുക്കാൻ സഹായിക്കുന്ന ഒരു ഉപകരണമാണ് എന്തെന്ന് പറയുന്നത് പുള്ളി. അതായത് പുള്ളി ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, നമ്മുടെ ആയാസത്തെ, അതായത് നമ്മൾ ഈ പറഞ്ഞ എഫേർട്ടിനെ ലോഡിനെ ഒന്നും ചേഞ്ച് ചെയ്യുന്നില്ല. അതിവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു വശത്ത് എഫേർട്ട്, മറ്റൊരു വശത്ത് ലോഡ്, നടുക്ക് ഫൽക്രം. നിങ്ങൾക്കറിയാം അല്ലേ, എന്തറിയാം? ലോഡ് മുതൽ ഫൽക്രം വരെയുള്ള ദൂരമാണ് എന്തെന്ന് പറയുന്നത്, ലോഡ് ആം എന്ന് പറയുന്നത്. എഫേർട്ട് മുതൽ ഫൽക്രം വരെയുള്ള ദൂരമാണ് എന്തെന്ന് പറയുന്നത്, എഫേർട്ട് ആം എന്ന് പറയുന്നു. ഇവിടെ നോക്കടാ, ഈ ദൂരവും തുല്യമല്ലേ? അതായത് ലോഡ് ആം എന്ന് പറയുന്നത് ഇവിടെ എന്തിന് തുല്യമാണ്? എഫേർട്ട് ആമിന് തുല്യമല്ലേ? ആണ്. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ എന്താണത്, എഫേർട്ട് ആം ബൈ ലോഡ് ആം. അതെന്തായിരിക്കും? മുകളും താഴെയും സെയിം വാല്യൂ ആകുമ്പോൾ 1 തുല്യമായിരിക്കും. അതായത് ലോഡും എഫേർട്ടും ഇവിടെ തുല്യമായിരിക്കും. എന്തിന് തുല്യം? നമ്മുടെ ഫസ്റ്റ് ഓർഡർ ലിവറിന് തുല്യം. സോ പുള്ളി ആർ ഫിക്സഡ് പുള്ളീസ് ആർ പുള്ളീസ് ദാറ്റ് റൊട്ടേറ്റ് അറൗണ്ട് എ സ്റ്റേഷനറി ആക്സിൽ. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഈ ഫിക്സഡ് പുള്ളി എന്ന് പറയുന്നത് നമുക്ക് എന്തായിരിക്കും കണക്കാക്കാം? പല പല സ്പോക്കുകളുള്ള ഒരു വീല് പോലെ കണക്കാക്കാൻ പറ്റും. എന്ന് വെച്ചാൽ വേറൊന്നുമില്ല, ഇത് ഇങ്ങനെ നമ്മൾ സാധാരണ പുള്ളി എന്ന് പറയുമ്പോൾ ഇങ്ങനെ റൗണ്ട് ആയിട്ടായിരിക്കും കാണിക്കുന്നത്. ഈ റൗണ്ടിനകത്ത് ഇങ്ങനെ വരകളുണ്ടല്ലോ, ഈ വരകളെയാണ് സ്പോക്കുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ സ്പോക്കുകൾ ചേർന്നുണ്ടാകുന്നതാണ് ഒരു പുള്ളി എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ അസ്യൂം ചെയ്യാം. അതിൻ്റെ ഒരു വശത്തായിരിക്കും ലോഡ് ആക്ട് ചെയ്യുന്നത്, മറ്റൊരു വശത്തായിരിക്കും എക്സാക്ട്ലി ഓപ്പോസിറ്റ് വശത്തായിരിക്കും എഫേർട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു സ്പോക്ക് ഇങ്ങനെ വരച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നടുക്കത്തെ പോയിന്റ് ആയിരിക്കും ഫൽക്രം. അത് പറഞ്ഞു തരാനാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഇഫ് സോ വാട്ട് വിൽ ബി ദ റിലേഷൻ ബിറ്റ്വീൻ ലോഡ് ആം ആൻഡ് എഫേർട്ട് ആം ഓഫ് എ പുള്ളി? ഇങ്ങനത്തെ ഒരു സിസ്റ്റം ആണെങ്കിൽ ഈ ദൂരവും തമ്മിലുള്ള റിലേഷനാണ് ചോദിച്ചിട്ടുള്ളത്. എന്തായിരിക്കും? രണ്ടും ഈക്വൽ ആയിരിക്കും. എഫേർട്ട് ആം ആൻഡ് ലോഡ് ആം ആർ ഈക്വൽ. എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും, അല്ലെങ്കിൽ തുല്യമായിരിക്കും. സോ വെൻ വി കൺസിഡർ എ ഫിക്സഡ് പുള്ളി വിത്തൗട്ട് ഫ്രിക്ഷൻ വി ഹാവ് ടു അപ്ലൈ ഡാഷ്. ഈ പറഞ്ഞ പുള്ളിക്ക് ഫ്രിക്ഷൻ ഒന്നും ഇല്ലെങ്കിൽ എഫേർട്ട് ലോഡ് തമ്മിലുള്ള ബന്ധമാണ് ചോദിച്ചിട്ടുള്ളത്. ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നു. എന്തായിരിക്കും? എഫേർട്ട് ഈക്വൽ ടു ലോഡ് ആയിരിക്കും. എഫേർട്ടും ലോഡും ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എത്രയായിരിക്കും? അത് 1 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാടാ ഇത് ഉപയോഗിക്കുന്നത് അല്ലേ? എന്തിനാടാ കൊന്നിട്ടെന്നൊക്കെ ചോദിക്കുന്ന പോലെ പിന്നെ എന്തിനാടാ ഇത് ഉപയോഗിക്കുന്നത്? എന്തിനാണ്? ക്യാൻ റെഡ്യൂസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ അപ്ലൈഡ് ഫോഴ്സ് ആണോ? അല്ലല്ല, അതൊന്നും പറ്റത്തില്ല. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ക്യാൻ ചേഞ്ച് ദ ഡയറക്ഷൻ ഓഫ് ദ അപ്ലൈഡ് ഫോഴ്സ്. അപ്പോൾ അപ്ലൈഡ് ഫോഴ്സിൻ്റെ ദിശ ചേഞ്ച് ചെയ്ത് നമ്മുടെ ആയാസം കുറയ്ക്കുന്ന ഒരു ഉപകരണം മാത്രമാണ് ഒരു ഫിക്സഡ് പുള്ളി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഫിക്സഡ് പുള്ളി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ അവിടെ നമ്മൾ എന്തൊക്കെ പഠിച്ചു വെക്കണം? ഫിക്സഡ് പുള്ളി എന്ന് പറയുന്നത്
നമ്മൾ കൊടുക്കുന്ന എഫേർട്ടിന് തുല്യമായ ലോഡ് മാത്രമേ അത് വലിക്കത്തുള്ളൂ. ഫസ്റ്റ് ഓർഡർ ലിവറിന് തുല്യം തന്നെയാണ്. കാരണം ഇവിടെ റേഡിയസ് എന്ന് പറയുന്നത് രണ്ട് വശത്തും ഈക്വൽ ആണ്, ഐഡന്റിക്കൽ ലെങ്ത് ആണ്. അതുകൊണ്ട് ഒരു ഫ്രിക്ഷൻലെസ് പുള്ളിയിൽ എഫേർട്ടിന് തുല്യമായിരിക്കും ലോഡ്. അതായത് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എപ്പോഴും 1 തുല്യമായിരിക്കും. അപ്പം പിന്നെ എന്തിനാ ഉപയോഗിക്കുന്നത്? ചേഞ്ചിങ് ദ ഡയറക്ഷൻ ഓഫ് ദ അപ്ലൈഡ് ഫോഴ്സ്, നോട്ട് റെഡ്യൂസിങ് ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ്. ദിശ ചേഞ്ച് ചെയ്യാൻ മാത്രമാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ കിണറിൽ ഉപയോഗിക്കുന്നു. ഫ്ലാഗ് പോൾ നമ്മൾ ഈ സ്വാതന്ത്ര്യ ദിനത്തിലൊക്കെ ഉയർത്താനായിട്ട് അവിടെയും എന്ത് ചെയ്യാറുണ്ട്? ഈ പറയുന്ന ഫിക്സഡ് പുള്ളി ഉപയോഗിക്കാറുണ്ട്. പിന്നെ അപ്പോൾ നോക്കാം, മൂവബിൾ പുള്ളി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മൂവബിൾ പുള്ളിയിലാണ് നമ്മുടെ ട്വിസ്റ്റ് തുടങ്ങുന്നത്. ഈ ചാപ്റ്റർ പഠിക്കണമെങ്കിൽ സത്യം പറയാലോ നിങ്ങൾ കുറച്ച് തല ഉപയോഗിച്ചേ പറ്റുള്ളൂ. കുറേയൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. മൂവബിൾ പുള്ളി എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ മൂവ് ചെയ്യാൻ പറ്റും. നോക്കിക്കോ, ഇവിടുത്തെ പോയിന്റ് ആയിരിക്കും ഫിക്സ് ചെയ്ത് വെച്ചേക്കുന്നത്. ഈ പറയുന്ന പോയിന്റ് റിലേറ്റീവ്ലി നോക്കുമ്പോൾ നമ്മൾ ഈ നൂലിനെ മുകളിലോട്ട് വലിച്ചാൽ എന്ത് പറ്റും? ഈ പറയുന്ന സാധനവും ഇങ്ങനെ ഉയർന്ന് മുകളിലോട്ട് പോവുമല്ലോ. അപ്പോൾ ഈ പോയിന്റ് മൂവ് ചെയ്യും. അങ്ങനെ മൂവ് ചെയ്യാൻ പറ്റുന്നതാണ് എന്തെന്ന് പറയുന്നത്? മൂവബിൾ പുള്ളി എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഈ എഫേർട്ട് എന്ന് പറയുന്ന സാധനത്തിന് വലിക്കുമ്പോൾ ഇത് മൂവ് ചെയ്യും. എഫേർട്ട് എന്ന് പറയുന്നതിന് വലിക്കുമ്പോൾ ഇതെന്ത് ചെയ്യും? മൂവ് ചെയ്യും. അപ്പോൾ എഫേർട്ട് എന്ന് പറയുന്ന ഇതാണ്. മൂവ് ചെയ്യുന്ന ഇവിടെയാണ് ലോഡ് ആക്ട് ചെയ്യുന്നത്, അല്ലേ? നടുക്കായിരിക്കും ലോഡ് ആക്ട് ചെയ്യുന്നത്. ഇത് മൂവ് ചെയ്യുമ്പോൾ പിന്നെ അതിന് ഫൽക്രം എന്ന് വിളിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇതാണ് ലോഡ് എന്ന് പറയുന്നത്. നടുക്കാണ് ലോഡ്, ഈ വലതുവശത്താണ് എഫേർട്ട്. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ഫൽക്രം എന്ന് പറയുന്ന പോയിന്റ് ഇതല്ലേ? അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ സംശയം വരും, സാറേ ഇതല്ലേ ഫൽക്രം, മുകളിലല്ലേ ഇരിക്കുന്നേടാ? നമ്മുടെ പുള്ളി എന്ന് പറഞ്ഞാൽ ഇത്രയല്ലേടാ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഈ ഒരു പോയിന്റ് അല്ലേ ടച്ച് ചെയ്തിരിക്കുന്ന പോയിന്റ്, ഈ പോയിന്റ് അല്ലേ മറ്റൊരു പോയിന്റ്, ഇതല്ലേ മൂന്നാമത്തെ പോയിന്റ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഈ പോയിന്റ് വെളിയിലിരിക്കുന്ന പോയിന്റ് എടുക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പോൾ ഇവിടെയാണ് നമ്മൾ കൊടുക്കുന്ന എഫേർട്ട് എങ്കിൽ ലോഡ് ആക്ട് ചെയ്യുന്ന കൊത്ത നടുക്കായിരിക്കും. അപ്പോൾ അതാണ് ലോഡ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതായിരിക്കും ഫൽക്രം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മൂവബിൾ പുള്ളിയിൽ ഇതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട പോയിന്റ്. എന്തല്ല, നേരത്തെ പോലെ നടുക്കല്ല ഫൽക്രം വരുന്നത്. ഈ പറയുന്ന സ്റ്റേഷനറിയെ നമ്മൾ കെട്ടിവെച്ചേക്കുന്ന പോയിന്റ് ഉണ്ടല്ലോ, അതിന് നേരെ വരുന്ന ഈ പോയിന്റ് ആയിരിക്കും എപ്പോഴും ഫൽക്രം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഫൽക്രമായി, ഇവിടെ ലോഡായി, ഇവിടെ എഫേർട്ടായി. അപ്പോൾ ഇത് എന്തിനു തുല്യമാണ്? ഇത് സെക്കൻഡ് ഓർഡർ ലിവറിന് തുല്യമായിരിക്കും. അപ്പോൾ ഫിക്സഡ് പുള്ളി ഫസ്റ്റ് ഓർഡർ ആണെങ്കിൽ മൂവബിൾ പുള്ളി എന്തായിരിക്കും? സെക്കൻഡ് ഓർഡർ. ഇതൊക്കെ ആയിരിക്കും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതായത് ഒരു വശത്ത് ഫൽക്രം, നടുക്ക് ലോഡ്, ഈ ഒരു വശത്ത് എഫേർട്ട്. ലിവർ പഠിച്ച് നിങ്ങൾക്കറിയാം, ഇങ്ങനത്തെ ഒരു സിസ്റ്റത്തിൽ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എപ്പോഴും ഒന്നിനേക്കാളും കൂടുതലായിരിക്കും. അപ്പോൾ ഇതെവിടെ ഉപയോഗിക്കും? നിങ്ങൾ ക്രൈനുകൾ കണ്ടിട്ടുണ്ടോ? സാധനങ്ങളെ ലിഫ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ക്രൈന്. ഈ ക്രൈനുകളിൽ നമ്മൾ ഉപയോഗിക്കുന്നത് മൂവബിൾ പുള്ളിയാണ്. എന്താണ്? മൂവബിൾ പുള്ളിയാണ്. അപ്പോൾ ഒരു മൂവബിൾ പുള്ളി എന്ന് പറയുമ്പോൾ പിടികിട്ടി കാണുമല്ലോ. മൂവബിൾ പുള്ളിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കുമ്പോൾ എന്താണ് വ്യത്യാസം? ഇവിടെ നടുക്കത്തെ പോയിന്റ് അല്ല ഫൽക്രം. എന്താണ് ഫൽക്രം എന്ന് പറയുന്നത്? ഫിക്സഡ് ലൈനിൻ്റെ താഴെ വരുന്ന പോയിന്റ് ആയിരിക്കും. അതായത് നമ്മൾ കയറ് വലിക്കുന്നതിനനുസരിച്ച്, അതായത് ഇപ്പോൾ ഇതൊരു പുള്ളിയാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇവിടെ ഒരു വയറുണ്ട്, ഇവിടെ ഒരു വയറുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ വെച്ചിട്ട് എന്ത് ചെയ്യും? ഞാൻ ഇത് വെച്ചൊന്ന് കാണിക്കാൻ ശ്രമിക്കാം. പണിയാകുമോ എന്നെനിക്ക് അറിയില്ല. ക്യാമറയുടെ ആംഗിളും തെറ്റിപ്പോയാലെന്നാൽ രക്ഷപ്പെട്ടു. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് ഇരിക്കുന്നത്. കാണുന്നുണ്ടോ? ഇങ്ങനെ ഇരിക്കുന്നു. അപ്പം ഞാൻ ഇതിനെ വലിക്കുമ്പോൾ, ഞാൻ ഈ പറയുന്ന ഒരു വശത്തിനെ വലിക്കുമ്പോൾ, ഈ വലിക്കുന്നതിനനുസരിച്ച് ഇത് മൂവ് ചെയ്യുമല്ലോ. ഇനി ഇതിൽ കൂടുതൽ എക്സാമ്പിൾ ഒന്നും. ഓക്കെ, മൂവ് ചെയ്യും. അത്രയും നിങ്ങൾ എന്ത് ചെയ്താൽ മതി? മനസ്സിലാക്കിയാൽ മതി. ഇപ്പം തന്നെ ചിലപ്പോൾ ക്യാമറയുടെ ഫോക്കസൊക്കെ പോയി കാണും. അപ്പം നമ്മൾ ഇങ്ങനെ ഒരു നൂലുണ്ടാകും. ഇവിടെ എന്തുണ്ടാകും? നമ്മുടെ പുള്ളി ഉണ്ടാകും. നമ്മൾ ഇതിനെ മുകളിലോട്ട് വലിക്കുന്നതനുസരിച്ച് ഈ നൂല് എന്ത് ചെയ്യും? പുള്ളിയും കൊണ്ട് മുകളിലോട്ട് പോകും. അപ്പോൾ പുള്ളി ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കും. ഇതാണ് സംഭവം എന്ന് പറയും. ഓക്കെ, സോ വെൻ എഫേർട്ട് ഈസ് അപ്ലൈഡ് ഇൻ എ മൂവബിൾ പുള്ളി, ദ പുള്ളി ആൻഡ് ദ ലോഡ് വിൽ ബി ലിഫ്റ്റഡ് അപ്വേർഡ്. കണ്ടോ, പുള്ളി ലോഡ് മുകളിലോട്ട് ലിഫ്റ്റ് ചെയ്യും. ഓക്കെ, along the other side. This lifting caused by the rotation of the pulley along the rope. പുള്ളി റൊട്ടേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. ഇനി ഇവിടുത്തെ കാര്യത്തിലോട്ട് നമുക്ക് വരാം. If a movable pulley, the effort and the fulcrum are at either end and the load is in the middle, which is the order of this lever? ഇത് എന്ത് ഓർഡർ ലിവറിന് തുല്യമാണ്? ഒരു വശത്ത് ഫൽക്രം, ഒരു വശത്ത് ലോഡ്, ഒരു വശത്ത് എഫേർട്ട്. എന്തിന് തുല്യമാണ്? സെക്കൻഡ് ഓർഡറിന് തുല്യമാണ്. ഇങ്ങനത്തെ പരീക്ഷയ്ക്ക് ചോദ്യം വരെ നല്ല ചാൻസ് ഉണ്ട്, പഠിച്ചോണം. ഇനി ലോഡാമോ എഫേർട്ടാമോ നമുക്കൊന്ന് ശ്രദ്ധിച്ചാലോ. നോക്കടാ, ഫൽക്രം മുതൽ ലോഡ് വരെയുള്ള ദൂരമാണ്
ലോഡ് ആം എന്ന് പറയും. ഫൽക്രം മുതൽ എഫേർട്ട് വരെയുള്ള ദൂരമാണെന്ന് പറയുന്നത് എഫേർട്ട് ആം എന്ന് പറയുന്നത്. ഇവിടെ നോക്കിയേ, ലോഡ് ആം എന്ന് പറയുന്നത് എന്തിന് തുല്യമായിരിക്കും? ലോഡ് ആം എന്ന് പറയുന്നത് എന്തിന് തുല്യമായിരിക്കും? നോക്കിക്കോ, ഇതാ പിടിച്ചു. ഇതാണല്ലോ നടുക്കത്തെ പോയിന്റ്. ഈ നടുക്കത്തെ പോയിന്റ് ആണല്ലോ ലോഡ് എന്ന് വിളിക്കുന്നത്. ഈ ഇടതുവശത്തെ പോയിന്റ് ആണല്ലോ നമ്മൾ തൽക്കാലം ഫൽക്രം എന്ന് വിളിച്ചത്. ഈ വലതുവശത്തെ പോയിന്റ് ആണല്ലോ എഫേർട്ട് എന്ന് വിളിച്ചത്. ഇനി ഒന്ന് നോക്കിയേ, ലോഡ് ആം എന്ന് പറഞ്ഞാൽ എന്താണ്? ലോഡ് മുതൽ ഫൽക്രം വരെയുള്ള ദൂരം. ലോഡ് മുതൽ ഫൽക്രം വരെയുള്ള ദൂരം. ഇത് ഈ സർക്കിളിന്റെ റേഡിയസ് അല്ലേടാ? ഇത് ഈ പറഞ്ഞ സർക്കിളിന്റെ റേഡിയസ് അല്ലേ? ആർ റേഡിയസ് അല്ലേ? പുള്ളിയുടെ റേഡിയസിന് തുല്യമല്ലേ? ആണ്. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന എഫേർട്ട് ആം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫേർട്ട് മുതൽ ഫൽക്രം വരെയുള്ള ദൂരം, അതായത് ഇത്രയും ദൂരം അല്ലേ? ഇതപ്പോൾ റേഡിയസിന്റെ ഇരട്ടിയല്ലേ? അപ്പോൾ ഇത് 2r ഈക്വൽ അല്ലേ? ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് നമുക്കൊന്ന് കണ്ടുപിടിച്ചാലോ? അപ്പോൾ നിങ്ങൾക്കറിയാം മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഡ് ആം ബൈ എഫേർട്ട് ആം. ഇവിടെ ലോഡ് ആം എന്ന് പറയുന്നത് എഫേർട്ട് ആം ബൈ ലോഡ് ആം. എഫേർട്ട് ആം എന്ന് പറയുന്നത് എന്താണ്? 2r ബൈ ലോഡ് ആം എന്ന് പറയുന്നത് എത്രയാണ്? 6. അങ്ങനെയാണെങ്കിൽ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 6 വെട്ടിപ്പോവും, 2 ആകും. എന്ന് വെച്ചാൽ ഇതിൻ്റെ അർത്ഥം എന്താടാ? നമ്മളൊരു മൂവബിൾ പുള്ളി ഉപയോഗിച്ചാൽ, നമ്മൾ എന്തെങ്കിലും ഒരു വസ്തുവിനെ ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മൂവബിൾ പുള്ളി ഉപയോഗിച്ചാൽ നമ്മൾ കൊടുക്കുന്ന ബലത്തിനേക്കാൾ ഇരട്ടിയോളം ബലമുള്ള വസ്തുവിനെ നമുക്ക് ഉയർത്താൻ പറ്റും. അതല്ലേ ഇതിൻ്റെ അർത്ഥം? നമ്മൾ കൊടുക്കുന്ന ബലത്തിനേക്കാൾ ഇരട്ടിയോളം. കണ്ടോ, 2 times. ഓക്കെ, സോ ദ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഓഫ് എ മൂവബിൾ പുള്ളി, സിംഗിൾ മൂവബിൾ പുള്ളി എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ്. എങ്ങനെ 2 വന്നു? അതൊരു സർക്കിൾ അല്ലെ, പുള്ളി എന്ന് പറയുന്നത് സർക്കിൾ ഷേപ്പ് ഇരിക്കുന്ന ഒന്നായതുകൊണ്ട് തന്നെ അതിന് നടുക്കാണ് ലോഡ് ആക്ട് ചെയ്യുന്നുള്ളത് കൊണ്ട്, ഒരു വശത്താണ് ഫൽക്രം എന്നുള്ളത് കൊണ്ട് തന്നെ ഇവർ തമ്മിലുള്ള ദൂരം എന്ന് പറയുന്നത് സർക്കിളിൻ്റെ റേഡിയസും ഇവനും ഈ പറയുന്ന എഫേർട്ടും തമ്മിലുള്ള ദൂരം എന്ന് പറയുന്നത് സർക്കിളിൻ്റെ റേഡിയസിൻ്റെ ഇരട്ടിയും ആയതുകൊണ്ട് തന്നെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കണ്ടുപിടിക്കുമ്പോൾ എങ്ങനെയായിരിക്കും? അത് 2r ബൈ ആർ ആയിരിക്കും. 6 വെട്ടിപ്പോവും, 2 എന്ന് കിട്ടും. അതിൻ്റെ അർത്ഥം എന്താണ്? How many times of the load to be lifted should be applied? How many times of the load to be lifted should be applied effort B? അപ്പോൾ എന്ന് വെച്ചാൽ എന്തായിരിക്കും? എഫേർട്ട് എന്ന് പറയുന്നത് ഞാൻ കൊടുക്കുന്നത് 10 ആണെങ്കിൽ എനിക്കത് ഉപയോഗിച്ച് 20 ന്യൂട്ടൺ ലോഡിനെ ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. 50 ന്യൂട്ടൺ ലോഡാണ് ഞാൻ കൊടുക്കുന്നതെങ്കിൽ എനിക്കത് ഉപയോഗിച്ച് ഇരട്ടി 100 ന്യൂട്ടൺ വരെ ഉയർത്താൻ പറ്റും. അപ്പോൾ ഒരു മൂവബിൾ പുള്ളി സിസ്റ്റം ഉപയോഗിച്ചാൽ നമുക്ക് കൊടുക്കുന്ന ലോഡിൻ്റെ ഇരട്ടി എന്ത് ചെയ്യാൻ പറ്റും? ഉയർത്താൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് 2 ആണ്. അത് 2 ആണെന്ന് പ്രൂവ് ചെയ്ത് കാണിക്കാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? കൺസിഡർ എ പുള്ളി വിത്ത് കൺസിഡർ എ മൂവബിൾ പുള്ളി. ഈ പറയുന്ന പോയിന്റ് എഫ്, ഈ പറയുന്ന പോയിന്റ് ഇ എന്ന് മാർക്ക് ചെയ്യുക, ഈ പറയുന്ന പോയിന്റ് എൽ എന്ന് മാർക്ക് ചെയ്യുക, എന്നിട്ട് ലോഡാമെന്ന് പറഞ്ഞാൽ 6 എന്ന് എടുത്തെഴുതി ഇതുപോലെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ ചോദിച്ചാൽ അങ്ങനെ പറ്റാമല്ലോ. ഇനി അടുത്തൊരു ടോപ്പിക്കിലോട്ട് പോവുക. കിട്ടിക്കാണുമല്ലോ, പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ മൂവബിൾ പുള്ളിയിലോട്ട് വരികയാണ്. മൂവബിൾ പുള്ളി എന്ന് പറയുന്നത് എന്തിനു തുല്യമാണ്? ഒരു സെക്കൻഡ് ഓർഡർ ലിവറിന് തുല്യമാണ്. അതായത് ലോഡ് എന്ന് പറയുന്നത് എഫേർട്ടിനും ഫൽക്രത്തിനും ഇടയിലായിരിക്കും. ആംസിൻ്റെ ലെങ്തുകൾ നോക്കിയപ്പോൾ നമുക്കറിയാം, ലോഡ് ആം എന്ന് പറയുന്നത് ഫൽക്രം മുതൽ ലോഡ് വരെ, അത് ആ സർക്കിളിൻ്റെ റേഡിയസ് ആയിരിക്കും. എഫേർട്ട് ആം എന്ന് പറയുന്നത് എഫേർട്ട് മുതൽ ഫൽക്രം വരെ, അത് ഡയമീറ്റർ അല്ലെങ്കിൽ റേഡിയസിന് ഇരട്ടിയായിരിക്കും. ഓക്കെ, അപ്പോൾ ലോഡ് ആം എന്ന് പറയുന്നത് 6, എഫേർട്ട് ആം എന്ന് പറയുന്നത് 2r. അങ്ങനെയാണെങ്കിൽ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ലോഡ് ആം ബൈ എഫേർട്ട് ആം അഥവാ 2r ബൈ ആർ ആണ്. അത് 2 ആയിരിക്കും. അതിൻ്റെ അർത്ഥം എന്താണ്? മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഓഫ് എ മൂവബിൾ പുള്ളി ഈസ് 2. ഡബിളിങ് ദ ലിഫ്റ്റിംഗ് ഫോഴ്സ് ആയിരിക്കും. നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിൻ്റെ ഇരട്ടി ലിഫ്റ്റിംഗ് ഫോഴ്സ് ഇവിടെ നമുക്ക് ഉൽപ്പാദിപ്പിക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇനി മറ്റൊരു കാര്യം, നിങ്ങൾക്ക് സംശയം വരാം, നമ്മൾ കൊടുക്കുന്നതിൻ്റെ ഇരട്ടി ഉയർത്താൻ പറ്റുമെന്നാണ് നിങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ എനർജി കൺസർവേഷൻ ഒന്നും ഇവിടെ ബാധകമല്ലേ എന്ന് നിങ്ങൾ വേണമെങ്കിൽ ചിന്തിച്ചൂടെ? കാരണം നമ്മൾ കൊടുക്കുന്ന എനർജിയാണ് വർക്കാവുന്നത്. അപ്പോൾ ആ വർക്കും എനർജി തുല്യമായിരിക്കുമെങ്കിൽ, അല്ലെ, എനർജി എപ്പോഴും തുല്യമായിരിക്കുമെങ്കിൽ വർക്കും അവിടെ എന്തായിരിക്കണം? തുല്യമായിരിക്കണം. ഇവിടെ അങ്ങനെ ആയിരിക്കൂ? അങ്ങനെയാണെങ്കിൽ എങ്ങനെ? അതാണ് ഇവിടെ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. കഴിഞ്ഞ ക്ലാസ്സിലെ ഞാൻ ലിവറുകൾ പഠിപ്പിച്ചപ്പോൾ നിങ്ങളടുത്ത് നമ്മൾ ആ എക്സ്പെരിമെൻ്റ് ചെയ്ത് ഓർക്കുന്നുണ്ടോ? എന്താ എക്സ്പെരിമെൻ്റ്? നമ്മളൊരു ലിവർ എടുത്തു, നടുക്കത്തെ അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കണ്ടുപിടിച്ച് അതിനെ ഫൽക്രം എന്ന് വിളിച്ചു. സെയിം ദൂരത്തിൽ നമ്മൾ 2 ഒരേ വെയിറ്റുകളെ കെട്ടിത്തൂക്കിയിട്ടു, 50 ഗ്രാം. ഓർക്കുന്നുണ്ടോ? ഇത് ഞാൻ മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞു തരികയാണേ. കാരണം പുള്ളി വെച്ച് പറയുന്നതിനേക്കാളും ഇത് വെച്ച് പറഞ്ഞു തന്നിട്ട് അതിലോട്ട് പോകുമ്പോൾ കുറച്ചുകൂടി ഈസി ആവുമെന്ന് എനിക്ക് തോന്നുന്നു.
അപ്പോൾ 50 ഗ്രാമും 50 ഗ്രാമും ഈ ദൂരവും തുല്യമായപ്പോഴാണ് ബാലൻസ് ആയത്. ആണോ അല്ലേ? അപ്പം ഞാൻ ഒരിടത്തെ 50നെ മാറ്റിയിട്ട് 70 ഗ്രാം ആക്കിയപ്പോൾ നിങ്ങൾക്ക് അറിയാം നമ്മൾ ഈ ദൂരവും എന്ത് ചെയ്യണം? മാറ്റണം അല്ലേ? ഇതേ 50 ഗ്രാം ഇതിനൊരിക്കലും ബാലൻസ് ചെയ്യില്ല ഇതേ ദൂരത്തിലിരുന്നുകൊണ്ട്. നമ്മൾ ദൂരം ഒരല്പം കൂട്ടിയപ്പോഴത്തേക്കും നമുക്ക് ഈ 50 ഗ്രാം വെച്ച് ബാലൻസ് ചെയ്യാൻ പറ്റി. ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് ലിവർ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചത്. അപ്പോൾ ആലോചിച്ച് നോക്ക്, ദൂരം വെയിറ്റിനെ നമുക്ക് ഫോഴ്സ് എന്ന് എടുക്കാം, ദൂരത്തിന് നമുക്ക് ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് എടുക്കാം. അപ്പോൾ നമുക്ക് വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണത്? അത് ഫോഴ്സിൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അപ്പോൾ ഇവിടെയുള്ള ഫോഴ്സിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റും ഇവിടെയുള്ള ഫോഴ്സിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റും തുല്യമാകുമ്പോഴേ ബാലൻസ് ആവുള്ളൂ. ഇവിടെ നമ്മൾ 70 ന്യൂട്ടൺ ഇട്ടപ്പോഴത്തേക്കും ഫോഴ്സ് കൂടിയെന്നാണ്. അപ്പോൾ 50 കൊണ്ട് 70നെ ബാലൻസ് ചെയ്യണമെങ്കിൽ പകരം നമ്മളവിടെ എന്ത് കൂട്ടണം? ഡിസ്റ്റൻസ് കൂട്ടണം. ഇത് മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നുകൊണ്ട് നമുക്ക് ഇതിലോട്ട് വരാം. ഇഫ് there a gain in work when the applied effort is halved, അതാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ അറിയാലോ, നമ്മൾ കൊടുക്കുന്ന എഫേർട്ടിൻ്റെ ഇരട്ടി നമുക്ക് ലോഡായിട്ട് കിട്ടുമെങ്കിൽ വർക്ക് ഗെയിനും വല്ലതും അവിടെ നടക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ വർക്കിൽ മാറ്റം വല്ലതും വരുന്നുണ്ടോ? ഇല്ല എന്നുള്ളതാണ് സത്യം. ഇതാണ് സത്യം, ഇല്ല എന്നുള്ളതാണ് സത്യം. എന്ന് വെച്ചാൽ നമ്മൾ ഈ പറയുന്ന പുള്ളി ഉപയോഗിച്ചിട്ട് നമ്മൾ മുകളിലോട്ട് ലിഫ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ നോക്കുക, മുകളിലോട്ട് നമ്മൾ എന്തിനെ വലിക്കുന്നു? ഈ പറയുന്ന ലോഡിനെ വലിക്കുന്നു. അപ്പോൾ നമുക്കറിയാം നമുക്ക് ലിഫ്റ്റ് ചെയ്യേണ്ട വെയിറ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഇതിപ്പോൾ 100 ന്യൂട്ടൺ ആണെങ്കിൽ ഞാൻ ഇവിടെ 50 ന്യൂട്ടൺ കൊടുക്കുമ്പോൾ തന്നെ എന്ത് പറ്റും? എനിക്കിത് മുകളിലോട്ട് ഉയർത്താൻ പറ്റുമല്ലോ. അപ്പോൾ കാണുന്ന ഒരാൾക്ക് തോന്നും എന്നാൽ പിന്നെ ഇവിടെ നമ്മൾ വർക്ക് അല്ലേ വ്യത്യാസം വരികയല്ലേ? 100 ന്യൂട്ടൺ ഉയർത്തണമെങ്കിൽ 100 ന്യൂട്ടൺ കൊടുക്കണ്ടേ? അപ്പോഴല്ലേ ഫോഴ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് വ്യത്യാസം വരത്തുള്ളൂ. അവിടെയാണ് വ്യത്യാസം. നമ്മൾ ഈ പറയുന്ന 100 ന്യൂട്ടണെ 1 മീറ്റർ ഞാൻ ഉയർത്തണമെങ്കിൽ ഈ പറയുന്ന 50 ന്യൂട്ടൺ ഫോഴ്സ് ഉപയോഗിച്ച് ഞാൻ ഈ പറയുന്ന നൂലിനെ 2 മീറ്റർ വലിക്കണം. പിടികിട്ടിയോ? ഞാൻ ഈ പറയുന്ന സാധനത്തിൽ ആണല്ലോ വെയിറ്റ് തൂങ്ങിക്കിടക്കുന്നത്. ഈ വെയിറ്റിനെ താഴെ നിന്നും 1 മീറ്റർ ഉയർത്തണമെങ്കിൽ ഈ കയറും പുള്ളിയുണ്ടല്ലോ ഞാൻ എത്ര മീറ്റർ വലിക്കണം? അതായത് ഇവിടെ ഞാൻ 2 മീറ്റർ നൂല് വലിക്കുമ്പോഴേ ഇത് പതുക്കെ കറങ്ങി 1 മീറ്റർ ഉയരുള്ളൂ. പിടികിട്ടിയോ? ഈ നൂലിനെ ഞാൻ വലിച്ചു തുടങ്ങുകയാണ്. വലിച്ച് നൂലിൻ്റെ ഉയരം ഞാനിപ്പോൾ ഒരു പോയിന്റ് ഇവിടെ നിന്ന് മാർക്ക് ചെയ്തു എന്ന് വിചാരിക്കുക. ഈ പോയിന്റ് 2 മീറ്റർ ഉയരം സഞ്ചരിച്ച് കഴിയുമ്പോഴേ ആദ്യം വരുന്ന പൊസിഷനിൽ നിന്നും ഈ ലോഡ് 1 മീറ്റർ ഉയരം മാറുകയുള്ളൂ. അപ്പോൾ ഫോഴ്സ് പകുതിയാണെങ്കിൽ എന്ത് കൂടും? നമ്മൾ ചെയ്യേണ്ട ദൂരം കൂടും. ഫോഴ്സ് പകുതിയായാൽ ദൂരം കൂടും. അപ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും ഈക്വൽ ആയിരിക്കും. അതായത് വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോഴ്സിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ്. ദ റോപ്പ് ഈസ് പുൾഡ് 2 മീറ്റർ. 2 മീറ്റർ പുള്ള് ചെയ്തപ്പോഴത്തേക്കും ഹൗ മച്ച് വിൽ ബി ദ ലോഡ് റൈസ്? ലോഡ് എത്ര ഉയർന്നിട്ടുണ്ടാകും? അത് 1 മീറ്റർ ആയിരിക്കും. അത് എത്രയായിരിക്കും? 1 മീറ്റർ ആയിരിക്കും. കാരണം അഡ്വാൻറ്റേജ് 2 അല്ലേ, ഇരട്ടിയല്ലേ മാറിയത്. അപ്പോൾ ലോഡ് പകുതിയായി മാറിയാൽ ദൂരം അതിൻ്റെ ഇരട്ടിയായിട്ട് മാറണം. ഇവിടെ നോക്കിക്കോ, പിടികിട്ടിയോ? ലോജിക്ക് പിടികിട്ടിയോ? അതിനാണ് ഞാൻ നേരത്തെ ഈ സംഭവം പറഞ്ഞു തന്നത്. ഇത് വെച്ച് ആലോചിക്കുക. ഫോഴ്സ് കൂടിയാൽ പകരം ഡിസ്റ്റൻസ് കുറയണം. ഇനി ഫോഴ്സ് കുറഞ്ഞാൽ പകരം ഡിസ്റ്റൻസ് എന്ത് ചെയ്യണം? കൂടണം. ഇവിടെ ഡിസ്റ്റൻസ് കൂടുകയാണ് ചെയ്യുന്നത്. സോ വാട്ട് ഷുഡ് ബി ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ റോപ്പ് വെൻ ദ എഫേർട്ട് അപ്ലൈഡ് റൈസസ് ദ ലോഡ് ബൈ 1 മീറ്റർ? ഓക്കെ, റോപ്പ് എത്ര ഡിസ്പ്ലേസ് ചെയ്തിട്ടുണ്ട്? 1 മീറ്റർ ആണ് ഉയർന്നിട്ടുള്ളതെങ്കിൽ 2 മീറ്റർ എങ്കിലും റോപ്പ് ഡിസ്പ്ലേസ്മെന്റ് നടന്നാലേ ഇത് 1 മീറ്റർ ഉയരുള്ളൂ. അപ്പോഴേ അത് രണ്ടും തുല്യമാകത്തുള്ളൂ. അതായത് ഇവിടെയാണ് പറയുന്നത്, കണ്ടോ, വർക്ക് എന്ന് വെച്ചാൽ ഫോഴ്സിൻ്റെ ഡിസ്പ്ലേസ്മെന്റ്. ഫോഴ്സ് പകുതിയായാൽ അതനുസരിച്ച് ഡിസ്പ്ലേസ്മെന്റ് ഇരട്ടിയാവണം. അപ്പോൾ ആ ഇരട്ടിയും നമ്മൾ വെട്ടിപ്പോയിട്ട് വർക്ക് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? ഫോഴ്സിൻ്റെ ഡിസ്പ്ലേസ്മെന്റിന് തുല്യമായിരിക്കും. അതായത് ഒരു സിമ്പിൾ മെഷീനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും വർക്കിൽ മാറ്റം ഉണ്ടാവത്തില്ല. നമ്മുടെ എഫേർട്ട് കുറയുമെന്നേ ഉള്ളൂ. പക്ഷെ കുറയുന്ന എഫേർട്ടിന് വേണ്ടി നമ്മൾ കൂടുതൽ നേരമോ കൂടുതൽ ദൂരമോ വർക്ക് ചെയ്യേണ്ടി വരും. കോൺസെപ്റ്റാണ്, മനസ്സിലാക്കുമെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു ഉദാഹരണം പറയാം. ഒരു ആളെ നമുക്ക് ഇപ്പോൾ ഒരു വസ്തുവിൽ ഒരു വലിയ കല്ല്, ഈ കല്ലിനെ എനിക്ക് എടുത്ത് ഇത്രയും ദൂരം ഉയർത്തി വയ്ക്കാൻ ഞാൻ കൂടുതൽ ജോലി ചെയ്യണം. പകരം ഇങ്ങനെ ചരിഞ്ഞൊരു പ്രതലത്തിലൂടെ അതിനെ ഉരുട്ടിക്കൊണ്ട് പോകാൻ ഞാൻ കൊടുക്കേണ്ട ബലത്തിൻ്റെ അളവ് കുറവായിരിക്കും. പക്ഷെ പകരം ഞാൻ എന്താ ചെയ്തേ? ഇത്രയും ദൂരം മാറ്റേണ്ടതിന് പകരം ഉരുട്ടിക്കയറ്റണമെങ്കിൽ ഞാൻ അതിനെ ഇവിടുന്നേ എന്ത് ചെയ്യണം? ഉരുട്ടണം. അപ്പോഴാണല്ലോ ഞാൻ കൊടുക്കേണ്ട എഫേർട്ട് കുറഞ്ഞു കിട്ടിയത്. അപ്പോൾ ഇവിടെ കൊടുക്കേണ്ട എഫേർട്ട് കുറഞ്ഞതുകൊണ്ട് ദൂരം കൂട്ടി, ഇവിടെ ദൂരം കുറവായതുകൊണ്ട് കൊടുക്കേണ്ട എഫേർട്ട് എന്ത് ചെയ്യണം? കൂട്ടണം. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. നമ്മൾ സിമ്പിൾ മെഷീൻസ് ഉപയോഗിച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഒരിക്കലും അവിടെ എന്ത് വരത്തില്ല?
വർക്കിന് ഗെയിൻ വരത്തില്ല. വർക്ക് ബിഫോർ ആൻഡ് ആഫ്റ്റർ തുല്യമായിരിക്കും. ഇനി ഇതൊന്നും മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ഇത് മാത്രം പഠിച്ചു വയ്ക്കുക. വർക്ക് എന്ന് പറയുന്നത് ബിഫോറും ആഫ്റ്ററും തുല്യമായിരിക്കും. അതായത് സിമ്പിൾ മെഷീൻ ഉപയോഗിക്കുന്നതിന് മുമ്പുള്ള വർക്കും സിമ്പിൾ മെഷീൻ ഉപയോഗിച്ച് കഴിഞ്ഞാലുള്ള വർക്കും, അല്ലെങ്കിൽ സിമ്പിൾ മെഷീൻ ഉപയോഗിച്ച് കൊടുക്കുന്ന എഫേർട്ടും സിമ്പിൾ മെഷീനോടുത്ത് കൊടുക്കുന്ന ലോഡും മാറ്റാൻ വേണ്ടി കൊടുക്കുന്ന വർക്കും എപ്പോഴും എന്തായിരിക്കും? തുല്യമായിരിക്കും. അതാണ് ഇവിടുത്തെ ഒരു എക്സാമ്പിൾ വെച്ച് പ്രൂവ് ചെയ്തേക്കുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഒന്ന് ശ്രദ്ധിച്ചാലേ പിടിയിട്ടുള്ളൂ. നോക്കടാ, എ മൂവബിൾ പുള്ളി ഈസ് ലിഫ്റ്റഡ് ടു ഈസ് യൂസ്ഡ് ടു ലിഫ്റ്റ് 600 ന്യൂട്ടൺ ലോഡ്. 600 ന്യൂട്ടൺ ഉള്ള ഒരു ലോഡിനെ ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു പുള്ളി ഉപയോഗിച്ചു. വെൻ ദ റോപ്പ് ഈസ് പുൾഡ് 8 മീറ്റർ ബൈ അപ്ലൈയിങ് എ ഫോഴ്സ് ഓഫ് 300 ന്യൂട്ടൺ. അപ്പോൾ ഇതിനെ ഉയർത്താൻ വേണ്ടിയിട്ട്, അതായത് ഇപ്പോൾ നിങ്ങളിങ്ങനെ സങ്കല്പിച്ച് നമുക്കൊന്ന് വരച്ചൊന്ന് കാണിക്കാൻ ശ്രമിക്കാം. ഞാൻ ഇതാണ് ഒരു പുള്ളി, ആദ്യം പുള്ളി ഇരിക്കുന്ന പൊസിഷൻ. ഈ പുള്ളിയിൽ ഞാൻ 600 ന്യൂട്ടൺ വെയിറ്റ് ഉള്ളൊരു വസ്തുവിനെ തൂക്കിയിട്ടേക്കാണ്. ഓക്കെ, ഇതിൽ ഒരു റോപ്പും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതിന് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു റോപ്പും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഈ റോപ്പ് ഞാൻ 8 മീറ്റർ ഉയരം വലിച്ചു. അതായത് ആദ്യം ഇരുന്നത് ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. 8 മീറ്റർ ഉയരം ഞാൻ വലിച്ചു. വലിക്കാൻ വേണ്ടി ഞാൻ കൊടുത്തത് എത്രയാണ്? 300 ന്യൂട്ടൺ ബലമാണ്. എങ്കിൽ ലോഡ് എന്ന് പറയുന്നത് ഇവിടെ ഉണ്ടായിരുന്നു ആദ്യം. ഞാൻ 8 മീറ്റർ ദൂരം മുകളിലോട്ട് വലിച്ചപ്പോഴത്തേക്കും ഈ പുള്ളിയുടെ ഉയരം ഇപ്പോഴുള്ള ഈ പുള്ളിയുടെ പൊസിഷൻ എന്ന് പറയുന്നത് ഇവിടെയാണ്. അതായത് ഇത്രയും ദൂരം 4 മീറ്റർ ദൂരം ഇത് സഞ്ചരിച്ചു. 4 മീറ്റർ ദൂരം സഞ്ചരിച്ചു. എങ്കിൽ ഇവിടെ വർക്ക് ഗെയിനൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് പ്രൂവ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുമില്ല, നമുക്കറിയാം അല്ലേ? ആദ്യം നമ്മൾ എടുക്കുന്നത് ഈ ലോഡും ഈ ദൂരവും, അടുത്ത് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഈ ലോഡും ഈ ദൂരവും. നോക്കടാ, ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ ഒബ്ജക്റ്റ്, ഇതാണല്ലോ നമ്മുടെ ഒബ്ജക്റ്റ്. എത്ര ദൂരം ഡിസ്പ്ലേസ് ചെയ്തു? 4 മീറ്റർ. എത്രയായിരുന്നു അതിൻ്റെ ബലം? 600 ന്യൂട്ടൺ. നമ്മൾ വയറിന് എത്ര ദൂരം വലിച്ചു? 8 മീറ്റർ. എത്ര ബലം കൊടുത്തു? 300. സോ ഇവിടുത്തെ വർക്ക്, ആദ്യത്തെ ഈ സിസ്റ്റത്തിൻ്റെ വർക്ക് എത്രയാണ്? 600 × 4 2400. ഇതിൻ്റെ വർക്ക് എത്രയാണ്? 300 × 8 എത്രയായിരിക്കും? അതും 2400 തന്നെ ആയിരിക്കും. കണ്ടോ? അപ്പോൾ വർക്ക് ബിഫോറും ആഫ്റ്ററും ഈക്വൽ ആയിരിക്കും. ഇവിടെ 600 ന്യൂട്ടണ് ഞാൻ 300 ന്യൂട്ടൺ കൊണ്ട് ബാലൻസ് ചെയ്ത് വലിച്ചിട്ടുണ്ടെങ്കിൽ 4 മീറ്റർ ദൂരം വലിക്കാൻ ഞാൻ 8 മീറ്റർ ചെയ്യേണ്ടി വന്നു. പിടികിട്ടിയോ? 600 ന്യൂട്ടൺ ഉള്ള വസ്തുവിനെ 400 ന്യൂട്ടൺ കൊണ്ട് ഞാൻ ഉയർത്തണമെങ്കിൽ 1 മീറ്റർ ഉയർത്താൻ അതിൻ്റെ ഇരട്ടി ഞാൻ ഈ വയറിനെ വലിക്കേണ്ടി വരും. 4 മീറ്റർ ഉയർത്താൻ 8 മീറ്റർ ഞാൻ വലിക്കേണ്ടി വന്നു. ഇത്രയും കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് സാധനം. ഇതോടുകൂടി നമ്മൾ എന്ത് കഴിഞ്ഞു? മൂവബിൾ പുള്ളിയും കഴിഞ്ഞു. മൂവബിൾ പുള്ളി ഗെയിൻ ഇൻ വർക്ക് മനസ്സിലായല്ലോ. ഇപ്പം ദ റോപ്പ് ഈസ് പുൾഡ് 2 മീറ്റർ ഇൻ ദ മൂവബിൾ പുള്ളി. ലോഡ് റൈസ് ചെയ്യുന്ന എപ്പോഴും 1 മീറ്റർ ആയിരിക്കും. അപ്പോൾ അത് മനസ്സിലായി. ഇരട്ടിയുടെ കളിയാണ് എപ്പോഴും ഉണ്ടാവുന്നത്. സോ വർക്കിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരിക്കലും ഒരു ഗെയിന് ഉണ്ടാകാൻ പോകുന്നില്ല. വർക്കിനെ സംബന്ധിച്ച് അവിടെ ഒരു ഗെയിനും ഉണ്ടാകാനായിട്ട് പോകുന്നില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് വീൽ ആൻഡ് ആക്സിൽ. ഓക്കെ, വീൽ ആൻഡ് ആക്സിൽ. ഈ വീൽ ആൻഡ് ആക്സിൽ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫിൽ ഞാൻ പറയാം, നിങ്ങൾ ഉറപ്പായിട്ട് കണ്ടിട്ടുണ്ട്. നിങ്ങൾ കാറിൽ സഞ്ചരിച്ചിട്ടുണ്ടോ? ഈ കാറിൻ്റെ സ്റ്റിയറിംഗ് വീലുണ്ടല്ലോ, എന്തിന് ഉദാഹരണമാണ്? വീൽ ആൻഡ് ആക്സിലിന് തുല്യമാണ്. പോട്ടെ, നമ്മുടെ ഈ ട്രെയിനൊക്കെ ട്രാക്കിലൂടെ ഉരുണ്ടു പോകുന്ന കണ്ടിട്ടുണ്ടോ? അതിലുള്ളത് എന്ത് തന്നെയാണ്? വീലും ആക്സിലുമാണ്. അതായത് കറങ്ങുന്ന ഒരു വസ്തു വീല്, അതിന് നടുക്കായിട്ട് കൊടുത്തേക്കുന്ന അതിനോടൊപ്പം കറങ്ങുന്ന ഒരു സാധനം, ഇതിനാണ് നമ്മൾ ആക്സിൽ എന്ന് വിളിക്കുന്നത്. ഇത് വീല്, ഇത് ആക്സിൽ. വീല് കറങ്ങുന്നതിനോട് അതേ രൂപത്തിൽ ആരും കറങ്ങും? ആക്സിലും കറങ്ങും. അപ്പോൾ പിന്നെ എന്തിനാ അതിൻ്റെ ഉപയോഗം? വീല് കറങ്ങുന്ന അതുപോലെയല്ലേ ആക്സിൽ കറങ്ങുന്നത്. അതുകൊണ്ട് വല്ല ഗുണമുണ്ടോ? ഉണ്ട്. എന്താണ് ഗുണം? തൊട്ട് മുമ്പേ പറഞ്ഞ ഗുണം. എന്ത് ഗുണം? സിമ്പിൾ മെഷീനുകളിൽ വർക്ക് എന്ന് പറയുന്നത് ബിഫോറും ആഫ്റ്ററും അല്ലെങ്കിൽ എഫേർട്ടും ലോഡും ഈക്വൽ ആയിരിക്കും. ഒരിടത്ത് നമ്മൾ ഫോഴ്സ് കൂട്ടിയാൽ അപ്പുറത്ത് നമ്മൾ ഡിസ്റ്റൻസ് കൂട്ടണം. ഇനി ഒരിടത്ത് നമ്മൾ ഡിസ്റ്റൻസ് കൂട്ടിയാൽ അപ്പുറത്ത് അതനുസരിച്ച് എന്ത് കൂടും? ഫോഴ്സ് കൂടും. കിട്ടിയോ? ഇവിടെ അതാ നടക്കുന്നത്. ഈ പറയുന്ന വീല് കറങ്ങുന്നതിനനുസരിച്ച് നടുക്കത്തെ ഈ ചെറിയ സാധനം കറങ്ങും. അപ്പം വീല് നമ്മളാണ് കറക്കുന്നതെങ്കിൽ ഈ പറഞ്ഞ ആക്സിൽ ഇതിനോടൊപ്പം കറങ്ങുമല്ലോ. അപ്പം നമ്മളിവിടെ കൊടുക്കുന്ന എന്തോ ഒരു സാധനത്തിന് വ്യത്യാസം വരും. എന്താ വ്യത്യാസം? ഡിസ്റ്റൻസ്. നമ്മൾ കൊടുക്കുന്ന പോയിന്റ് മുതൽ ഈ സെൻറ്റർ വരെയുള്ള ദൂരം, അതൊരു സർക്കിൾ ആയതുകൊണ്ട് നമുക്ക് റേഡിയസ് ഒന്ന് വിളിച്ചുകൂടെ? ഈ പറഞ്ഞ ചെറിയ വൃത്തത്തിനും ഒരു സെൻറ്റർ ഉണ്ടല്ലോ, അതുകൊണ്ട് ഇവിടെ വരെയുള്ള ദൂരവും സത്യത്തിൽ റേഡിയസ് തന്നെ അല്ലേ? ആണ്. അപ്പം നമുക്കിവിടെ കാണുമ്പോൾ എന്താ മനസ്സിലാവുന്നത്? നമ്മളൊരു ബലം ഇവിടെ കൊടുക്കുന്നു, കൊടുത്ത് ഇതിനെ കറക്കുന്നു. ബലം ആക്ട് ചെയ്യുന്ന റേഡിയസ് ഇവിടെ കൂടുതൽ, ഇവിടെ കുറവാണ്. പക്ഷെ നമുക്കറിയാം ഇവിടെ കൊടുക്കുന്ന വർക്കും ഇവിടെ കിട്ടുന്ന വർക്കും തുല്യമാകണം.
അപ്പോൾ ഇവിടെ നമ്മുടെ ദൂരം കൂടുതൽ, ഫോഴ്സ് കുറവ്. അപ്പോൾ ഇവിടെ ദൂരം കുറവാകുമ്പോൾ ഇവിടെ ഫോഴ്സ് എന്ത് ചെയ്യണം? കൂടണം. ഒരു ലോജിക്ക് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സാധനം കത്തിയിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് ഈ പറയുന്ന ടയറുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും കറക്കാനാണ് ആരുപയോഗിക്കുന്നത്? സ്റ്റിയറിംഗ് ഉപയോഗിക്കുന്നത്. ഈ സ്റ്റിയറിംഗ് തീരെ ചെറുതാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമുക്ക് ഈ ടയർ ഇറക്കി, ഇപ്പോഴത്തെ ഇലക്ട്രോണിക് സ്റ്റിയറിംഗ് ഉള്ള വണ്ടികളുടെ കാര്യം അല്ല പറയുന്നത് കേട്ടോ, പണ്ടത്തെ സ്റ്റിയറിങ്ങിൻ്റെ കാര്യമോ പറയുന്നത്. നിങ്ങളത് കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല. പണ്ട് ഈ പറയുന്ന നമ്മളെ ലോറി, പണ്ടത്തെ ലോറിയൊക്കെ വളയ്ക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആ ഡ്രൈവർ അതിൻ്റെ മുകളിൽ കയറി നിന്ന് പിടിച്ച് വലിച്ചതിരിക്കുന്നു. ആ സ്റ്റിയറിങ്ങിൻ്റെ വലിപ്പവും ഭയങ്കര കൂടുതലായിരിക്കും അല്ലേ? ബസ്സിൻ്റെ സ്റ്റിയറിങ്ങും കാറിൻ്റെ സ്റ്റിയറിംഗ് നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? കാറിൻ്റെ സ്റ്റിയറിംഗ് ചെറുതായിരിക്കും, ബസ്സിൻ്റെ പക്ഷേ കുറച്ചുകൂടി വലുതായിരിക്കും. പ്രത്യേകിച്ച് പ്രൈവറ്റ് ബസ്സും KSRTC ബസ്സും. ഇപ്പോഴത്തെ ഹൈടെക് ബസ്സിൻ്റെ കാര്യം അല്ല പറയുന്നത്, ഇച്ചിരി പഴയതിൻ്റെ സാധനം. എന്തുകൊണ്ടാണ്? അപ്പോൾ നമ്മൾ ഈ പറയുന്ന സാധനം കറക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കൂടുതൽ ദൂരത്തിലാണ് ചെറിയ ബലം കൊടുക്കുന്നത്. അപ്പോൾ ഈ ബലം താഴോട്ട് ട്രാൻസ്ഫർ ആയി പോകുമ്പോൾ ദൂരം കുറയും. അപ്പോൾ അവിടുത്തെ ബലം എന്ത് ചെയ്യും? നോർമലി കൂടണം. ശാസ്ത്രീയമായി എന്ത് ചെയ്യണം? കൂടണം. അപ്പോൾ നമുക്ക് ടയർ കറക്കാൻ നല്ല ബലം വേണം. പക്ഷെ അത്രയും ബലം നമ്മൾ കൈകൊണ്ട് കൊടുത്താൽ നമ്മൾ പെട്ടെന്ന് ക്ഷീണിച്ചു പോകും. അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീൽ ആക്സിൽ മെക്കാനിക്സ് ഉപയോഗിക്കുന്നത്. ഞാൻ എക്സാമ്പിൾ നിങ്ങൾക്ക് അറിയാവുന്ന സ്റ്റിയറിംഗ് ആയതുകൊണ്ടാണ് പറയുന്നത്. ഇപ്പോൾ കിണറ്റിൽ നിന്ന് വെള്ളം എടുക്കുന്ന കേസ് നോക്കുക. ഈ കിണറ്റിൽ നിന്ന് വെള്ളം എടുക്കാനായിട്ട് നമുക്കറിയാം ബലം കൊടുത്ത് സാധാ പുള്ളി വെച്ച് ഉപയോഗിക്കാം. പക്ഷെ നമ്മളിവിടെ ഈ വീൽ ആൻഡ് ആക്സിൽ ഉപയോഗിക്കുമ്പോൾ ഈ വീല് കറക്കാനായിട്ട് അപ്പോൾ ഇതേ വെള്ളം നമ്മൾ ഒരു പുള്ളി ഉപയോഗിച്ചിട്ടാണ് കറക്കുന്നതെങ്കിൽ, ഒരു കയറ് കെട്ടിയിട്ട് ഒരു പുള്ളി ഉപയോഗിച്ചിട്ടാണ് വലിക്കുന്നതെങ്കിൽ നമ്മളിവിടെ കൂടുതൽ ബലം അല്ലെങ്കിൽ കൂടുതൽ ഫോഴ്സ് കൊടുക്കേണ്ടി വരും. അതേ സാധനം ഈ ഒരു വീൽ ആക്സിൽ മെത്തേഡിലാവുമ്പോൾ എന്ത് പറ്റും? നമ്മൾ ഈ വീല് കറക്കുന്നതനുസരിച്ച് ഈ ആക്സിലും കറങ്ങും. അപ്പോൾ അതിൽ ഈ പറയുന്ന നൂല് ചുരുണ്ട് വരുമ്പോഴത്തേക്കും ഇത് മുകളിലോട്ട് കയറി വരും. ഇതാണ് സംഭവം. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുക്കേണ്ട ബലത്തേക്കാൾ കുറഞ്ഞ ബലം ഇവിടെ കൊടുത്താൽ മതി. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ബലം കൊടുക്കുമ്പോൾ ഇവിടെ ടോർക്ക് എന്ന് പറയുന്നൊരു സംഭവമാണ് വരുന്നത് കേട്ടോ. റൊട്ടേറ്റിംഗ് ഫോഴ്സിനാണ് ടോർക്ക് എന്ന് പറയുന്നത്. നമ്മളൊരു ബലം കൊടുത്തു, ഈ ബലം സെൻറ്റർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് R. ഇതിനാണ് ടോർക്ക് എന്ന് പറയുന്നത്. ടേണിംഗ് ഫോഴ്സ് എന്ന് പറയും. ഇവിടെ നമ്മൾ കൊടുക്കുന്ന ടേണിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് ഇത്രയും ദൂരത്തേക്ക്, R ദൂരത്തേക്കാണ്. പക്ഷെ അതേ ബലം ഇവിടെ ആക്ട് ചെയ്യുമ്പോൾ അത് R ദൂരത്തേക്കാണ്. അപ്പോൾ മെക്കാനിക്കൽ അഡ്വാൻറ്റേജിൽ എന്ത് മാറ്റം വരും? നമുക്കൊന്ന് നോക്കിയാലോ. നോക്കടാ, ഇവിടെ നോക്കിയേ, വലിയ സർക്കിളിൻ്റെ റേഡിയസ് 2π. അതിൻ്റെ ഈ പറയുന്ന ദൂരം ഒന്ന് എടുത്തേ. റേഡിയസ് എടുക്കേണ്ട, ദൂരം പറയുമ്പോൾ കുറച്ചുകൂടി കിട്ടും. ഇവിടെ ഇത്രയും ദൂരം കറങ്ങും. അപ്പോൾ സർക്കിളിൻ്റെ പെരിമീറ്റർ 2πr എന്നറിയാലോ. ഇവിടെ സഞ്ചരിച്ച ദൂരം നമുക്കറിയാം. വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞറിയാമല്ലോ, ഫോഴ്സ് കൂടിയാൽ അപ്പുറത്തെ കേസിൽ ഡിസ്പ്ലേസ്മെൻറ്റ് കുറയണം. അപ്പോഴേ എന്ത് പറ്റുള്ളൂ? ബാലൻസ് ആവുള്ളൂ. അപ്പോൾ ഇവിടെ നോക്കിയേ, നമ്മൾ ഈ വലിയ സർക്കിൾ കറക്കുന്ന സമയത്ത് കൂടുതൽ ദൂരം പോകുന്നുണ്ട്. അതായത് 2π R ദൂരമാണ് കറങ്ങുന്നത്. ഇവിടെ ആണെങ്കിലോ 2π r ദൂരമായിരിക്കും കറങ്ങുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുക്കുന്ന ബലവും അത് കാരണം ഇവിടെ ഉണ്ടാകുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എഫേർട്ട് ഇൻറ്റു 2πr. നമ്മൾ കൊടുക്കുന്ന ബലത്തിന് എഫേർട്ട് എന്നല്ലേ വിളിക്കുന്നത്. അപ്പോൾ എഫേർട്ട് ഇൻറ്റു 2πr. നമുക്കിവിടെ കിട്ടുന്ന ബലം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇവിടെയാണ് ലോഡ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ കിട്ടുന്ന എന്തായിരിക്കും? ലോഡ് ഇൻറ്റു 2πr. അപ്പോൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇതൊരു വലിയ സംഖ്യ, ഇതൊരു ചെറിയ സംഖ്യ. നമ്മൾ കൊടുക്കുന്ന എഫേർട്ട് ഇൻറ്റു ഈ സംഖ്യ ചെയ്യുമ്പോൾ ഇവിടെ തുല്യത വരണമെങ്കിൽ ഈ പറയുന്ന ലോഡ് എന്ത് ചെയ്യണം? ലോഡ് എന്ന് പറയുന്ന ബലം എന്ത് ചെയ്യണം? കൂടണ്ടേ. അപ്പോൾ നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും? നമ്മളൊരു ചെറിയ എഫേർട്ട് കൊടുത്തുകൊണ്ട് നമുക്ക് വലിയൊരു ലോഡ് വലിക്കാൻ പറ്റും. ഇവിടെ നോക്കിയേ, നമുക്കിങ്ങനെ കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ ലോഡ് ബൈ എഫേർട്ട്, ഇവിടെ എഫേർട്ട് ഉണ്ട്, ഇവിടെ ലോഡ് ഉണ്ട്. നമുക്കറിയാം മെക്കാനിക്കൽ അഡ്വാൻറ്റേജിൻ്റെ ഫോർമുല എന്താണ്? ലോഡ് ബൈ എഫേർട്ട്. അപ്പോൾ ലോഡിനെ ഇവിടെ ഇട്ടു, ഈ എഫേർട്ടിനെ താഴെ കൊണ്ടുവന്നു. അപ്പോൾ എന്തായി? ലോഡ് ബൈ എഫേർട്ട്. ഇത് എന്തിന് ഈക്വലാണ്? 2πr ബൈ 2π r. 2π R ബൈ എന്താണ്? 2π r. 2πയും 2πയും വെട്ടി R ബൈ r. അപ്പോൾ ഇവിടുത്തെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? റേഡിയസ് തമ്മിലുള്ള വ്യത്യാസത്തിന് ഈക്വൽ ആയിരിക്കും. പിടികിട്ടിയോ? വലിയ റേഡിയസും ഇവിടെ ചെറിയ റേഡിയസും ആണെങ്കിൽ നമുക്ക് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കൂടും. Since the radius of the wheel is larger than the radius of the axle and the radius of the axle is small, mechanical advantage will be greater than 1. As the radius of the wheel increases, the mechanical advantage also increases. ഇതാണ് സംഭവം. പിടികിട്ടിയോ? നമ്മൾ വലിയ ഒരു ദൂരം കറക്കി ചെറിയ ബലം കൊടുക്കുമ്പോൾ അപ്പുറത്തത് ചെറിയ ദൂരം കറങ്ങി വലിയ ബലം കൊടുക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഈസി ആയിട്ട് ഈ പറയുന്ന വീൽ ആക്സിൽ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട്
ലോഡുകൾ മൂവ് ചെയ്യിപ്പിക്കാനായിട്ട് പറ്റുന്നത്. ഓക്കെ ആണല്ലോ, മൂവ് ചെയ്യിപ്പിക്കാനായിട്ട് പറ്റുന്നത്. ഇതാണ് എന്തെന്ന് പറയുന്നത്, വീൽ ആക്സിൽ എന്ന് പറയുന്നത്. അപ്പോൾ വീൽ ആൻഡ് ആക്സിൽ സിസ്റ്റം എന്ന് പറയുമ്പോൾ പിടികിട്ടി കാണുമല്ലോ. എന്തായിരിക്കും, ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ ദ ഒബ്ജക്റ്റ് ടൈഡ് ടു ദ ആക്സിൽ റോപ്പ് ആഫ്റ്റർ 1 ഫുൾ റൊട്ടേഷൻ എന്ന് പറയുന്നത് 2π സ്മോൾ ആർ. ചെറിയ ആക്സിൽ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഇത് വീല്, ഇത് ആക്സിൽ. ആക്സിലിൽ കെട്ടിയിട്ടുള്ള ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്ന ദൂരം എന്ന് പറയുന്നത് ഇതിൻ്റെ പെരിമീറ്റർ. അപ്പോൾ എന്താണ്, 2π സ്മോൾ ആർ. ഈ വലിയതിലാണെങ്കിൽ അത് എന്തായിരിക്കും, വലിയ ഒബ്ജക്റ്റ് മൂവ് ചെയ്ത ദൂരം എന്ന് വെച്ചാൽ എന്തായിരിക്കും, അത് 2π ക്യാപിറ്റൽ ആർ. അപ്പോൾ ഇവിടെ കൂടുതൽ ദൂരം സഞ്ചരിച്ചു, അതേ ഫോഴ്സ് അത് ഇങ്ങോട്ട് ട്രാൻസ്മിറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും ദൂരം കുറവാണ്, അപ്പോൾ ഫോഴ്സ് എന്ത് ചെയ്യും, കൂടും. അപ്പോൾ അതാണ് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ലോഡ് ബൈ എഫേർട്ട് ക്യാപിറ്റൽ ആർ ബൈ സ്മോൾ ആർ ആയിട്ട് വരും. സോ എത്രത്തോളം വലുത് ഉപയോഗിക്കാൻ പറ്റൂ അത്രത്തോളം കൂടുതൽ ബലം നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു തരട്ടെ. ഇത് ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതായത് ചില നട്ട് സ്ക്രൂ ഒക്കെ ഉണ്ടല്ലോ, ഇതിങ്ങനെ ജാമായിരിക്കുമ്പോൾ നമ്മൾ ചെറിയ സ്പാനർ ഉപയോഗിച്ചിട്ട് നമ്മൾ ഊരാൻ നോക്കിയാൽ പറ്റത്തില്ല. പക്ഷേ ഈ സ്പാനറിനോടൊപ്പം തന്നെ ചില ആൾക്കാർ ഈ ഒരു വലിയ പൈപ്പും കൂടെ വെച്ചിട്ട് നമ്മൾ ഒന്ന് കൊടുക്കുമ്പോഴത്തേക്കും ഇത് ഊരി വരും. ആൺകുട്ടികൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. എന്തുകൊണ്ടാ ദേ ഈ കറങ്ങുന്ന റൊട്ടേറ്റിംഗ് ദൂരം കൂടുതലാണ്. അപ്പോൾ കൂടുതൽ ബലം എവിടെ ആക്ട് ചെയ്യും, ഇവിടെ ആക്ട് ചെയ്യും. ഇവിടെ നമ്മൾ കുറച്ച് ബലം കൊടുത്താൽ മതിയാകും. അപ്പോൾ ഇങ്ങനെയാണ് വീൽ ആൻഡ് ആക്സിൽ സിസ്റ്റം വർക്ക് ആകുന്നത്. സ്റ്റിയറിംഗ് കറക്കുന്ന കേസിൽ ഇത് തന്നെയാണ്. അപ്പോൾ സ്റ്റിയറിംഗ് നമുക്ക് ചെറിയ ബലം നമ്മൾ കൊടുത്താൽ മതി. ഇത്രയും ദൂരം നമ്മൾ മൂവിപ്പിക്കുന്നതുകൊണ്ട് തന്നെ ഇവിടുത്തെ വർക്ക് ആക്സിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ അവിടെ ദൂരം കുറച്ച് മതി എന്നുള്ളത് കൊണ്ട് ഫോഴ്സ് എന്തായിട്ട് മാറും, കൂടുതലായിട്ട് മാറും. അങ്ങനെ നമുക്ക് ഈസി ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് വീൽ ആൻഡ് ആക്സിൽ സിസ്റ്റത്തിനകത്ത് പറയുന്നത്. അപ്പോൾ എന്താ അവിടെ പഠിച്ചു വെക്കേണ്ടത്, ഒരു വീൽ ആൻഡ് ആക്സിൽ സിസ്റ്റത്തിനെ സംബന്ധിച്ചിടത്തോളം മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്തിന് തുല്യമായിരിക്കും, വലിയ സർക്കിളിൻ്റെ റേഡിയസ് ബൈ ചെറിയ സർക്കിളിൻ്റെ റേഡിയസ്. വലിയ സർക്കിളിൻ്റെ റേഡിയസ് എത്രത്തോളം കൂടുന്നു അത്രത്തോളം മെക്കാനിക്കൽ അഡ്വാൻറ്റേജും കൂടും. ഇതാണ് പറയുന്നത്. ഇവരുടെ റേഷ്യോ എത്രയാണോ വരുന്നത് അത്രത്തോളം മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഇവിടെ കൂടിക്കിട്ടും. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത് വീൽ ആൻഡ് ആക്സിൽ എന്ന് പറയുന്നത്. വീൽ ആൻഡ് ആക്സിൽ എന്ന് പറയുന്നത്. ഓക്കെ ആയി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അതായത് വർക്ക് ഗെയിൻ ഇവിടെ ഉണ്ടാകത്തില്ല, എഫേർട്ട് നമുക്ക് കുറഞ്ഞു കിട്ടും, പക്ഷേ നമുക്ക് കിട്ടുന്ന ലോഡ് കപ്പാസിറ്റി എന്ന് പറയുന്നത് കൂടുതൽ ആയിരിക്കും. ഇതാണ് എന്തെന്ന് പറയുന്നത്, വീൽ ആൻഡ് ആക്സിൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന മറ്റൊരു സിമ്പിൾ മെഷീനാണ് ഗിയർ എന്ന് പറയുന്നത്. നിങ്ങളെല്ലാവരും ഗിയർ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള, അല്ലെങ്കിൽ നിങ്ങൾ കുട്ടികൾക്ക് ഇപ്പോൾ പരിചയമുള്ളൊരു ഗിയർ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ ബൈസിക്കിൾ അഥവാ നമ്മുടെ സൈക്കിളിലെ ഗിയറാണ്. അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ, സൈക്കിളിൽ ഗിയർ എന്ന് പറയുന്ന ആ ഒരു സാധനം അറിയാലോ. എന്താ ഗിയർ എന്ന് വെച്ചാൽ ഇങ്ങനെ പൽചക്രം നമ്മൾ മലയാളത്തിൽ പറയും. അതായത് ഇങ്ങനെ വീൽ, ടൂത്തഡ് ആയിട്ടുള്ളൊരു വീലുണ്ടാവും എന്ന് വെച്ചാൽ കണ്ടോ, ഈ സാധനത്തിനാണ് ടൂത്ത് എന്ന് വിളിക്കുന്നത്. ഇങ്ങനെയുള്ള കുറേ ഒരു വീലുണ്ടാവും അല്ലേ? ഈ വീലിനാണ് നമ്മൾ ഗിയർ എന്ന് വിളിക്കുന്നത്. ഇത് എന്താ ചെയ്യുന്നത് സൈക്കിളിൽ, നമ്മൾ പെഡൽ ചവിട്ടും അല്ലേ? നമ്മൾ ഈ പെഡൽ എന്ന് പറയുന്നത് ചവിട്ടും. അപ്പോൾ ഈ ചവിട്ടുമ്പോൾ ഉണ്ടാകുന്ന സർക്കുലാർ അല്ലെങ്കിൽ റൊട്ടേഷൻ മോഷൻ ടയറിലേക്ക് കൊണ്ടെത്തിക്കുന്നത് ഈ പറയുന്ന ഗിയറും അതിൽ ഘടിപ്പിച്ചിട്ടുള്ള ചെയിനുമാണ്. നമ്മൾ ബൈസിക്കിള്, മോട്ടോർ സൈക്കിള്, സ്കൂട്ടർ, ഇതിനകത്തൊക്കെ ഇതുണ്ട്, കാറിലും ഇതുണ്ട്. അപ്പോൾ എന്താണ് ഗിയറിൻ്റെ ജോലി, അതാണ് ഇവിടെ ആദ്യം പഠിക്കേണ്ടത്. അപ്പോൾ ഗിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അതൊരു മെക്കാനിക്കൽ ഡിവൈസ് ആണ്. എന്തിനാ, ഇത് മോട്ടോറിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ എവിടെയെങ്കിലും ഉണ്ടാകുന്ന മോഷനെ ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ്. സോ ദേ ആർ യൂസ്ഡ് ടു ട്രാൻസ്ഫർ മോഷൻ ഓർ ഫോഴ്സ് ഫ്രം വൺ പാർട്ട് ഓഫ് എ മെഷീൻ ടു അനദർ. ഇപ്പോൾ നിങ്ങൾ സൈക്കിളൊക്കെ ചിന്തിച്ചാൽ മതി. നമ്മൾ സൈക്കിൾ ചവിട്ടുന്നു, അപ്പോൾ ചവിട്ടുമ്പോൾ ഈ പറയുന്ന പെഡലിൽ നമ്മൾ കൊടുക്കുന്ന സർക്കുലാർ മോഷൻ അതിനെ എന്ത് ചെയ്യുന്നു, ട്രാൻസ്ഫർ ചെയ്യുന്നു. എങ്ങോട്ട്, വീലിലേക്ക്. അപ്പോൾ ഇങ്ങനെ ഈ പറയുന്ന ഒരു വശത്തുണ്ടാകുന്ന മോഷനെ മറ്റൊരു പാർട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ഉപകരണമാണ് എന്തെന്ന് പറയുന്നത്, ഗിയർ എന്ന് പറയുന്നത്. ആ പറയുന്ന മോഷൻ ട്രാൻസ്ഫർ ചെയ്യൽ മാത്രമല്ല ഈ പറഞ്ഞ ഗിയറിൻ്റെ ജോലി. ഈ ഗിയർ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അതായത് ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്കിവിടെ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. നമ്മൾ ഈ പറയുന്ന നമ്മൾ ചവിട്ടുന്ന ആ ഭാഗത്ത് ഉള്ള ഗിയർ എന്ന് പറയുന്നത് ഒരു വലിയ ഗിയർ ആയിരിക്കുമല്ലോ. സാധാരണ ഇതുപോലത്തെ ഗിയർ സൈക്കിളല്ല സാധാരണ പിള്ളേർ ഉപയോഗിക്കുന്ന സാധാ സൈക്കിൾ. ഈ പറഞ്ഞ പുറകിൽ ടയറിൽ ഘടിപ്പിച്ചുള്ള ഗിയർ എന്ന് പറയുന്നത് ഒരു ചെറിയ ഗിയർ ആയിരിക്കുമല്ലോ ഇവിടെ സാധാരണഗതിയിൽ. അപ്പോൾ നമ്മളൊരു കാര്യം ഇവിടെ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മൾ ഈ പറയുന്ന പെഡലിനെ പതുക്കെ കറക്കുമ്പോഴും ടയർ വേഗത്തിൽ കറങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. പറ്റുന്നില്ലെങ്കിൽ ഒന്ന് ചിന്തിച്ച് നോക്കിയേ. നമ്മൾ പെഡലിനെ പതുക്കെയാണ് ചവിട്ടുന്നതെങ്കിലും ഈ പറയുന്ന വീല് വേഗത്തിൽ കറങ്ങും. അതായത് വലിയ ഗിയർ ഒരു തവണ കറങ്ങുമ്പോൾ
ചെറിയ ഗിയർ ഒന്നിലധികം തവണ എന്ത് ചെയ്യും, കറങ്ങും. അപ്പോഴേ നമുക്ക് ഈ പറയുന്ന ചെയിനിൻ്റെ മൂവ്മെൻറ്റ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സിങ്ക്രണൈസ് ആയിട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ വലിയ ഗിയർ ഒരു തവണ കറങ്ങുമ്പോൾ ചെറിയ ഗിയർ ഒരുപാട് തവണ കറങ്ങും. അതായത് ഈ പറഞ്ഞ ചെറിയ ഗിയർ വലിയ ഗിയറിനേക്കാൾ വേഗത്തിലായിരിക്കും കറങ്ങുന്നത്. അപ്പോൾ നമുക്ക് ഒരു സ്ഥലത്തുണ്ടായ മോഷൻ അല്ലെങ്കിൽ ഫോഴ്സ് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാനും അതോടൊപ്പം തന്നെ അതിൻ്റെ വേഗതയിൽ മാറ്റം വരുത്താനും ഗിയർ സിസ്റ്റം ഉപയോഗിച്ച് നമുക്ക് പറ്റും. ഓക്കെ, അപ്പോൾ എനർജി എന്ന് പറയുന്നത് വലുതിൽ നിന്ന് ചെറുതിലോട്ടാകാം. ഇത് നമ്മൾക്കറിയാവുന്ന എക്സാമ്പിൾ സൈക്കിളിൻ്റെ കാര്യം പറഞ്ഞാണ്. എന്ന് പറഞ്ഞാൽ എപ്പോഴും വലുതിൽ നിന്ന് ചെറുതിലോട്ട് പോകണം അങ്ങനെയൊന്നുമില്ല. വലുതിൽ നിന്ന് ചെറുതിലോട്ട് പോയപ്പോൾ നമുക്കറിയാവുന്ന കാര്യം എന്താണ്, വേഗത്തിൽ മാറ്റം വന്നു. അപ്പോൾ എന്താണ് ഗിയർ എന്ന് വെച്ചാൽ, ഗിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മെക്കാനിക്കൽ ഡിവൈസാണ്. അതിൽ മിനിമം രണ്ട് ടൂത്തഡ് വീലെങ്കിലും ഉണ്ടാകും. അതായത് പൽചക്രങ്ങളുണ്ടാവും. ഇങ്ങനെ വരുന്ന അതാണ് പൽചക്രം എന്ന് പറയുന്നത്. ഈ പറയുന്ന പൽചക്രത്തിൽ നിന്ന് ചെയിൻ എന്തായിരിക്കും പോകുന്നുണ്ടാവും. അത് മറ്റൊരു ഈ പറയുന്ന ഗിയറിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മോഷൻ അല്ലെങ്കിൽ ഫോഴ്സ് ട്രാൻസ്ഫർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ഗിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗിയർ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചേഞ്ച് ചെയ്യാൻ പറ്റും? അത് നിങ്ങൾക്കറിയാം, വേഗത ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. അതിൻ്റെ ഒരു ഉദാഹരണം ഇവിടെ പറഞ്ഞിട്ടുണ്ട്, നമുക്കത് നോക്കാം. ഓക്കെ, ദ മെയിൻ പാർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും, 2 ഇന്റർലോക്കിംഗ് ടൂത്തഡ് വീൽസ് ആയിരിക്കും. നമുക്ക് നോക്കിയേ, ഒരു ഗിയർ സിസ്റ്റത്തിൽ എനർജി ട്രാൻസ്ഫർ ചെയ്യുന്നത് ഒരു വലിയ വീലിൽ നിന്നും ചെറിയ വീലിലോട്ടോ അല്ലെങ്കിൽ ഒരു ചെറിയ വീലിൽ നിന്നും വലിയ വീലിലോട്ടോ ആകാം. അല്ല, നമുക്കറിയാവുന്ന ഉദാഹരണം നോക്കിയേ, ഒരു വലിയ വീലിൽ നിന്നും ചെറിയ വീലിലേക്ക് പോകുന്ന സമയത്ത് ചെറിയ വീല് വലിയ വീലിനേക്കാളും അല്ലെങ്കിൽ വലിയ വീലിനെ അപേക്ഷിച്ച് ഒരു തവണയാണോ കറങ്ങുന്നത്, അതോ ഒന്നിൽ കൂടുതൽ തവണ കറങ്ങുന്നതായിട്ട് നമുക്ക് തോന്നുന്നു? അപ്പോൾ ആലോചിച്ച് നോക്കിയേ, നമ്മൾ ചവിട്ടുന്ന വീല് പതുക്കെ കറങ്ങുമ്പോൾ പുറകിലത്തെ ടയറിലോട്ട് കൊടുത്തേക്കുന്ന ഗിയർ വേഗത്തിൽ കറങ്ങുകയാണ്. അപ്പോൾ അവിടെ വേഗത കൂടുതലല്ലേ. അപ്പോൾ ഇത് ഒരു തവണ കറങ്ങുമ്പോൾ ഈ പറയുന്ന ചെറിയ വീൽ ഒന്നിലധികം തവണയെങ്കിലും കറങ്ങുന്നുണ്ടാകും. സോ മോർ ദാൻ വൺസ് കറങ്ങുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. മോർ ദാൻ വൺസ് കറങ്ങുമ്പോൾ അവിടെ എന്താ ചേഞ്ച് ചെയ്യുന്നത്? വാട്ട് ചേഞ്ചസ് വിൽ കോസസ് ടു ദ സ്പീഡ് ഓഫ് ദ സെക്കൻഡ് ടൂത്തഡ് വീൽ? സെക്കൻഡ് വീലിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് നമുക്കിവിടെ എന്ത് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും? സ്പീഡ് എന്ന് പറയുന്നത് ഇവിടെ ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. സ്പീഡ് എന്ത് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും? ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഒരു ഗിയർ ഉപയോഗിച്ച് നമുക്ക് മോഷൻ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ വേഗത്തെയും ചേഞ്ച് ചെയ്യാൻ പറ്റും. വേഗത കൂട്ടാൻ പറ്റും. ഇപ്പോൾ വലിയ ഗിയറിൽ നിന്നും ചെറിയ ഗിയറിലോട്ടാണ് പോകുന്നതെങ്കിൽ ചെറിയ ഗിയറിൻ്റെ വേഗത കൂടും. അടുത്ത് ചെറുതിൽ നിന്ന് വലുതിലോട്ടാണെങ്കിൽ വേഗത കുറയുകയും ചെയ്യും. ഇനി വേഗത കുറയുമ്പോൾ നമുക്കറിയാം ഫോഴ്സ് കൂടും. അതുകൂടെ ഇവിടെ അങ്ങ് ആലോചിച്ച് വയ്ക്കുക. വേഗത കുറയുമ്പോൾ എന്ത് പറ്റും? ഫോഴ്സ് കൂടുകയും ചെയ്യും. സോ എ ടൂത്തഡ് വീൽ ഈസ് അറ്റാച്ച്ഡ് ടു ദ എഞ്ചിൻ ഓഫ് മോസ്റ്റ് ഓഫ് ദ വെഹിക്കിൾസ്. This toothed wheel is connected to a system of wheels of different sizes attached to the axle while transfer motion to the tire. എന്തോ വലിയ സംഭവം പറയുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം, നിങ്ങളാരും ഇപ്പോൾ വണ്ടി ഓടിച്ച് തുടങ്ങിയിട്ടില്ലെങ്കിലും വണ്ടി ഓടിക്കുമ്പോൾ ഗിയർ മാറ്റും എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമല്ലോ അല്ലേ? ഈ ഗിയർ എന്ന് പറഞ്ഞാൽ എന്താ? ഈ സാധനത്തിന് തന്നെ നമ്മളോട് ഗിയർ എന്ന് പറയുന്നത്. നമ്മുടെ എഞ്ചിൻ നമുക്കറിയാമല്ലോ, വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഇടും അല്ലെ, കുറച്ച് മൂവ് ചെയ്ത് കഴിയുമ്പോൾ സെക്കൻഡ് ഇടും, തേർഡ് ഇടും, ഫോർത്ത് ഇടും. അപ്പോൾ നമുക്കറിയാം ഓരോ ഗിയർ മാറുന്നതോറും വണ്ടിയുടെ വേഗത കൂടുന്നുണ്ടാകും. അപ്പോൾ വേഗത കൂടുന്നുണ്ട് അല്ലേ? കാരണം എഞ്ചിൻ എപ്പോഴും കറങ്ങുന്നത് ഒരേ വേഗതയിലാണ്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഈ എഞ്ചിൻ എന്ന് പറയുന്ന കറങ്ങുന്നത് എപ്പോഴും എങ്ങനെയായിരിക്കും? ഒരേ വേഗതയിലായിരിക്കും. പക്ഷെ നമുക്ക് ടയറിലോട്ട് എപ്പോഴും ഒരേ വേഗത ആവശ്യമില്ല. ആദ്യം വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ചെറിയ വേഗത മതി. പക്ഷേ അവിടെ നല്ല രീതിയിൽ ഫോഴ്സ് വേണം, അല്ലെങ്കിൽ നല്ല ടോർക്ക് വേണമെന്ന് പറയും. എന്ത് വേണമെന്ന് പറയും? ടോർക്ക് വേണമെന്ന് പറയും. അപ്പോൾ നമുക്കറിയാം, ടോർക്ക് കൂടുമ്പോൾ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് ഇട്ട് വണ്ടി നമ്മൾ പതുക്കെ മൂവ് ചെയ്യുമ്പോൾ നല്ല ബലമുണ്ട്, പക്ഷെ വേഗത കുറവാണ്. അപ്പോൾ വേഗത കുറയുമ്പോൾ ബലം കൂടും. ഞാൻ ഇവിടെ പറഞ്ഞ പോയിന്റ് പിടി കിട്ടിയോ? വേഗത കുറഞ്ഞ് കറങ്ങുമ്പോൾ വേഗത കുറഞ്ഞ ഗിയർ ഇടുമ്പോൾ ടോർക്ക് എന്തായിരിക്കും? അവിടെ കൂടുതലായിരിക്കും. സോ ഇറ്റ് ഈസ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ടു ഇൻക്രീസ് ദ സ്പീഡ് ഓഫ് ദ വെഹിക്കിൾ ദ ടൂത്തഡ് വീൽ അറ്റാച്ച്ഡ് ടു ദ എഞ്ചിൻ മസ്റ്റ് ബി കണക്റ്റഡ് ടു ദ സ്മോൾ ടൂത്തഡ് വീൽ ദാറ്റ് ഹെൽപ്പ് ടു ടേൺ ദ ടയർ അല്ലേ? അപ്പോൾ വേഗത കൂട്ടണമെങ്കിൽ എഞ്ചിനിലുള്ളത് വലുതും ടയറിലുള്ളത് ചെറുതും ആക്കണം. വേഗത കുറയ്ക്കണമെങ്കിൽ എഞ്ചിനുള്ളതിനേക്കാൾ വലുതായിരിക്കണം ടയറിൽ ഉണ്ടാവേണ്ടത്. അങ്ങനത്തെ സിസ്റ്റം നമ്മൾ എവിടെയെങ്കിലും ഉപയോഗിക്കാറുണ്ടോ? ഉണ്ട്. ഓക്കെ, വിച്ച് വീൽ ഈസ് കണക്റ്റഡ് ടു ദ ടൂത്തഡ് വീൽ അറ്റാച്ച്ഡ് ടു ദ എഞ്ചിൻ വൈൽ ഗോയിങ് അപ്പ് ഹിൽസ്. എന്താ സംഭവം? നമ്മൾ വണ്ടിയൊക്കെ ഓടിക്കുമ്പോഴേ കയറ്റം കയറുമ്പോഴേ നമ്മൾ ഫസ്റ്റ് ഇട്ടാണ് എടുക്കുന്നത് അല്ലേ? പെൺകുട്ടികൾക്ക് ചിലപ്പോൾ ഇതിനെപ്പറ്റി ഐഡിയ ഉണ്ടാകണമെന്നില്ല, ചില ആൺകുട്ടികൾക്ക് ഉണ്ടാവുന്നില്ല. എന്നാലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? കയറ്റമൊക്കെ കയറുമ്പോൾ നമ്മൾ വണ്ടി നിർത്തി അല്ലെങ്കിൽ സ്ലോ ചെയ്ത് ഫസ്റ്റ് ഇട്ട് പതുക്കെ ആയിരിക്കും കയറ്റം കയറ്റും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ഈ ലോജിക്ക് വെച്ചിട്ട് കയറ്റം കയറുമ്പോൾ നമുക്ക് എന്ത് വേണം? വേഗതയല്ല വേണ്ടത്, പകരം എന്ത് വേണം? ടോർക്ക് വേണം.
അപ്പോൾ നോക്കിയേ, വൈൽ ദ വീൽ ഈസ് കണക്റ്റഡ് ടു ദ ടൂത്തഡ് വീൽ അറ്റാച്ച്ഡ് ടു ദ എഞ്ചിൻ വൈൽ ഗോയിങ് അപ്പ്. ഇല്ല, വിച്ച് വീൽ എന്തായിരിക്കും? അപ്പോൾ കയറ്റം കയറുന്ന സമയത്ത് എഞ്ചിനിന് എന്ന് പറയുന്നതിലുള്ള എഞ്ചിനുള്ള വീലിനേക്കാളും വലിയ വീലിലായിരിക്കണം കണക്ട് ചെയ്തേക്കേണ്ടത്. സോ വെൻ കണക്റ്റഡ് ടു എ ലാർജ് ടൂത്തഡ് വീൽ ദ സ്പീഡ് ഓഫ് ദ വെഹിക്കിൾ വിൽ ഡിക്രീസ് ബട്ട് ദ എഫിഷ്യൻസി ടു റൊട്ടേറ്റ് ഇൻക്രീസ്. അതായത് വേഗത, ഈ എഫിഷ്യൻസി തന്നെയാണ് നമ്മളിവിടെ ഫോഴ്സ് എന്നോ അല്ലെങ്കിൽ നമ്മൾ എന്തെന്നോ വിളിക്കുന്നത്, ടോർക്ക് എന്നോ വിളിക്കുന്നത്. അപ്പോൾ ഗിയറിൻ്റെ ഒരു മെക്കാനിസം പിടി കിട്ടിയോ? അപ്പോൾ നോക്കിയേ, ഇനി വാട്ട് ഹാപ്പൻസ് ടു ദ സ്പീഡ് ഓഫ് ദ ലാർജ് ടൂത്തഡ് വീൽ വെൻ എനർജി ഈസ് ട്രാൻസ്ഫേർഡ് ഫ്രം സ്മോൾ വീൽ ടു ലാർജ് വീൽ. ചെറിയ വീലിൽ നിന്നും വലിയ വീലിലേക്ക് പോകുമ്പോൾ ഫോഴ്സ് അല്ലെങ്കിൽ എഫിഷ്യൻസി കൂടുമെന്ന് പറഞ്ഞു. വേഗത്തിന് എന്ത് സംഭവിക്കും? വേഗത കുറയും. ഓക്കെ, അപ്പോൾ ഇതാണ് ഗിയറുമായി ബന്ധപ്പെട്ട് പറയേണ്ടത്. അപ്പോൾ ചെറിയ കൺഫ്യൂഷനൊക്കെ വന്നിട്ടുണ്ടാകും, ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. അപ്പോൾ എന്താണ് ഗിയർ? ഗിയർ എന്ന് വെച്ചാൽ ഒരു മെക്കാനിക്കൽ ഡിവൈസ് ആണ്. അതെന്തിനാണ് ഉപയോഗിക്കുന്നത്? ട്രാൻസ്ഫർ ഓഫ് മോഷൻ ഓർ ഫോഴ്സ്, അല്ലെ, ഫോഴ്സോ അല്ലെങ്കിൽ മോഷനോ ഒരു പാർട്ട് ഓഫ് ദ മെഷീനിൽ നിന്നും മറ്റൊരു പാർട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗിയർ ഉപയോഗിക്കുന്നത്. അതിൽ ഇന്റർലോക്കിംഗ് ആയിട്ടുള്ള ടൂത്തഡ് വീൽസ് ആണ് ഉപയോഗിക്കുന്നത്. ഗിയറിൽ എനർജി ട്രാൻസ്ഫർ ചെയ്യുന്നത് വലിയ വീലിൽ നിന്നും ചെറിയ വീലിലേക്കാണെങ്കിൽ അവിടെ എന്ത് പറ്റും? അല്ല, വീലിലോട്ടും ആകാം, അല്ല ചെറുതിൽ നിന്ന് വലുതിലോട്ടും ആകാം. ഇവിടെ നോക്കൂ, അപ്പോൾ ശ്രദ്ധിക്കുക. വലിയ വീലിൽ നിന്നും ചെറിയ വീലിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത്, വലുതിൽ നിന്നും ചെറുതിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് വേഗത കൂടും, ഫോഴ്സ് കുറയും. തിരിച്ച് ചെറുതിൽ നിന്നും വലുതിലോട്ടാണ് കൊടുക്കുന്നതെങ്കിൽ വേഗത കുറയും, ഫോഴ്സ് കൂടും. അപ്പോൾ ഈ വേഗത കുറവ് ഫോഴ്സ് കൂട്ടി ബാലൻസ് ചെയ്യും, വേഗത കൂടുതൽ ഫോഴ്സ് കുറവ് ആക്കിയാണ് ബാലൻസ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമുക്കിവിടെ അഡ്വാൻറ്റേജ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ വേഗത കൂടുന്നു എന്ന് പറയുന്ന അഡ്വാൻറ്റേജ് വരുമ്പോൾ അതനുസരിച്ച് ബലം കുറയും. കാരണം ഇവിടെ വർക്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും? സെയിം ആയിരിക്കും. കാരണം നമുക്കറിയാലോ, സിമ്പിൾ മെഷീൻസിൽ ഒരിക്കലും വർക്ക് ഗെയിൻ ഉണ്ടാവത്തില്ല. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു വന്ന കാര്യം അല്ലേ, വർക്ക് ഗെയിൻ ഉണ്ടാവത്തില്ല. അപ്പോൾ ഇവിടെ എന്താണ്? ഇവിടെ വേഗത കൂടിയിട്ടുണ്ടെങ്കിൽ അവിടെ ബലം കുറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ വേഗത കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ബലം എന്ത് ചെയ്തിട്ടുണ്ട്? കൂടിയിട്ടുണ്ട്. സോ വെൻ എ ലാർജ് ടൂത്തഡ് വീൽ റൊട്ടേറ്റ് വൺസ്, സ്മോൾ വീൽ എന്ന് പറയുന്നത് എന്ത് ചെയ്യും? മോർ ദാൻ വൺസ് റൊട്ടേറ്റ് ചെയ്യും. അതാണ് ഇൻവേഴ്സ് റേഷ്യോ ഓഫ് ദ ഗിയർ എന്ന് പറയുന്നത്. ഇതനുസരിച്ചാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഓക്കെ, സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്നത് കാരണം വീലിലെ ബലം അല്ലെങ്കിൽ ടോർക്ക് എന്ത് ചെയ്യും? കുറയുകയും ചെയ്യും. ഇതാണ് ഞാനിപ്പോൾ പറഞ്ഞു തന്ന കാര്യം. ഓക്കെ ആണല്ലോ, ഇത് മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, അടുത്ത് സ്പീഡിനുണ്ടാകുന്ന ചേഞ്ച് അല്ലേ. സ്മോൾ വീൽ അല്ലെങ്കിൽ സ്മോളർ ഡ്രിവൺ ഗിയർ സ്പിൻസ് ഫാസ്റ്റർ ദാൻ ദ ലാർജർ ഡ്രൈവിംഗ് ഗിയർ. എന്ന് വെച്ചാൽ എപ്പോഴും വലിയ ഗിയറും ചെറിയ ഗിയറും എടുത്താൽ വലിയ ഗിയർ പതുക്കെ ആയിരിക്കും കറങ്ങുന്നത്, ചെറിയ ഗിയർ വേഗത്തിലായിരിക്കും കറങ്ങുന്നത്. പക്ഷേ വേഗത കൂടുമ്പോൾ എന്ത് പറ്റും? ടോർക്ക് കുറയും. ഓക്കെ, അപ്പോൾ ഇതാണ് പറയുന്നത്. ഇപ്പോൾ വെഹിക്കിൾസിൽ അറിയാമല്ലോ, എൻജിൻസ് ടൂത്തഡ് വീൽ എന്ന് പറയുന്നത് ഓക്കെ കണക്റ്റഡ് ടു സ്മോൾ വീൽ ഫോർ ഹയർ സ്പീഡ് ഓർ ഫ്ലാറ്റ് റോഡ്. അതായത് വണ്ടി നേരായിട്ടുള്ള റോഡിൽ കൂടിയാണ് പോകുന്നതെങ്കിൽ എഞ്ചിനിലുള്ളത് വലുതും ടയറിലുള്ളത് ചെറുതുമായിരിക്കും. കയറ്റം കയറുമ്പോൾ എഞ്ചിനിലുള്ള ഗിയറിനേക്കാളും വലിയ ഗിയർ ആയിരിക്കും ഇവിടെ കൊടുത്തിട്ടുള്ളത് വീലിൽ കൊടുത്തിട്ട് ഉണ്ടാകുന്നത്. അപ്പോൾ എന്ത് പറ്റും? കയറ്റം കയറുമ്പോൾ വേഗത കുറയും, പക്ഷെ ടോർക്ക് കൂടും. നേരെ പോകുമ്പോഴത്തേക്കും ടോർക്ക് കുറവായിരിക്കും, പക്ഷെ കറക്കുന്ന വേഗത എന്ത് പറ്റും? കൂടും. ഇനി ലാർജ് വീലിൻ്റെയും സ്മോൾ വീലിൻ്റെയും മാറ്റം നമ്മളിവിടെ മനസ്സിലാക്കി വയ്ക്കണം. വേറൊന്നുമല്ല, നമ്മൾ തിരിച്ചാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ലാർജ് വീല് ഒരു തവണ കറങ്ങുമ്പോൾ സ്മോൾ വീൽ എന്ത് ചെയ്യും? ഒരുപാട് തവണ കറങ്ങും. തിരിച്ച് ലോവർ സ്പീഡിലാണ് ലാർജ് വീൽ കറങ്ങുന്നത് അല്ലെങ്കിൽ നമ്മുടെ ലാർജ് വീൽ എന്ന് പറയുന്നത് നമുക്ക് എവിടെയാണ് ഉപയോഗിക്കുന്നത്? കയറ്റം കയറുമ്പോഴാണ്. അപ്പോൾ എന്ത് പറ്റും? വേഗത കുറയും, പക്ഷേ ടോർക്ക് കൂടുകയും ചെയ്യും. അപ്പോൾ ഇതാണ് സംഭവം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഗിയർ എന്ന് വെച്ചാൽ ബലം ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ബലം ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുമ്പോഴത്തേക്കും എപ്പോഴും ഗിയറിൻ്റെ വലിപ്പം നോക്കണം. വലുതിൽ നിന്ന് ചെറുതിലോട്ട് പോകുമ്പോൾ വേഗത കൂടും, പക്ഷേ ടോർക്ക് അല്ലെങ്കിൽ ബലം കുറയും. ചെറുതിൽ നിന്ന് വലുതിലോട്ട് പോകുമ്പോഴത്തേക്കും വേഗത കുറയും, പക്ഷേ ബലം അല്ലെങ്കിൽ ടോർക്ക് അവിടെ കൂടുകയും ചെയ്യും. ഓക്കെ, സൈക്കിളിൻ്റെ ആലോചിച്ചാൽ സൈക്കിൾ വലുതാണ്, ടയർ ചെറുതാണ്. നമ്മൾ ഒരു തവണ പതുക്കെ കറക്കുമ്പോൾ വേഗത കൂട്ടും. ഇനി ഗിയർ സൈക്കിളുകളിൽ നമുക്കറിയാം, നമ്മൾ എന്ത് റോഡിലൂടെയാണ് പോകുന്നത് അതനുസരിച്ച് നമ്മൾ ഗിയറിനെ ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കും അല്ലേ. നമ്മൾ നിരന്ന റോഡിൽ കൂടി പോകുമ്പോൾ ഇങ്ങനെ മതിയായിരിക്കും. പക്ഷേ കയറ്റം കയറുമ്പോൾ എന്ത് പറ്റും? നമ്മുടെ ഈ പറയുന്ന വലിയ വീലുണ്ടല്ലോ, ഇതിന് ഏതാണ്ട് മാച്ച് വരുന്ന ഇതിലോട്ടായിരിക്കും നമ്മൾ പിടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ എന്ത് പറ്റും? അതനുസരിച്ചുള്ള അഡ്വാൻറ്റേജ് ഉണ്ടാകും. അപ്പോൾ ഇതാണ് ഗിയർ സിസ്റ്റം. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് മറ്റൊരു സിമ്പിൾ മെഷീനാണ്. അതിൻ്റെ പേരാണ് ഇൻക്ലൈൻഡ് പ്ലെയിൻസ്.
അതായത് ഇൻക്ലൈൻഡ് പ്ലെയിനുകൾ നമ്മൾ എന്തിനു ഉപയോഗിക്കുന്നു? അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നോക്കടാ, നമ്മൾ ഒരു ഉയർന്ന സ്ഥലം, ഓക്കെ, ഇവിടെ നിന്നും ഒരു വസ്തുവിനെ നമ്മൾ ഉയർത്തിയെടുത്ത് ഇങ്ങോട്ട് വയ്ക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അത് ഫോഴ്സ് ഇൻറ്റു ഹൈറ്റ് ആയിരിക്കും. ഫോഴ്സ് ഇൻറ്റു ഹൈറ്റ് ആയിരിക്കും. ഫോഴ്സ് ഇൻറ്റു ഹൈറ്റ് ആയിരിക്കും, ആണല്ലോ, ഫോഴ്സ് ഇൻറ്റു ഹൈറ്റ് ആയിരിക്കും. ഇനി ഇതേ വസ്തുവിനെ നമുക്കൊരു ഇൻക്ലൈൻഡ് പ്ലെയിനിലൂടെ ഉരുട്ടിക്കയറ്റണം. അപ്പോൾ ഉരുട്ടിക്കയറ്റാൻ നമ്മളാണ് അങ്ങോട്ട് എഫേർട്ട് കൊടുക്കുന്നത്. സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത് സ്മോൾ എൽ ആണെങ്കിൽ ഇവിടെ നമ്മൾ കൊടുക്കുന്ന വർക്ക് എന്ന് വെച്ചാൽ എന്തായിരിക്കും? അത് എഫേർട്ട് ഇൻറ്റു ലെങ്ത് ആയിരിക്കും. അത് എഫേർട്ട് ഇൻറ്റു ലെങ്ത് ആയിരിക്കും, ആണോ അല്ലേ? അത് എഫേർട്ട് ഇൻറ്റു ലെങ്ത് ആയിരിക്കും. അപ്പോൾ ഇതാണ് സംഭവം എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം, ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ ഒരു ടെക്സ്റ്റ് ബുക്കിൽ തന്നെ പറയുന്ന കാര്യമില്ല. മരത്തിലൊക്കെ അത് ഇതുപോലെ വെഡ്ജ്, അല്ലെങ്കിൽ ഈ വെഡ്ജ് എന്ന് പറയാൻ പറ്റത്തില്ല, ഇൻക്ലൈൻഡ് പ്ലെയിൻ വെച്ചിട്ട് ഇതുവഴിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? തടിയെ ഉരുട്ടി കയറ്റുന്നത്. അങ്ങനെ നമ്മൾ തടിയെ ഉരുട്ടി കയറ്റുന്ന സമയത്ത് നമുക്ക് തന്നെ അറിയാം, നമുക്ക് ചെറിയ ബലം, പൊക്കി കയറ്റുന്നതിനേക്കാൾ ചെറിയ ബലം കൊടുത്താൽ മതിയാകും. അപ്പോൾ ഇവിടെ എന്തുണ്ട്? നമ്മളുടെ എഫേർട്ട് കുറയുന്നുണ്ട്. എഫേർട്ട് കുറയുന്നുണ്ടെങ്കിൽ അവിടെ ഉറപ്പായിട്ടും മെക്കാനിക്കൽ അഡ്വാൻറ്റേജും ഉണ്ട്. ഇത് ഇവിടുത്തെ കേസ് നോക്കി നമ്മൾ എക്സാമ്പിൾ പറയാനായിട്ട് പോവുക. അപ്പോൾ എന്താണ് ഈ പറയുന്ന ഇൻക്ലൈൻഡ് പ്ലെയിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻക്ലൈൻഡ് പ്ലെയിൻ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ എഫേർട്ടിനെ കുറയ്ക്കാനായിട്ട് പറ്റും. പക്ഷേ എഫേർട്ട് കുറയുമ്പോൾ നമ്മൾ സഞ്ചരിക്കേണ്ട ദൂരം ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? കൂടുന്നുണ്ട്. ഒരു ചെറിയ എക്സാമ്പിൾ വേണമെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ, നമുക്കിവിടെ ഒരു വസ്തുവിനെ എടുത്ത് മുകളിലോട്ട് വയ്ക്കണം. അപ്പോൾ തൽക്കാലം നമുക്കിവിടെ കൊടുക്കുന്ന ഫോഴ്സിന് ലോഡ് എന്ന് വിളിക്കാം. കുഴപ്പമില്ലല്ലോ, കാരണം ഈ പറയുന്ന ലോഡിനാണല്ലോ നമ്മൾ ലിഫ്റ്റ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ലോഡ് എഫേർട്ട് എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ലോഡിനെ ഇത്രയും ഹൈറ്റ് കൊണ്ടുപോകാൻ ചെയ്യേണ്ട വർക്ക് എൽ ഇൻറ്റു എച്ച്. അതേ ലോഡിനെ ഇത്രയും ദൂരം ഉരുട്ടിക്കൊണ്ട് പോകാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന എഫേർട്ട് എന്ന് പറയുന്നത് എന്താണ്? എഫേർട്ട് ഇൻറ്റു ലെങ്ത്. ഇത് രണ്ടും തുല്യമായിരിക്കും, കാരണം സിമ്പിൾ മെഷീനുകൾ ഉപയോഗിക്കുമ്പോൾ ഒരിക്കലും വർക്കിന് മാറ്റം ഉണ്ടാകുന്നില്ല. അപ്പോൾ നമുക്ക് എഴുതിക്കൂടെ? എന്തെഴുതാം? നോക്കിയിടാം. ഈ പറയുന്ന നമ്മൾ കൊടുക്കുന്ന വർക്ക് എഫേർട്ട് ഇൻറ്റു ലെങ്ത് എന്ന് പറയുന്നതും നമ്മൾ ഈ പറയുന്ന ലോഡ് ലിഫ്റ്റ് ചെയ്യാൻ ഉപയോഗിച്ച വർക്ക് ലോഡ് ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുന്നതും തുല്യമല്ലേ? തുല്യമായിരിക്കത്തില്ലേ? കാരണം എന്താണ്? സിമ്പിൾ മെഷീൻസ് ഉപയോഗിക്കുമ്പോൾ അവിടെ എന്തില്ല? അവിടെ വർക്കിന് മാറ്റമൊന്നുമില്ല. വർക്കിന് നോ ചേഞ്ച് ആണ് അല്ലേ? വർക്കിന് അവിടെ എന്തില്ല? മാറ്റമൊന്നും തന്നെ ഇല്ല. അപ്പോൾ വർക്കിന് മാറ്റമില്ല എങ്കിൽ രണ്ടിടത്തെയും ചെയ്ത വർക്ക് തുല്യമായിരിക്കും. അതായത് ഞാൻ ഇവിടുന്ന് എടുത്ത് പൊക്കി വയ്ക്കാനെടുത്ത വർക്കും ഇവിടുന്ന് തള്ളിക്കൊണ്ട് വരാനെടുത്ത വർക്കും തുല്യമായിരിക്കും. പിന്നെ അവിടെ എന്താ മാറിയത്? ദൂരത്തിനാണ് മാറ്റം വന്നത് അല്ലേ? ഇവിടെ കുറച്ച് ദൂരം പൊക്കി വെച്ചാൽ മതി, ഇവിടെ കൂടുതൽ ദൂരം പൊക്കി വെച്ചാൽ മതി. പക്ഷേ കൂടുതൽ ദൂരം പൊക്കുമ്പോൾ നമുക്ക് കൊടുക്കേണ്ട ആയാസം കുറഞ്ഞു കിട്ടും. അപ്പോൾ നമുക്കിവിടെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഒന്ന് കണ്ടുപിടിച്ചാലോ? നമുക്കറിയാം മെക്കാനിക്കൽ അഡ്വാൻറ്റേജിന് കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്താണ്? മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോഡ് ബൈ എന്താണ്? എഫേർട്ടാണ്. ഇവിടെ ലോഡ് ഇവിടെ കിടക്കുകയാണ് അല്ലേ? അപ്പോൾ എഫേർട്ടിന് നമ്മൾ ഈക്വൽ ടു കൊണ്ട് ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോഴത്തേക്കും ഇവിടെ പിന്നെ ആരാ ഉള്ളത്? ലോഡുണ്ട്. ഈ എച്ച് താഴെ പോകും. അപ്പോൾ എൽ ബൈ എച്ച് ഇതങ്ങ് പഠിച്ചു വെച്ചു. അപ്പോൾ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഓഫ് എൻ ഇൻക്ലൈൻഡ് പ്ലെയിൻ എന്ന് പറയുന്നത് എന്താണ്? ലെങ്ത് ഓഫ് ദ ഇൻക്ലൈൻഡ് പ്ലെയിൻ സ്മോൾ എൽ ബൈ ഹൈറ്റ് ഓഫ് ദ ഇൻക്ലൈൻഡ് പ്ലെയിൻ ആണ്. അപ്പോൾ ഈ പറയുന്ന ലെങ്ത് ബൈ ഹൈറ്റ് നമുക്ക് എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്കിവിടെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കിട്ടും. ഇപ്പോൾ ഒന്നുകൂടി ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. നിങ്ങൾ 3 കേസ് എടുക്കുക. ഓക്കെ, ഇത് ഹൈറ്റ് എച്ച്, ഇതും ഹൈറ്റ്, ഇതും ഹൈറ്റ്. ഒരേ ഹൈറ്റാണെന്ന് വിചാരിക്കുക. ഇത് 3 ഒരേ ഹൈറ്റാണെന്ന് വിചാരിക്കുക. ഞാൻ ഇങ്ങനെ ഒരു വെഡ്ജ് വെച്ചു, ഇത് ഇങ്ങനെ ഒരു വെഡ്ജ് വെച്ചു, ഇത് ഇങ്ങനെ ഒരു വെഡ്ജ് വെച്ചു. ഇതിൽ ഒരേ വെയിറ്റുള്ള 3 സാധനങ്ങളെ കൊണ്ടുവന്ന് വെച്ചു. നിങ്ങൾ തന്നെ പറയടാ, ഇതിലെവിടെയായിരിക്കും ഞാൻ കുറച്ച് എഫേർട്ട് കൊടുക്കേണ്ടത്? നിങ്ങൾ പറയും സാറേ മൂന്നാമത്തേലാണ്, കാരണം ചെറിയ സ്ലോപ്പാണ്, അതിൽ ഉരുട്ടിക്കൊണ്ട് പോകാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. സ്ലോപ്പ് കുറയും തോറും നമ്മുടെ ജോലി എന്ത് ചെയ്യും? കൂടും. അപ്പോൾ ഈ സ്ലോപ്പിൻ്റെ ദൂരത്തിനല്ലേ നമ്മൾ എല്ലാം എന്ന് വിളിക്കുന്നത്? അപ്പോൾ ലെങ്ത് കൂടുകയാണ്. അപ്പോൾ ഈ പറഞ്ഞ ദൂരം കൂടിയപ്പോഴത്തേക്കും നമ്മുടെ എഫേർട്ട് കുറഞ്ഞു. അപ്പോൾ ആ പറഞ്ഞ എഫേർട്ട് കുറയുന്നതിനെ അല്ലേ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഹൈറ്റുമായിട്ട് ഈ പറയുന്ന ലെങ്ത്തിനെ താരതമ്യം ചെയ്താൽ മതി. താരതമ്യം ചെയ്യാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എൽ ബൈ എച്ച് എടുക്കുന്നത്. സോ അവിടെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? ലെങ്ത് ഓഫ് ദ ഇൻക്ലൈൻഡ് പ്ലെയിൻ ബൈ ഹൈറ്റ്. ലെങ്ത് ഓഫ് ദ ഇൻക്ലൈൻഡ് പ്ലെയിൻ ബൈ ഹൈറ്റ്. ഈ എൽ ബൈ എച്ച് ആയിരിക്കും നമുക്കിവിടെ അഡ്വാൻറ്റേജ് ആയിട്ട് മാറുന്നത്. അപ്പോൾ ഇൻക്ലൈൻഡ് പ്ലെയിൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കിട്ടും. ആ കിട്ടുന്ന മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കണ്ടുപിടിക്കാനായിട്ട് ലെങ്ത് ഓഫ് ദ ഇൻക്ലൈൻഡ് പ്ലെയിനെ നമ്മൾ ഏത് ഹൈറ്റിലോട്ടാണോ മൂവ് ചെയ്യിപ്പിക്കുന്നത് ഹൈറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതിയാക്കും, നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്തുകൊണ്ടാണ് ഇതുണ്ടാകുന്നത്? സിമ്പിൾ കാര്യമാണ്. നമുക്ക് ഇവിടെ നിന്നും ഇങ്ങനെ ഉയർത്തുമ്പോഴത്തേക്കും നമ്മുടെ ലോഡ് കൂടുതലും ഹൈറ്റ് കുറവുമാണ്. എന്നാൽ ഇതുവഴി നമ്മൾ ഉരുട്ടി കയറ്റുമ്പോഴത്തേക്കും
നമ്മൾ കൊടുക്കുന്ന എഫേർട്ട് കുറവും ലെങ്ത് കൂടുതലും ആയിരിക്കും. അപ്പോൾ ഇവിടെ ഈ പറയുന്ന ദൂരം കൂടുതൽ എന്തിനെ കോമ്പൻസേറ്റ് ചെയ്യുന്നു? എഫേർട്ട് കുറയാൻ കാരണമാകുന്നു. ഇവിടെ നമ്മളിങ്ങനെ ഇവിടുന്ന് ഉയർത്തിപ്പോക്കുമ്പോഴത്തേക്കും ദൂരം കുറവാണ്, പക്ഷേ നമ്മൾ കൊടുക്കേണ്ട ലോഡ് കൂടുതലായിട്ട് മാറും, നമ്മൾ കൊടുക്കേണ്ട എഫേർട്ട് കൂടുതലായിട്ട് മാറും. അപ്പോൾ ഒന്നുകൂടി ഒന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് മുമ്പേ ആയിട്ട് ഒന്നുകൂടി ഇൻക്ലൈൻഡ് പ്ലെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുവാണ്? ഒരു ലോഡിനെ നമുക്ക് ഒരു ഉയരത്തിലേക്ക് എത്തിക്കണം. ആ ഉയരത്തിലേക്ക് നമ്മൾ നേരെ എടുത്ത് പൊക്കാതെ പകരം ചരിഞ്ഞൊരു സർഫസ് വെച്ചിട്ട് അതിലൂടെ ഉരുട്ടി കയറ്റുമ്പോൾ ആ സർഫസിനെയാണ് നമ്മൾ ഇൻക്ലൈൻഡ് പ്ലെയിൻ എന്ന് വിളിക്കുന്നത്. ഇൻക്ലൈൻഡ് പ്ലെയിൻ എന്ന് വിളിക്കുന്നത്. ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ ഉപയോഗിക്കുമ്പോൾ നമുക്ക് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഉണ്ടാകും. എത്രത്തോളം ഉണ്ടാകും? അതിവിടെയുള്ള ലെങ്തിനെ ഈ ഹൈറ്റുമായിട്ട് താരതമ്യം ചെയ്താൽ മതി. L/h. ഈ L/h എത്രത്തോളം കൂടുന്നോ അത്രത്തോളം അഡ്വാൻറ്റേജ് കൂടും. അതായത് നമ്മൾ എത്രത്തോളം നീളമുള്ള ഇൻക്ലൈൻഡ് പ്ലെയിൻ ഉപയോഗിക്കുന്നു അത്രത്തോളം ചരിവ് അല്ലെ അത്രത്തോളം ഇൻക്ലിനേഷൻ കുറവായിരിക്കും. അപ്പോൾ അത്രത്തോളം ഈസി ആയിട്ട് നമുക്ക് ഉരുട്ടി കയറ്റാനായിട്ട് പറ്റും. അപ്പോൾ അതാണ് അവിടുത്തെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? L/h. അപ്പോൾ എന്തുകൊണ്ടാണ് കിട്ടിയത്? സിമ്പിൾ മെഷീൻസ് ഉപയോഗിക്കുമ്പോൾ വർക്കിൽ ഒരു മാറ്റവും വരത്തില്ല. അതായത് താഴേന്ന് നമ്മൾ മുകളിലോട്ട് ഉയർത്താനെടുത്ത വർക്കും എഫേർട്ട് കൊടുത്ത് നമ്മൾ ഇങ്ങനെ ഉരുട്ടിക്കയറ്റാൻ എടുത്ത വർക്കും തുല്യമായിരിക്കും. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ലോഡ് ബൈ എഫേർട്ട് എടുത്തപ്പോൾ നമുക്ക് L/h എന്ന് കിട്ടി. അത് മാത്തമെറ്റിക്കൽ രീതി. ഇനി കാര്യം മനസ്സിലാക്കി വയ്ക്കുക, എത്രത്തോളം വലിയ ചരിഞ്ഞ പ്രതലം നമ്മൾ ഉപയോഗിക്കുന്നുവോ അത്രത്തോളം നമുക്ക് എന്തായിരിക്കും ഈസി ആയിട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. സോ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്താണ്? L/h. ഓക്കെ, ഇവിടെ ഒരു ചോദ്യം നോക്കിയേ. ആൻ ഇൻക്ലൈൻഡ് പ്ലെയിൻ ആർ ഓഫൻ യൂസ്ഡ് ഇൻ സിറ്റുവേഷൻസ് വെയർ ഒബ്ജക്ട്സ് ആർ ടു ബി ലിഫ്റ്റഡ്. വാട്ട് ഈസ് ദ വർക്ക് ഡൺ ടു ലിഫ്റ്റ് 600 ന്യൂട്ടൺ ലോഡ് ബൈ 3 മീറ്റർ? അതായത് 600 ന്യൂട്ടൺ ഉള്ള ഒരു ലോഡിനെ നമ്മൾ 3 മീറ്റർ ഉയരത്തിലേക്ക് എടുത്തു വയ്ക്കാൻ വേണ്ടി ചെയ്യുന്ന വർക്ക് എത്ര എന്നാണ് ചോദ്യം. നമുക്കറിയാം വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഇവിടെ ഫോഴ്സ് 600 തുല്യമാണ്. സോ 600 × 3 1800 ന്യൂട്ടൺ മീറ്റർ അല്ലെങ്കിൽ 1800 ജൂളാണ് ഇവിടുത്തെ വർക്ക്. ഇനി ഇതേ സാറ് ഇൻക്ലൈൻഡ് പ്ലെയിൻ ഉപയോഗിക്കുമ്പോൾ വരുന്ന മാറ്റമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നോക്കുക, എ ഫോഴ്സ് ഓഫ് 200 ന്യൂട്ടൺ along an inclined plane to lift this load. ഇതേ ലോഡ് ഇതേ 600 വരുന്ന ലോഡിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻക്ലൈൻഡ് പ്ലെയിൻ ഉപയോഗിക്കുന്നു. അപ്പോഴത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന എഫേർട്ട് ഇതിനെ പറ്റി നമുക്കറിയില്ല. പക്ഷെ നമ്മൾ കൊടുക്കുന്ന എഫേർട്ട് എന്ന് പറയുന്നത് അവിടെ എത്രയേ ഉള്ളൂ? 200 ന്യൂട്ടണേ ഉള്ളൂ. പക്ഷെ നമ്മൾ തള്ളിക്കൊണ്ട് പോകേണ്ട ദൂരം എന്ന് പറയുന്നത് 3 മീറ്റർ അല്ല, പകരം എത്രയാണ്? 9 മീറ്ററാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ ചെയ്ത വർക്ക് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെയും വർക്കിൻ്റെ ഫോർമുലയ്ക്ക് മാറ്റമൊന്നുമില്ല. കൊടുത്ത ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്, കൊടുത്ത ഫോഴ്സ് 200, ഡിസ്റ്റൻസ് 9, എത്ര തന്നെ കിട്ടി? 1800 തന്നെ കിട്ടി. അപ്പോൾ കണ്ടോ, നമ്മൾ ഉയർത്താനെടുത്തപ്പോൾ കൊടുത്ത വർക്കും എത്ര തന്നെയാണ്? 1800 തന്നെയാണ്. നമ്മൾ ചരിച്ച് ഉരുട്ടി കയറ്റിയപ്പോഴുള്ള വർക്കും തുല്യമാണ്. സോ വർക്ക് തുല്യമാണ്. സോ ദെയർ ഇസ് നോ ഗെയിൻ ഇൻ വർക്ക് ഡൺ. അപ്പോൾ പിന്നെ ഇവിടെ എന്താ ഉണ്ടായത്? ആദ്യം നമ്മൾ 600 ന്യൂട്ടൺ കൊടുക്കേണ്ടി വന്നു, രണ്ടാമത് നമ്മൾ 200 ന്യൂട്ടൺ കൊടുക്കേണ്ടി വന്നു. എന്തുകൊണ്ട്? ഇവിടെ ഉള്ള ദൂരത്തിൻ്റെ 3 മടങ്ങ് ദൂരം നമുക്കിവിടെ അഡീഷണലി മൂവ് ചെയ്യിപ്പിക്കേണ്ടി വന്നു. അപ്പോൾ ഈ 3 മടങ്ങ് ദൂരം അഡീഷണലി മൂവ് ചെയ്യേണ്ടി വന്നപ്പോഴത്തേക്കും നമുക്ക് അവിടെ ഉണ്ടായിരുന്ന ലോഡ് 3 മടങ്ങ് കുറഞ്ഞു കിട്ടി. അപ്പോൾ ഇതാണ് സംഭവം എന്ന് പറയുന്നത്. സോ ഇങ്ങനെയാണ് നമുക്ക് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഇൻക്ലൈൻഡ് പ്ലെയിനിൽ പ്രവർത്തിക്കുന്നത്. ഓക്കെ അല്ലേ? ഇത് നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് കാണാൻ പറ്റും. എവിടെയാണ്? നമ്മൾക്ക് കയറ്റം കയറണം, ഒരു വലിയ മൗണ്ടൻ്റെ മുകളിൽ കയറണം അല്ലേ? നമുക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, നമ്മൾ മൂന്നാറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഹിൽ റേഞ്ച് പോകുമ്പോൾ നമ്മൾ ഇങ്ങനെ ഹെയർ പിന്നുകൾ കയറിയാണ് പോകുന്നത് അല്ലേ? എന്തുകൊണ്ടാണ് ഹെയർ പിൻ കയറി പോകുന്നത്? നേരെ അങ്ങ് ഒരു റോഡ് വെട്ടി വെച്ചാൽ പോരെയെന്ന് പലപ്പോഴും നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ? അപ്പോൾ എന്തുകൊണ്ടായിരിക്കും അത്? ഇത് തന്നെയാണ് കാരണം. നേരെ ഒരു കയറ്റം കയറുമ്പോഴത്തേക്കും അവിടുത്തെ സ്ലോപ്പ് എന്ന് പറയുന്നത് കൂടുതലാണ്. സ്ലോപ്പ് കൂടുമ്പോൾ നമുക്ക് അവിടുത്തെ എഫേർട്ടും കൂടുതലാവും. അപ്പോൾ സ്ലോപ്പ് നമ്മൾ കുറയ്ക്കണം, അവർ ഡിസ്റ്റൻസ് കൂട്ടണം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യും? മലയല്ലേ, ഒറ്റയടിക്ക് ഇങ്ങനെ വെട്ടാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മൾ ഓരോ റോഡ് കഴിയുമ്പോഴും അല്പം ഹൈറ്റ് കൂട്ടും അല്ലെ? ഓരോ റോഡ് കഴിയുമ്പോഴും അല്പം ഹൈറ്റ് കൂട്ടും, എന്നിട്ട് അല്പം ഹൈറ്റ് കൂട്ടും, എന്നിട്ട് അല്പം ഹൈറ്റ് കൂട്ടും, എന്നിട്ട് അല്പം ഹൈറ്റ് കൂട്ടും. അപ്പോൾ മൊത്തത്തിൽ ഈ പറയുന്ന ഹൈറ്റ് നമുക്ക് ദൂരം കൂട്ടി കവർ ചെയ്യാൻ പറ്റും. ദൂരം കൂടുമ്പോഴത്തേക്കും നമുക്കറിയാം മെക്കാനിക്കൽ അഡ്വാൻറ്റേജും കൂടുന്നു. സോ ദൂരം ബൈ ഹൈറ്റ് ആണ് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്. ഇതാണ് ഇവിടെ പറയുന്നത്. കണ്ടോ? റീച്ച് ദ ഹാപ്പിൾ ഈസിലി ബൈ മൂവിങ് അലോങ് ആൻ ഇൻക്ലൈൻഡ് പ്ലെയിൻ റാദർ ദാൻ ക്ലൈംബിംഗ് ഡയറക്ട്ലി അല്ലേ? ഈ പറയുന്ന സ്ഥലം ഇങ്ങനെ ഡയറക്റ്റായിട്ട് കയറി പോകുന്നതിനേക്കാൾ, ഇങ്ങനെ കുത്തനെ കയറി പോകുന്നതിനേക്കാൾ എളുപ്പം എന്ന് പറയുന്നത് എന്താണ്? നമ്മളിങ്ങനെ വളഞ്ഞു പുളഞ്ഞ് കയറി പോകുമ്പോഴാണ്. കാരണം ഓരോ തവണ വളയുമ്പോഴും ചെറിയ ഉയരമാണ് നമ്മൾ ഒരു സമയം കവർ ചെയ്യുന്നത്. അപ്പോൾ ഡിസ്റ്റൻസ് ആയിട്ടുള്ള L കൂടുകയും H കുറയുകയും ചെയ്യുന്നു. അപ്പോൾ നമുക്കിവിടെ ഉത്തരം എന്ന് പറയുന്നത് നല്ലൊരു അളവ് കിട്ടുന്നു. വിച്ച് മീൻസ് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അവിടെ കൂടുതലാണ്. ഹെയർ പിൻ റോഡുകൾ ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ
പിരമിഡുകളിലേക്ക് വലിയ കല്ലുകൾ എങ്ങനെ ഉരുട്ടിക്കയറ്റി എന്ന ചോദ്യത്തിൻ്റെ ഉത്തരവും ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഇതാണ് സംഭവം. നെക്സ്റ്റ് വരുന്നതാണ് വെഡ്ജ്. എന്താണ് വെഡ്ജ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പറഞ്ഞ ഇൻക്ലൈൻഡ് പ്ലെയിൻ്റെ അതേ പർപ്പസ് തന്നെയാണ് വെഡ്ജ് ചെയ്യുന്നത്. എന്താണ്? ദൂരം കൂട്ടി ഹൈറ്റിൽ മാറ്റം വരുത്തി മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നു. ദൂരം കൂട്ടി ഹൈറ്റ് കുറച്ച് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നു. ഇവിടെ നോക്കിയേ, നിങ്ങൾക്ക് ആദ്യം ചോദിക്കട്ടെ, ഈ വെഡ്ജ് എന്താണെന്നറിയാവോ? നമ്മൾ ആപ്പെന്നൊക്കെ നമ്മുടെ നാട്ടിൽ പറയുന്നത് കേട്ടിട്ടുണ്ട് അല്ലെ? ഒരു വലിയ തടിയൊക്കെ മുറിക്കാനായിട്ട് അല്ലെ, നമുക്ക് ഓരോ തവണ വെട്ടി മുറിക്കുന്നതിനേക്കാൾ എളുപ്പമാണ് ആ തടിയിലേക്ക് നമ്മൾ ചെറിയൊരു ക്രാക്ക് ഉണ്ടാക്കിയിട്ട് ഇതുപോലത്തെ വെഡ്ജ്, ഇതുപോലെ വി ഷേപ്പ് ഇരിക്കുന്ന ഒരു ഭാഗവും ഒരു ബേസും ഉണ്ടാവും. നമ്മൾ എന്നിട്ട് ഈ ബേസിലായിരിക്കും ഹാമർ വെച്ച് അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ വെഡ്ജ് പെട്ടെന്ന് അതിനകത്തേക്ക് ഇറങ്ങിപ്പോവും. ഇനി ഇതൊന്നും വേണ്ട, നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന കത്തി, അതുപോലെ തന്നെ നമ്മുടെ ആക്സ്, കോടാലി, ഇതുപോലെയുള്ള സാധനം, അല്ലെങ്കിൽ ഉളി, ഇതിനകത്തൊക്കെ നമുക്ക് ഈ ഒരു ഷേപ്പ് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ പ്രവർത്തിക്കുന്ന ഒരു കാര്യം, ഒന്ന് സിമ്പിൾ മെഷീൻസിൻ്റെ ലോജിക്ക്, വേറൊരു കാര്യം കൂടി ഇവിടെ വരുന്നുണ്ട്. നിങ്ങൾ പ്രഷർ പഠിച്ചിട്ടല്ലേ? എന്താ പ്രഷർ എന്ന് വെച്ച് കഴിഞ്ഞാൽ? പ്രഷർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ഫോഴ്സ് കൊടുക്കും. അപ്പോൾ ഇവിടുത്തെ പ്രഷർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കൊടുക്കുന്ന ഫോഴ്സ് ബൈ ഇവിടുത്തെ ഏരിയ. അതേ പ്രഷറാണ് ഇങ്ങോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ എത്തുമ്പോഴത്തേക്കും ഫോഴ്സ് അത് തന്നെ, പക്ഷേ ഏരിയ കുറയും. അപ്പോൾ പ്രഷർ എന്ന് പറയുന്നത് കൂടും. അപ്പോൾ ഇവിടെ കൊടുക്കുന്ന അതേ ബലം ഇവിടെ കൂടുതലായിട്ട് ആക്ട് ചെയ്യും. ഉദാഹരണം പറയാം, നമ്മൾ സാധാരണ നിങ്ങൾ ഈ തമ്പ് പിന്നെന്ന് പറയുന്ന സാധനം കണ്ടിട്ടുണ്ടോ? ഇത് ഇങ്ങനൊരു ബേസ് ഉണ്ടാകും, ഇതിൻ്റെ നടുക്കായിട്ട് എന്തുണ്ടാകും? ഒരു ആണി ഉണ്ടാകും അല്ലേ? നമ്മളിങ്ങനെ പിൻ വെച്ചിട്ട് ഇങ്ങനെ നോട്ടീസ് ബോർഡിലൊക്കെ കുത്തിവെക്കുന്ന സാധനം. അവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമ്മൾ കൊടുക്കുന്ന ബലം അല്ലേ, നമ്മൾ സാധാരണ ഒരു ബലം ഈ പറയുന്ന തടിയിൽ കൊടുത്താൽ നമ്മുടെ വിരൽ ആ തടിയകത്തോട്ട് കുത്തിക്കയറ്റാൻ പറ്റുമോ? അതൊക്കെ സാധാരണ ഒരു പേന എടുത്ത് വെച്ച് നമ്മളിവിടെ ഒരു പ്രസ് കൊടുത്താൽ ഈ പറയുന്ന അകത്ത് കയറി പോകുമോ? ഇല്ലല്ലോ. പക്ഷെ തമ്പിൻ ഉപയോഗിക്കുമ്പോൾ പറ്റും. എന്തുകൊണ്ടാണ്? ഇവിടെ നമുക്ക് ഏരിയ കൂടുതൽ, ഇവിടെ ഏരിയ കുറവ്. അപ്പോൾ നമ്മൾ ഇവിടെ കൊടുക്കുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഇങ്ങോട്ട് ട്രാൻസ്മിറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും ഏരിയ കുറവായതുകൊണ്ട് പ്രഷർ എന്ന് വെച്ചാൽ എന്താണ്? ഫോഴ്സ് ബൈ ഏരിയ ആണ്. സോ ഏരിയ കുറവായതുകൊണ്ട് ഫോഴ്സ് കൂടുതലായിട്ട് തോന്നും, പ്രഷർ ഇവിടെ കൂടുതലായിരിക്കും. ഇനി ഇത് വെഡ്ജിൻ്റെ ഷേപ്പിൽ വരുമ്പോഴത്തേക്കും വ്യത്യാസമൊന്നുമില്ല, ഇത് തന്നെയാണ് ഈ പറയുന്ന വ്യത്യാസം. ഈ പറഞ്ഞ പ്രഷർ ഡിഫറൻസ് തന്നെയാണ് ഇവിടെ നമുക്ക് ഉപയോഗിക്കുന്ന പ്രവർത്തന തത്വം എന്ന് പറയുന്നത്. വെഡ്ജിനകത്ത് സിമ്പിൾ മെഷീൻ്റെ കേസ് ഉപയോഗിക്കുമ്പോഴത്തേക്കും നമുക്ക് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കണ്ടുപിടിക്കാൻ പറ്റും. എന്ത് ചെയ്താൽ മതി? നേരത്തെ പോലെ 2 ഇൻക്ലൈൻഡ് പ്ലെയിൻസ് ചേർത്ത് വെച്ചാൽ കിട്ടുന്നതാണ് വെഡ്ജ്. അത്രേ ഉള്ളൂ. 2 ഇൻക്ലൈൻഡ് പ്ലെയിൻസ് ചേർത്ത് വെച്ചാൽ കിട്ടുന്നതാണ് എന്ത്? വെഡ്ജ് എന്ന് പറയുന്നത്. ഇവിടെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഈ L/H തന്നെയാണ്. കണ്ടോ, L/H തന്നെയാണ്. ഇവിടെ 3 എണ്ണത്തിൽ ആർക്കായിരിക്കും മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കൂടുതലെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും, അല്ലെങ്കിൽ ഈ 3 സാധനവും എന്താ ഇവിടെ ഈ തടിയെ നമ്മൾ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചാൽ എവിടെയായിരിക്കും നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് കാര്യം ചെയ്യാൻ പറ്റുന്നത്? ഈ വെഡ്ജ് ഉപയോഗിക്കുമ്പോഴായിരിക്കും. കാരണം ഇവിടെ ലെങ്ത് കൂടുതലാണ്, ഹൈറ്റ് കുറവാണ്. അപ്പോൾ ഇവിടെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? കൂടുതലായിരിക്കും. സോ വെഡ്ജ് ഈസ് എ ഡബിൾ ഇൻക്ലൈൻഡ് പ്ലെയിൻ. ഇറ്റ് ഈസ് മെയ്ഡ് ലോങ്ങർ ആൻഡ് തിന്നർ. ഇറ്റ് വിൽ ബി ഈസിയർ ടു യൂസ്. ഇത് ലോങ്ങർ തിന്നറും ആകും, നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഈ 3 കേസിൽ സിയിലായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കിട്ടുന്നത്. അപ്പോൾ വെഡ്ജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? ഡബിൾ ഇൻക്ലൈൻഡ് പ്ലെയിൻ ആയിരിക്കണം. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ആ പറയുന്ന വെഡ്ജിൻ്റെ ലെങ്ത് ആയിട്ടുള്ള എല്ലിനെ ഹൈറ്റ് കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ, ഇതാണ് വെഡ്ജ്. ലാസ്റ്റ് വരുന്നതാണ് സ്ക്രൂ ജാക്ക്. എന്താണ് സ്ക്രൂ ജാക്ക് എന്ന് ആദ്യം മനസ്സിലാക്കുക. നമ്മളൊരു സ്ക്രൂ തിരിക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്നത് റൊട്ടേഷണൽ ഫോഴ്സ് ആയിരിക്കും, ആണോ അല്ലേ? പക്ഷെ സ്ക്രൂ മൂവ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇത് ഇങ്ങനെ നേരെയല്ലേ? അപ്പോൾ നമ്മൾ കൊടുക്കുന്ന റൊട്ടേഷണൽ ഫോഴ്സിനെ ഇതുപോലെയുള്ള വെർട്ടിക്കൽ ഫോഴ്സ് ആക്കി മാറ്റുന്ന ഒരു അറേഞ്ച്മെൻ്റ് ആണ് സ്ക്രൂ ജാക്ക് എന്ന് പറയുന്നത്. സ്ക്രൂ ജാക്ക് എന്ന് വെച്ചാൽ എന്താ? സ്ക്രൂ നമ്മൾ കറക്കത്തില്ല. എവിടെ ഉപയോഗിക്കുന്നത്? നമ്മൾ സാധാരണ വണ്ടിയിൽ ജാക്ക് വെച്ച് പൊക്കുമ്പോഴാണ് സ്ക്രൂ ഉപയോഗിക്കുന്നത് അല്ലേ? ഇതുപോലത്തെ സാധനത്തിൽ വെച്ചിട്ട് ഇവിടെ നടക്കുക സ്ക്രൂ ആണ്, ത്രെഡ് ഉണ്ട് അല്ലേ? ത്രെഡ് എന്ന് വെച്ചാൽ അറിയാമല്ലോ, ഇങ്ങനെ ഒരു വെട്ടുള്ളത്. അപ്പോൾ ആ വെട്ട് നമ്മൾ ബലം കൊടുക്കുന്നതിൽ നമുക്ക് കുറച്ച് ഈസി ആക്കി തരും അല്ലേ? നമ്മൾ ആ സാധാരണ ഒരു ആണി, ഈ ആണി എടുത്ത് വെച്ചാൽ നമുക്കിവിടെ ബലം കൊടുത്ത് ടക്ക് 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 എന്ന് അടിക്കുമ്പോഴാണ് കയറിപ്പോകുന്നത്. പക്ഷേ സ്ക്രൂ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം ആ സ്ക്രൂവിൽ ഇതുപോലെ ഇങ്ങനെ ത്രെഡുകളുണ്ടാവും. നമ്മളിങ്ങനെ സ്ക്രൂ ഡ്രൈവറോട്ട് കറക്കുമ്പോൾ ഇത് കയറി പോകുന്നതിനേക്കാൾ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് കയറ്റാനായിട്ട് പറ്റും. അപ്പോൾ ആ ഈസിനെസ് ഇവിടെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് അല്ലേ? അതെ. ആ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എങ്ങനെയാണ് കിട്ടുന്നത്? ഇവിടെയും നമ്മൾ വെഡ്ജിൻ്റെ തന്നെ ലോജിക്കാണ് എടുക്കുന്നത്. ആരുടെ ലോജിക്ക? വെഡ്ജിൻ്റെ തന്നെ ലോജിക്കാണ് എടുക്കുന്നത്. അതായത് ഒരു സ്ക്രൂ ത്രെഡ് എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ഒരു വെഡ്ജ് ഷേപ്പിനെ നമ്മൾ ഒരു പേപ്പറിനെ കട്ട് ചെയ്ത് മാറ്റും. എന്നിട്ട് നമ്മളതിനെ ഇങ്ങനെ പേനയിലിട്ട് ഇങ്ങനെ ചുറ്റുക. അപ്പോൾ നമുക്കറിയാം ഇങ്ങനെ ഒരു തവണ ചുറ്റി വരുമ്പോൾ കിട്ടുന്ന ഈ പോയിന്റ് തമ്മിലുള്ള ദൂരം ഉണ്ടല്ലോ, ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പിച്ച് എന്ന് വിളിക്കുന്നത്. എന്ത് വിളിക്കുന്നത്? പിച്ച് എന്ന് വിളിക്കുന്നത്.
പിച്ച് എന്ന് വിളിക്കുന്നത്. എന്ത് വിളിക്കുന്നത്? പിച്ച്. ഒരു വെഡ്ജിൽ നമ്മൾ ഈ ഹൈറ്റിനെ ഹൈറ്റ് എന്നല്ലേ വിളിച്ചത്. അതൊരു സ്ക്രൂ ത്രെഡിൽ വരുമ്പോഴത്തേക്കും ഈ ഹൈറ്റ് എന്തിന് തുല്യമായിരിക്കും? പിച്ചിന് തുല്യമായിരിക്കും. ഈ പറയുന്ന ദൂരം എന്ന് പറയുന്നത് എന്തായിരിക്കും? ലെങ്ത് ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? അത് L/H ആയിരിക്കും. അതായത് L/P ആയിരിക്കും. അപ്പോൾ നമ്മൾ സ്ക്രൂ ഇങ്ങനെ ത്രെഡ് ഉണ്ടാക്കുന്ന സമയത്ത് ഈ പറയുന്ന രണ്ട് ത്രെഡുകൾ തമ്മിലുള്ള ദൂരം എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ആ പറയുന്ന ദൂരം നമ്മൾ കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കിട്ടും. അത് കൂട്ടുകയാണെങ്കിൽ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് അത്രത്തോളം കിട്ടണമെന്നില്ല. അപ്പോൾ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ലെങ്ത് ഓഫ് ദ ത്രെഡ്, അതായത് ഈ പറയുന്ന ലെങ്ത് അല്ലേ. നമ്മൾ ഇവിടെ ഇത്രയേ എടുക്കത്തുള്ളൂ. ഓക്കെ, നമ്മൾ 2 പിച്ച് എടുക്കുമ്പോഴത്തേക്കും ഈ ഫുൾ ത്രെഡൊന്നും ഇല്ല, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ പറയുന്നത് പിച്ച്, ഈ പറയുന്ന ലെങ്ത്. ഈ L/P എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടുത്തെ പിച്ച് കിട്ടും. ഇവിടുത്തെ പിച്ചിലല്ലോ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കിട്ടും. അപ്പോൾ ഇതാണ് സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഒരു സ്ക്രൂ ത്രെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നമുക്ക് റൊട്ടേഷണൽ മോഷനെ വെർട്ടിക്കൽ മോഷനാക്കി മാറ്റാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് സ്ക്രൂ ത്രെഡ് എന്ന് പറയുന്നത്. ഇതെന്തായിരിക്കും? ഒരു റാപ്പിഡ് ഇൻക്ലൈൻഡ് പ്ലെയിന് തുല്യമായിരിക്കും. ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ എങ്ങനെയാണോ നമ്മുടെ ജോലി ആയാസം ഈസി ആക്കുന്നത് അതേപോലെ തന്നെ, പക്ഷേ ഇത് നേരെ വയ്ക്കാതെ നമ്മൾ ചുരുട്ടി വയ്ക്കുമെന്നേ ഉള്ളൂ. അങ്ങനെ ചുരുട്ടി വയ്ക്കുമ്പോൾ ഈ പറയുന്ന ചെറിയൊരു ദൂരം എന്ന് പറയുന്നതായിരിക്കും ആ സ്ക്രൂവിൻ്റെ പിച്ച്. അതായത് ഒരു ചെറിയ വെഡ്ജ് അവിടെ ഉണ്ടാകുന്നു എന്ന് ആലോചിച്ചാൽ മതി. ഈ ചെറിയ ദൂരമായിരിക്കും L. അപ്പോൾ ഇവിടുത്തെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? അത് L/P ആയിരിക്കും. അത് L/P. ഓക്കെ, P പിച്ച്, ഇനി അവിടെ H എന്ന് പറഞ്ഞാലും P എന്ന് പറഞ്ഞാൽ രണ്ടും ഒന്ന് തന്നെ ആയിരിക്കും. അപ്പോൾ ഇതാണ് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഓഫ് എ സ്ക്രൂ ത്രെഡ് എന്ന് പറയുന്നത്. അപ്പോൾ സ്ക്രൂവിൻ്റെ ഈ പറഞ്ഞ ദൂരം പിച്ച്, ഇത് ഹൈറ്റ്. ഇത് വെച്ച് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇതിവിടെ ഇൻക്ലൈൻഡ് പ്ലെയിൻ്റെ ഒരു ചോദ്യമാണ്. 600 കിലോവാട്ട് ലോഡിന് നമ്മൾ 4 മീറ്റർ ലിഫ്റ്റ് ചെയ്യണം. അത് ഒരു 8 മീറ്റർ ഉള്ള ഇൻക്ലൈൻഡ് പ്ലെയിൻ ഉപയോഗിച്ച് നമ്മൾ ലിഫ്റ്റ് ചെയ്തു. അതായത് 600 ന്യൂട്ടൺ ലോഡിനെ ഹൈറ്റ് എന്ന് പറയുന്നത് 4 മീറ്ററും ഉപയോഗിച്ച് ഇൻക്ലൈൻഡ് പ്ലെയിൻ്റെ ദൂരം എന്ന് പറയുന്നത് 8 മീറ്ററുമാണെങ്കിൽ ഇവിടുത്തെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കണ്ടുപിടിക്കും. നമുക്കറിയാം L/H ആണ് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്, അഥവാ 8/4 ആണ്, 2 മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കണ്ടുപിടിച്ചു. എങ്കിൽ വാട്ട് ഫോഴ്സ് മസ്റ്റ് ബി അപ്ലൈഡ് അലോങ് ദ ഇൻക്ലൈൻഡ് പ്ലെയിൻ? എഫേർട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അല്ലെ, ഇൻക്ലൈൻഡ് പ്ലെയിനിൽ നമ്മൾ കൊടുക്കുന്ന ബലത്തെ നമ്മൾ എഫേർട്ട് എന്നല്ലേ വിളിക്കുന്നത്. ഇവിടുന്ന് പൊക്കുന്ന ഇതിനെയല്ലേ ലോഡെന്ന് വിളിക്കുന്നത്. അപ്പോൾ ലോഡാണ് 600 ന്യൂട്ടൺ മീറ്റർ എങ്കിൽ എഫേർട്ട് കണ്ടുപിടിക്കുക. നമുക്കറിയാം ലോഡ് ബൈ എഫേർട്ട് എന്ന് പറയുന്നത് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ആണെങ്കിൽ അവിടെ എഫേർട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ പറയുന്ന ലോഡ് ബൈ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ആയിരിക്കും. വേണമെങ്കിൽ ഇവിടെ റെസിപ്രോക്കൽ ഒന്ന് ആദ്യം എടുക്കാം. നമുക്ക് എഫേർട്ട് ബൈ ലോഡ് ഈസ് ഈക്വൽ ടു 1 ബൈ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ആണെങ്കിൽ ഇവിടെ നിന്ന് എഫേർട്ട് എന്ന് പറയുന്ന ലോഡ് അങ്ങോട്ട് പോകും. അപ്പോൾ ലോഡ് ബൈ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ആയിരിക്കും. അപ്പോൾ ലോഡ് എന്ന് പറയുന്നത് 600 ആണ്. സോ 600/2 300 കിലോ വാട്ട് എന്ന് കിട്ടും. അപ്പോൾ ഇങ്ങനത്തെ ചോദ്യങ്ങളായിരിക്കും നമുക്ക് ഇവിടെ നിന്ന് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇത്രയേ ഉള്ളൂ. ഈ ചാപ്റ്റർ എന്ത് ചെയ്തു? അവസാനിച്ചു.